37,000 ആണ് വില. അത് ഇപ്പോൾ ഒരു 16,500 കൊടുക്കാൻ പറ്റും. ഇനി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കുറയും. 21,795 ആണ്. അത് ഒരു ഗ്യാസ് സ്റ്റവ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പം 16,190 ആവും. വർക്ക് ചെയ്യുന്ന സാധനം കൊണ്ടുവരണ്ട, നിങ്ങളുടെ വീട്ടിലെ സ്ക്രാപ്പ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കും. ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 9,795 ആണ് 3 ബർണർ. അത് എക്സ്ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു 6,000 4,995 ആണ്. 3,500 ആണ് വിൽക്കുന്നത്. എക്സ്ചേഞ്ച് വരുമ്പോൾ അതിലും പിന്നെയും കുറയും. തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാൽ കുക്കർ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തുറക്കുക. ഇത് 18,000 ആണ്. ഇപ്പോൾ 12,600 ആണ് കൊടുക്കുന്നത്. ഒരു കിച്ചണിൽ കയറിയിട്ട് 76 ഇയേഴ്സ് ആയി നമ്മുടെ കമ്പനി. ഇൻഫ്രാറെഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പാത്രവും യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഇൻഡക്ഷൻ എടുത്താലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പ്രസ്റ്റീജിൻ്റെ 3.1 V3 ആണ് ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത്. എപ്പോഴും ബ്ലൂ ഫ്ലെയിം ആയിരിക്കണം. ബ്ലൂ ഫ്ലെയിമിലായിരിക്കും ഗ്യാസ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. വലിച്ചിട്ട് ഇത് ഫ്ലിപ്പ് ചെയ്താൽ മതി. പിന്നെ എയർ ഫ്ലിപ്പ് എന്നാണ് പറയുന്നത്. 4 ബർണറിന്റെ സാധാ സ്റ്റവ് ആണ്. 10,495 ആണ്. എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ 7,060 വരും. ഇത് മൾട്ടി ഷെഫ് എന്നാണ് പേര്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലാണ്. എന്തും ഏതിനോടും ഒന്നും മനസ്സിലായില്ല അല്ലേ? കടയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി സ്റ്റോറിന്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നാലും ലൊക്കേഷൻ പറയണ്ടേ. നമ്മൾ വന്നിരിക്കുന്നത് ആലുവയിലാണ്. ആ കാണുന്നത് ജംഗ്ഷൻ അല്ലെങ്കിൽ ആലുവ മെട്രോയുടെ അവിടുന്ന് ജസ്റ്റ് 150 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വില്ലേജ് ഓഫീസ്, ആലുവ വില്ലേജ് ഓഫീസാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് നമുക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോറൂമിൽ ഇപ്പോൾ എന്താ നടക്കണേന്ന് അറിയോ? എന്തും ഏതിനോടും എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എന്ത് പൊട്ടിയത് പൊളിഞ്ഞത് യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്ത് ഐറ്റം നമുക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ അതിന് പകരം നമുക്ക് പുതിയത് കിട്ടും. അതും 60% ഓഫില്ല. അപ്പം നല്ലൊരു ഓഫറല്ലേ? അതും എത്ര നാളത്തേക്ക് ഉണ്ട് എന്താണെന്നൊന്നും അറിയില്ല. ഇത് എല്ലാ കൊല്ലം നടക്കുന്ന ഒരു ഓഫറാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറേ പുതിയ പ്രോഡക്റ്റ്സും വന്നിട്ടുണ്ട്. അതും ഓഫറിൽ വീട്ടിലുള്ള എല്ലാം പഴയത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒക്കെ നമുക്ക് അതിന് പകരം പുതിയത് കൊണ്ടുപോകാന്നേ, അത്രയേ ഉള്ളൂ. അപ്പോൾ മറക്കണ്ട, ആലുവയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോറിലേക്കാണ് കേട്ടോ. പോവാം. ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ഉണ്ട്, അതും നല്ല ഓഫറോട് കൂടിയിട്ടാണ്. ഹായ്, ഈ മൈക്കൊന്ന് വെച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഒരു ഷെയ്ക്കൻഡ് ഒക്കെ ആവാം. വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പൊ ഇവിടെ എന്താ ഓഫർ നടക്കണമൊക്കെ കേട്ടില്ലോ? പ്രസ്റ്റീജിന്റെ എന്തും ഏതിനോടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ എന്ത് കയ്യിലുള്ളതും ഒക്കെ ഏത് പഴയ സാധനം കൊണ്ടുവന്നാലും പുതിയത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. 60% വരെ ഓഫ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെ അതെ, എന്തും ഏതിനോടും 60% വരെ കിഴിവ്. അപ്പൊ ഈ 60% വരെ കിഴിവെന്ന് പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ഇവിടെ ഇപ്പൊ പുതിയ പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടമ്മമാർക്ക് എപ്പോഴും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഗ്യാസ് അടുപ്പ്, സ്റ്റൗ എന്നൊക്കെ പറയാം. പക്ഷെ അത് കൂടാണ്ട് ഇവിടെ ബാക്കി എല്ലാ ഐറ്റംസും കിട്ടും. അപ്പൊ ജസ്റ്റ് ഷോറൂമിന്റെ ഒരു ലുക്ക് ഒന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ ഷോറൂമിന്റെ ലുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും, ചെറിയ തൊട്ട് വലുത് എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. 1000 പ്രോഡക്ട്സ് വരെ ഉണ്ട്. 1000 പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാ 1000 പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും പ്രസ്റ്റീജിന്റെ കമ്പനി സ്റ്റോറാണ്. കമ്പനി സ്റ്റോർ ശരിക്കും നമുക്ക് പ്രസ്റ്റീജിന്റെ സെയിം ആ ഒരു എന്ന് വെച്ചാൽ സാധാരണ നമ്മള് വേറെ ഷോറൂമിൽ കുറച്ച് ആ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് അങ്ങനെയല്ല. ഇത് കമ്പനിയുടെ ഡയറക്റ്റ് കമ്പനി സ്റ്റോറാണ്. അപ്പൊ ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാം. ഓക്കെ, നമുക്കെന്നാ ഇവിടെ നിന്ന് തുടങ്ങിയാലോ? എന്തൊക്കെയാ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്? അപ്പൊ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാ വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിക്കോ. ഇത് 4 ബർണർ ഗ്യാസ് സ്റ്റവ് ആണ്. ഹോപ്പ് ടോപ്പ് ആണ്. നമ്മുടെ ഹോപ്പ് ടോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോബായിട്ട് യൂസ് ചെയ്യാം. അതായത് ഗ്യാസ് നമ്മൾ സ്ലാബ് കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കുകയും ചെയ്യാം. ഇത് ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞത്. ഇതിന് സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് കട്ട് ചെയ്യാണ്ട് മേളിലോട്ട് വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് സ്റ്റാൻഡ് മുകളിലേക്ക് വെക്കുകയും ചെയ്യാം, വേണമെന്ന് വെച്ചാൽ ഇറക്കി വെക്കുകയും ചെയ്യാം. സ്റ്റാൻഡിംഗ് ആയിട്ടും വെക്കാം, വേണമെങ്കിൽ ഹോബായിട്ട് കട്ട് ചെയ്ത് ഇറക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ 4 ബർണറിന്റെ ആണ്. ഇറ്റാലിയൻ ബർണേഴ്സ് ആണ്, ഓട്ടോ ഇഗ്നിഷൻ ഉള്ളതാണ്. അപ്പം ഇതിന്റെ വില 21,795 ആണ്. ഒരു ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 16,190 ആയുള്ളൂ. ഇത്രയും ഡിഫറൻസ് വരും. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യണ വർക്കിംഗ് ആയിട്ടുള്ള സ്ക്രാപ്പ് കണ്ടീഷനിൽ കൊണ്ടുവരാം. വർക്ക് ചെയ്യുന്ന സാധനം കൊണ്ടുവരണ്ട, നിങ്ങളുടെ വീട്ടിലെ സ്ക്രാപ്പ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കുക. ആരത് പറയാ വർക്ക് ചെയ്യുന്ന സാധനം കൊണ്ടുവരണ്ട? വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനി ഉപയോഗിച്ചോളൂ. ഓക്കെ, അപ്പൊ യൂസ് ചെയ്യാത്തത് നമുക്ക് ആവശ്യമില്ലാതെ സ്ക്രാപ്പ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം കൊണ്ടുവന്നാൽ മതി. ഈ ഡിഫറൻസ് നമ്മൾ വർക്കിംഗ് കണ്ടീഷനോ ഇതൊന്നും നോക്കിയിട്ടല്ല എടുക്കുന്നത്. നമുക്ക് സ്ക്രാപ്പ് ആയിരിക്കണം, അതിൽ ഈ സാധനങ്ങൾ ഉണ്ടായാൽ മതി. ഓക്കെ, ചില ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടാവും, പൊളിഞ്ഞിട്ടുണ്ടാവും, അതായാലും കുഴപ്പമില്ല.
സ്ക്രാപ്പ് കണ്ടീഷൻ. ഫ്രെയിം ആയാലും മതി, അതായത് ഇതിന്റെ പാർട്സ് ഉണ്ടാവണം. ഓക്കെ, ഈ പാർട്സുകൾ ഉണ്ടാവണം. ഗ്ലാസ് ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ഗ്ലാസ് ഉണ്ടോ ഇല്ല അല്ലെങ്കിൽ ഡാമേജ് ആണോ എന്താ അതൊന്നും പ്രശ്നമല്ല. വാവ്, ഗ്രേറ്റ്. അപ്പൊ ഇതിന് ഇത്രയും ഡിഫറൻസ്. അപ്പൊ 22,000. ഇത് 21,795 ആണ്. അത് ഒരു ഗ്യാസ് സ്റ്റവ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 16,190 ആവും. അടിപൊളി ഡീലാണ് ഇത്. ഈ ഡീൽ എത്ര ഇതിപ്പോ ജൂൺ ലാസ്റ്റ് വരെ ഉണ്ട്. ജൂൺ ലാസ്റ്റ് വരെ, ഏപ്രിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതെല്ലാം കൊല്ലം ഈ ഒരു ഓഫർ, എല്ലാ വർഷവും ഓഫർ ഉണ്ട്, എല്ലാ വർഷവും ഈ ഓഫർ ഉണ്ട്. അപ്പൊ മറക്കണ്ട, എല്ലാം കൊല്ലം നമുക്ക് ഈ ഒരു മെയ് ജൂൺ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ഈ സമയത്തൊക്കെ ആയിരിക്കും മിക്കതും. ഏപ്രിൽ മെയ് ജൂൺ ലാസ്റ്റ് വരെ ഉണ്ടാവും. ലാസ്റ്റ് വരെ ഒരു 3 മാസത്തേക്ക് മിഡ് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൊല്ലം ഉണ്ടാവും. ഇപ്പൊ ഇനി ഈ കൊല്ലത്തെ മിസ്സായി പോയി വിഷമിക്കേണ്ട, അടുത്ത കൊല്ലമായാലും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ട്. അപ്പൊ ഇത് മാത്രം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള പ്രൈസ് ഞാൻ ഈ പറഞ്ഞത് ഒരു ഗ്യാസ് സ്റ്റവ് കൊണ്ടുവരുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേറെ ഐറ്റം ആണ് കൊണ്ടുവരുന്നെങ്കിൽ അതിന്റെ ഐറ്റത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അതാണ് എന്തും ഏതിനോടൊന്നും പറയണത്. ഇപ്പൊ ഗ്യാസ് സ്റ്റവ് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതല്ല. നിങ്ങളുടെ 2 കുക്കർ മാത്രം പഴയ അലുമിനിയം കുക്കേഴ്സ് എന്തെങ്കിലും കിടപ്പുണ്ട്, അത് കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ റേറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാത്തിന്റെയും വില നമ്മൾ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്താ നിങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ അറിയില്ലല്ലോ. കാണിച്ചാൽ നമ്മൾ തരുന്ന ഐറ്റം നമുക്കറിയാം, പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റം അത് നമുക്കറിയില്ല. അപ്പൊ അത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു അപ് ടു 60% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നല്ല ഡീലാണ്. അപ്പൊ ഇത് 4 ബർണർ ഇറ്റാലിയൻ ബർണേഴ്സ് ആണ് ഇത്. ഓക്കെ, ഞാൻ അത് കൂടാണ്ട് 3 ബർണർ നമ്മുടെ വളരെ പഴക്കമുള്ള ഒരു മോഡലാണ് റോയൽ പ്ലസ് എന്ന്. പണ്ട് അത് റോയൽ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടിരുന്നത്, ഇപ്പൊ റോയൽ പ്ലസ് ആയത് കുറച്ച് നാളായി. റോയൽ പ്ലസ് ആയിട്ട് 10 ഇയർ ഗ്ലാസ് വാറണ്ടിയാണ്. നമ്മുടെ 3 പാത്രം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഗ്യാപ്പാണ്, ഒത്തിരി ഗ്യാപ്പുള്ളൊരു മോഡൽ. കുറച്ച് വീതി ഉണ്ട്. സാധാരണ വലിയ വട്ടമുള്ള നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കണമെങ്കിൽ അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ചെറുത് വേണമെങ്കിൽ അങ്ങനത്തെയും അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ എല്ലാത്തിന്റെയും റേറ്റ് അറിയണമെങ്കിൽ 3 ബർണർ ഉണ്ട്, 2 ഉണ്ട്, സിംഗിൾ ബർണറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്ലാസ് അല്ലാണ്ട് സ്റ്റീലും വരുന്നുണ്ട്. ഇത് റോയൽ എന്ന് പറയുന്നത് റോയൽ പ്ലസ് ഗ്ലാസ് മോഡലാണ്. 10 ഇയർ ഗ്ലാസ് വാറണ്ടി അന്നും കൊടുത്തിരുന്നു, ഇന്നും കൊടുക്കണം. എനിക്ക് ഒരു സംശയം, അവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ സാധാരണ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലത്തെ സ്റ്റീലിന്റെ ഗ്യാസ് അടുപ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ ഈ ഗ്യാസ് അടുപ്പ് കൊണ്ടാലും നമുക്ക് അത് കൊണ്ടുവന്നാൽ ഈ വില ഞാൻ തരും, നമുക്ക് ഈ വിലക്ക് അത് ഒരു സംശയം തീർക്കണം. അല്ല, ഗ്യാസ് സ്റ്റീൽ നമ്മൾ ചില്ലിന്റെ ചില്ല് തന്നെ മാറ്റി തരും അങ്ങനെ ഉണ്ടോന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ ഒരു ഇത് കസ്റ്റമർ വരുന്നുണ്ട്. അപ്പൊ ഒരു മിനിറ്റ് കേട്ടോ, കസ്റ്റമർ സെർവ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം, എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നൊരു. ഹായ്, ഒരു വീഡിയോ എടുക്കണ്ട്. ഹോട്ടല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഞാൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട്, എനിക്ക് വേറെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. പറഞ്ഞോളൂ, ഇങ്ങോട്ട് ചെയ്യുന്നോ? എങ്ങനെയുണ്ട് ഇവിടെ നമ്മൾ എടുക്കണതിന്റെ? എങ്ങനെ നമ്മൾ പ്രസ്റ്റീജ് കുറെ നാളായി യൂസ് ചെയ്യാൻ? പ്രസ്റ്റീജ് എപ്പോഴും യൂസ് ചെയ്യണത്, എപ്പോഴും അതിനെ യൂസ് ചെയ്യണത്. വേറെ ഒന്നുമില്ല കേട്ടാ, പ്രസ്റ്റീജ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അത് ജീവിതത്തില്. എങ്ങനെയുണ്ട്? മദറിനോട് ചോദിച്ചാലും മതി, മദറും ചിലപ്പോൾ സ്ഥിരം വരുന്ന കസ്റ്റമർ ആണ്. അങ്ങനല്ല, 2-3 ജനറേഷനൊക്കെ വരാറുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ റേറ്റ് വൈസ്, അപ്പൊ നമ്മൾ പ്രസ്റ്റീജ് ഇത് കേൾക്കുമ്പോൾ നോർമലി മൈൻഡിൽ വരുന്നത് ബ്രാൻഡഡ് ആണ്. അപ്പൊ റേറ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് അയ്യോ ഭയങ്കര നമുക്ക് എഫോർട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നില്ല. അത് വേറെ ഇത് പറഞ്ഞു. പക്ഷെ അത് ഇത് ഒരുപാട് ഉപയോഗിക്കാലോ. നമ്മൾ പറഞ്ഞില്ലേ 2 ജനറേഷനോ 3 ജനറേഷനോ യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് അങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെർജിൻ സ്റ്റീലിലാണ് ഉണ്ടാക്കുന്നത്. അലുമിനിയം പ്രോഡക്ട്സ് എല്ലാം വെർജിൻ ആണ്, ഒരിക്കലും റീസൈക്കിൾ ചെയ്യുന്നില്ല പ്രസ്റ്റീജ്. ഓക്കെ, കൂടെ എന്തെങ്കിലും പറയണ്ട? സാധാരണ പെണ്ണുങ്ങളോടാണ് നമ്മൾ ഈ കിച്ചണിന്റെ കാര്യം ചോദിക്കാറ്. സാധാരണ ഇത് ഇവരുടെ ഡിവിഷനാണ്, ഞാൻ അധികം അതിനകത്ത് ഇടപെടാറില്ല. ഓക്കെ, എന്നാലും ഞാൻ പിന്നെ ഇതേമാരെ കൂടെ പോയിട്ട് ഇങ്ങനെ സെലക്ഷൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പുള്ളിക്കാരത്തി തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ സെക്ഷനാണ്, അപ്പൊ അങ്ങോട്ട് തന്നെ പോണ്ടി വരുന്ന. എന്നാലും ആളുടെ എന്താ പറയാ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് നമുക്ക് പ്രസ്റ്റീജ് മസ്റ്റ് ആണെന്നല്ലേ. ഇവിടെ നമ്മൾ സാധാരണ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിച്ച പ്രോഡക്ട്സ് ഒക്കെ കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ ക്വാളിറ്റി ആയാലും അതിന്റെ ക്വാണ്ടിറ്റി ആയാലും കിട്ടാറുണ്ട്. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ യൂസ് ചെയ്യണത്, പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണത്. എല്ലാം അതിന്റെ ചെറുത് തുടങ്ങി അങ്ങനെ അലൂമിനിയം തുടങ്ങി ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു കുക്കർ അല്ലെങ്കിൽ ഒരു പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ സ്പൂൺ എവിടെ വെക്കും? നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ അവിടെ എവിടെയെങ്കിലും വെക്കണം. ഇതിന്റെ ലിഡ് വരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, കണ്ടോ? അത്രയും മൈന്യൂട്ട് ആയിട്ടാണ് കമ്പനി റിസർച്ച് നടത്തിയിട്ട് ചെയ്യുന്നത്. ഒരു ഇളക്കിയ സ്പൂണ് വെക്കാൻ വരെ സ്ഥലം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് കുക്കിങ്ങിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതായത് കിച്ചണിലെ നീഡ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും 76 ഇയേഴ്സ് ആയി ഒരു കിച്ചണിൽ കയറിയിട്ട്, 76 ഇയേഴ്സ് ആയി നമ്മുടെ കമ്പനി.
എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഞാനിത് എന്നാലും വേറൊരു കസ്റ്റമർ വരുമ്പോൾ അവരോടും കൂടി ചോദിക്കേണ്ട എന്താണോ ഞാൻ തന്നെ പറയണോണ്ട് അത് ശരിയല്ലല്ലോ. അപ്പൊ അവരും പേഴ്സണൽ ശരിക്കും എവിടെയാ വീട് എവിടെയാ? എൻ്റെ വീട്ടിലൂടെ ആലുവയിൽ തന്നെ. ആലുവ തന്നെയാണ്. അപ്പൊ അത് ഈ ആലുവ അടുത്തായതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓഫർ സമയത്താണോ കൂടുതൽ വരാ അല്ലെങ്കിൽ എങ്ങനെയാ? ഇല്ല, നമ്മള് പുറത്തുനിന്ന് വരുമ്പോഴേ ഇവിടെ വന്ന് വാങ്ങിട്ട് പോകും. പുറത്തുനിന്ന് വരുമ്പോ മീൻസ് ദുബായിൽ നിന്ന് വരുമ്പോഴേ ഇവിടെ. അപ്പൊ ദുബായിലാണോ? ഗ്രേറ്റ്. ദുബായിക്ക് വരെ പ്രസ്റ്റീജ് എത്തിയെന്ന് പോരാ. അപ്പൊ ഇനി അവരെ പർച്ചേസിങ് നടത്തിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്തായാലും പോവാണ്. അപ്പൊ പ്രസ്റ്റീജ് ദുബായിലേക്ക് എത്തിയെന്ന്. നടക്കട്ടെ എന്തായാലും ഷോപ്പിംഗ്. താങ്ക് യു. കസ്റ്റമറൊക്കെ പോയി അതേ ആളെ പിടിച്ചു വെച്ച് കൊണ്ടുണ്ട്. ഇത്തിരി ഫ്രീ ടൈമിൽ എപ്പോഴും ഇവിടെ തിരക്കണം. ഓഫർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു തിരക്കും ഉണ്ട്. എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വന്നു പോയി ഇങ്ങനെ നിൽക്കൂല. ഓഫറിന്റെ മാത്രം തിരക്കല്ല, അല്ലാണ്ട് ആളുണ്ട്. പക്ഷെ നമ്മൾ അധികവും ഇങ്ങനെ ഇതൊരു സെയിൽ കൗണ്ടർ ആയിട്ട് കാണരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ട് കാണുക. ഇപ്പൊ കസ്റ്റമറിന് സാധനം വാങ്ങാൻ താല്പര്യം താല്പര്യം ഇല്ലായിരിക്കും. പക്ഷെ സാധനം വന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ട് കണ്ടിട്ട് പോകാനുള്ള ആൾക്കാർ, അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ കണ്ട് സംസാരിക്കാനും നമ്മളങ്ങോട്ട് സംസാരിക്കുന്നതും അതൊക്കെ ഭയങ്കര. എന്തായാലും കുറെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കണം. നമുക്ക് കുറച്ചു നേരം എന്താ പറയാ കുറേ അറിവുകൾ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതെന്തായാലും നമുക്ക് ഓഫറൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിടിച്ചിരുന്ന് സംസാരിക്കേണ്ടി ഇതിനെ കുറിച്ചുള്ള അറിഞ്ഞാൽ മതി. വേറെ ഒന്നും നമുക്ക് അറിയണ്ട. ഇനി അടുത്ത ഓഫറിനെ കുറിച്ച് പറഞ്ഞാലോ നമുക്ക്? ഓക്കെ, നമുക്ക് ഈ സ്റ്റൗവിനെ കുറിച്ചിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയണം. നമ്മൾ ആകെ 4ഉം 3യും കൂടിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വന്നിട്ട് സ്വച്ച് എന്ന് പറഞ്ഞൊരു മോഡലാണ്. സ്വച്ച് എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്നാണ് അർത്ഥം. ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ 2018 ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തതാണ്. ഇതിങ്ങനെ നിൽക്കും, ക്ലീൻ ആയിരിക്കും. അടിയിലൊന്നും വെള്ളമൊന്നും താഴോട്ട് ഒലിച്ചു പോകത്തില്ല, തുരുമ്പെടുക്കില്ല, റെസ്റ്റ് എടുക്കില്ല. ഇതാണ് ഇത് സ്വച്ചിന്റെ 4 ബർണറാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇതും ഇതാണ് ഹൈബ്രിഡ് ആണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് ഹോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ട് കൗണ്ടർ ടോപ്പ് അതെ ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. രണ്ടുമായിട്ട് വരും. ഇതിന്റെ പ്രത്യേകത ഇത് ബ്രാസ് ബർണേഴ്സ് ആണ്. ഈ ബ്രാസ് ബർണറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഥവാ തിളച്ച് മറിഞ്ഞാലും നമുക്കൊരു മെറ്റൽ ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചവിടെ വെച്ചാൽ മതി. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നമ്മൾ പണ്ടത്തൊക്കെ യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ ഇത് പ്രസ്റ്റീജ് അല്ലാത്തായിട്ടാണെങ്കിൽ ഇതൊക്കെ ബ്രാസ് ആയിരിക്കില്ല അല്ലെ. അത് പിന്നെ തുരുമ്പ് പിടിക്കാനും ചാൻസ് ഉണ്ട്. കളറൊക്കെ മാറി, എന്റെ വീട്ടിലൊക്കെ മാറി. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ബേണിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നീല ഫ്ലെയിം ആയിരിക്കണം കത്തിക്കുമ്പോൾ. മഞ്ഞ ഫ്ലെയിം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് സർവീസ് വിളിക്കുക ആളെ. സർവീസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ബ്ലൂ ഫ്ലെയിം ആയിരിക്കണം. ബ്ലൂ ഫ്ലെയിമിലായിരിക്കും ഗ്യാസ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. സേവിങ്സ് കൂടുതൽ അങ്ങനെയായിരിക്കും അല്ലേ. ഓക്കെ, ഇതൊക്കെ ഒരു ടിപ്പായിട്ട് എടുത്തോട്ടോ. ഇനി ടിപ്പുകൾ ഇനി വരാൻ കിടക്കണല്ലോ, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊന്ന് ജെറ്റ് ഒന്ന് വൃത്തിയാക്കണം. ഇപ്പം വീട്ടമ്മമാർക്ക് വരെ ജെറ്റ് വൃത്തിയാക്കാം. കണ്ടോ, ഇവിടെയാണ് ജെറ്റ് ഇരിക്കുന്നത്. ഒരു ചെറിയ ഹോളാണ്, ഒരു പിന്നിട്ടിട്ട് അതിനെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ സാധാരണ എല്ലാവരും പറയും ഉറുമ്പ് കയറി പ്രശ്നമായി അത് ഇങ്ങനെയെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് സാധാരണ ടെക്നീഷ്യൻ വന്നിട്ട് അടിയിൽ നിന്ന് അഴിക്കേണ്ടി വരും. ഈ സ്വച്ച് മോഡലിൽ ഇവിടെ തന്നെയാണ് ജെറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ. അവർ ചെറിയൊരു പിന്നിട്ട് കുത്തി ക്ലീൻ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്ന് സ്പില്ല് ചെയ്യത്തില്ല. ഇത് ഇതിനകത്ത് തന്നെ കെട്ടി നിൽക്കും, താഴോട്ട് സ്പില്ല് ചെയ്യത്തില്ല. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സ്വച്ച് എന്ന് പറയുന്നത്. അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റീലിന്റെ ഒന്ന് കാണിച്ചില്ലേ 2-3 എണ്ണം. സ്റ്റീൽ നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള മോഡലാണിത്. ഇതിന്റെ 3 ഉണ്ട്, 4 ബർണറും ഉണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്ത ആൾക്കാർ ഈ മോഡൽ ഉണ്ടോന്ന് ചോദിച്ചാൽ തന്നെ വരും. ഇത് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, വളരെ ഇഷ്ടപ്പെടുന്നത്. കാരണം വളരെ പഴക്കമുള്ളൊരു മോഡലാണ്. ബട്ട് റിഫൈൻ ചെയ്തു. അതായത് ഇതിന്റെ ജെറ്റ് മാറിയിട്ടുണ്ട്, നോബ് മാറി, അതിന്റെ വാൽവ് മാറി, എല്ലാം മാറിയിട്ടുണ്ട്. ഈ ഗ്യാസ് എഫിഷ്യൻസി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് പുറത്തേക്കും പോകാൻ ചാൻസ് ഇല്ല, ഒക്കെ ഇതിന്റെ ഉള്ളിൽ എല്ലാം ഇതിനകത്ത് നിൽക്കും. പിന്നെ അത് മാത്രമല്ല ഗ്യാപ്പും ഭയങ്കര കൂടുതലാണ് 3 എണ്ണം തമ്മിലുള്ള. 3, 4, 2 ഉണ്ട്. ഇത് 3, 4 ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോ റേറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര, അതിന്റെ റേറ്റ് വന്നിട്ട് 9795 ആണ് 3 ബർണർ. അത് എക്സ്ചേഞ്ച് ഒക്കെ വരുമ്പോൾ ഏകദേശം ഒരു 6000. പിന്നെ എന്താ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചാണ് മാറുന്നത്. അതുകൊണ്ടാണ് റേറ്റ് പറയാത്തത്. ഇപ്പൊ ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്നുള്ള റേറ്റ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇപ്പം വേറെ പാത്രം കൊണ്ടുവരാൻ വേറെ ഇതായിരിക്കും. ഇപ്പൊ ചായപാത്രത്തിന്റെ ഒരു ചെറിയ അലുമിനിയത്തിന്റെ എന്ത് പാത്രം കൊണ്ടുവന്നാലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. അലുമിനിയം ആയാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു സംശയം കൂടി, പ്രസ്റ്റീജ് തന്നെ അല്ലല്ല, അങ്ങനല്ല. ഏത് സ്ക്രാപ്പ്, ഏത് ബ്രാൻഡ്, അങ്ങനെ ബ്രാൻഡ് ഇല്ലെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല. ബ്രാൻഡ് ഇല്ലെങ്കിലും ബ്രാൻഡ് ആയാലും എന്തായാലും ഇവിടെ എടുക്കും. അതെ, ഓക്കെ, ആ ഒരു കാര്യത്തിൽ സമാധാനമായി. ഓക്കെ, പ്രസ്റ്റീജ് തിരിച്ചു തരുള്ളൂ. കാരണം പ്രസ്റ്റീജിന്റെ സ്റ്റോർ ആണല്ലോ. അപ്പൊ വേറൊരു ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല.
പ്രസ്റ്റീജ് ആഗ്രഹിച്ച് വരുന്ന ആൾക്ക് നമുക്ക് കൊടുക്കാം. പ്രസ്റ്റീജ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇത് കമ്പനി സ്റ്റോർ ആണ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഞാൻ നോട്ട് ചെയ്തത് ഈ ന്യൂ അറൈവൽ എന്താ, ഇത് നമ്മളെ എയർ ഫ്ലിപ്പ് എന്ന് പറയും. എയർ ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആണ് ഈ എയർ ഫ്രയർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു നെക്സ്റ്റ് വെർഷൻ ആണ്. അപ്പം അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എയർ ഫ്രയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് വലിക്കുക, ഇതിനകത്ത് ട്രേ ഉണ്ട്, നമുക്കിതിൽ എയർ ഫ്രൈ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ എയർ ഫ്രയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഇത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഓയിൽ ഇട്ട് ചെയ്യണം, ഡീപ്പ് ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യണം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു നോബ് ഇത് വലിച്ചിട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക, തിരിച്ച് ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ പുള്ളി ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് വെക്കുക. ഇതിൽ ഈ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അകത്ത്, ഇത് കണ്ടോ, ഈ ലെവൽ വരെ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഫിഷോ അതല്ല ചിക്കനോ മട്ടണോ എന്താ നിങ്ങൾ കഴിക്കുന്നത് അത് വെച്ചാൽ ഗ്രില്ലാവും. ഞാനേ ഓയിൽ കുറച്ച് ഈ സംഭവം ഒറ്റയ്ക്ക് ഇരിക്കണ കണ്ടപ്പോഴേ ഞാൻ എന്നിട്ട് ഇത് ഒറ്റയ്ക്ക് ഇരിക്കണപ്പോ ഇത് മാത്രമായിട്ട് ഞാൻ മേടിച്ചു കൊണ്ടുപോലും ഇത് നല്ല അടിപൊളിയാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ കൂടെയുള്ളതാണ്. ഇതിന്റെ കൂടെ ഓക്കെ, ഇത് ഒറ്റയ്ക്കായിട്ട് കിട്ടില്ല. ഒറ്റയ്ക്കായിട്ട് വേണമെങ്കിൽ വേറെ മേടിക്കേണ്ടി വരും. പക്ഷെ അത് മേടിച്ചിട്ട് കാര്യമില്ല, അത് ഇതിൽ മാത്രമേ വർക്ക് ആവുള്ളൂ, ഇതിനെ സെറ്റ് ആവുള്ളൂ. അപ്പം പിന്നെ ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണം. ഓയിൽ ലെവൽ കൂട്ടി വെച്ചാൽ മതി, കൂടുതൽ ഒഴിച്ച് ഡീപ് ഫ്രൈയും ചെയ്തെടുക്കാം. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ഇതാണ്. അപ്പൊ ഇത് ഫുൾ കറണ്ടിലാണ്. സോറി, കറണ്ടിലാണ്. അതെ, കറണ്ടിലാണ്. അപ്പൊ സോളാർ ഉള്ളവർക്ക് അടിപൊളിയാണ്. സോളാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കറണ്ട് വരില്ല. അതറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചത്. സോളാർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ വാല്യൂ മണിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം എയർ ഫ്രയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നല്ലതാണ്. പിന്നെ സോളാർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, ബഡ്ജറ്റും കുറച്ചുകൂടി ഇതായിരിക്കും. എന്തായാലും ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ വലിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്താൽ മതി. പിന്നെ എയർ ഫ്ലിപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു റേറ്റ് നമുക്ക് ഇത് 18,000 ആണ്, ഇപ്പൊ 12,600 ആണ് കൊടുക്കുന്നത്. ഓഫർ ഇനി എക്സ്ചേഞ്ചിന് കൊണ്ടുവരാണെങ്കിൽ പിന്നെയും കുറച്ച് തരാം. ഗ്രേറ്റ്. അപ്പൊ ഇതിനും എന്തും എടുക്കൂലോ? അത് ഇനി ചോദ്യം കേട്ടോ. ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രമേ എക്സ്ചേഞ്ച് ഇല്ലാണ്ടുള്ളൂ. ലൈക്ക് വാട്ടർ ബോട്ടിൽസ്, പിന്നെ ഇത് നമ്മുടെ കെറ്റിൽസ്, പിന്നെ അയൺ ബോക്സ്, ടിഫിൻ ബോക്സ്, ഇതിന് മാത്രമേ ഉള്ളൂ എക്സ്ചേഞ്ച് ഇല്ലാണ്ട്. അല്ലാത്ത എന്തായിട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ ഫ്രൈ പാൻ ആയാലും എല്ലാം എടുക്കും. അപ്പൊ എന്തായാലും ഇത് അടിപൊളി ഒരു ഓഫറാണ്. 12, പിന്നെ അതിൽ നിന്ന് പിന്നെയും കുറയും. 12,600 എന്നുള്ളത് പിന്നെ നമ്മൾ എക്സ്ചേഞ്ചിൽ എന്ത് കൊണ്ടുവരുന്നു അത് നോക്കിയിട്ട് അതിൽ നിന്ന് പിന്നെയും കുറയും. എന്തായാലും അടിപൊളി. ഇതിപ്പോ എങ്ങനെയാ നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ ഒരെണ്ണം കാണുന്നുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇത് നമ്മുടെ വേറെ പീസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം ഡിസ്പ്ലേ പീസസ് ആണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലാ 2 ദിവസം കൂടുമ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുക. ചില കസ്റ്റമേഴ്സ് വന്നിട്ട് നോക്കി നോക്കുമ്പോൾ പുതിയ പെട്ടി പൊട്ടിക്കാതൊക്കെ വേണ്ട, ഇത് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കുകയാണല്ലോ, ഇതിനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. വർക്ക് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോ ഒരു കാര്യം കൂടി സംശയമുണ്ട്. ഇനിയിപ്പോ സർവീസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ്? സർവീസ് എങ്ങനെയാണ്? നമുക്ക് ഓൾ ഇന്ത്യ ഒരൊറ്റ ബുക്കിംഗ് നമ്പറാണ് ഉള്ളത്. ഒറ്റ ബുക്കിംഗ് നമ്പർ, ആ നമ്പറിൽ ബുക്ക് ചെയ്യുക. പണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യുമായിരുന്നു, ഇപ്പം അങ്ങനല്ല. ഇപ്പം കസ്റ്റമർ ബുക്ക് ചെയ്യും. കസ്റ്റമർ ബുക്ക് ചെയ്ത് കസ്റ്റമർക്ക് ഒരു OTPയും ഇത് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ബുക്കിംഗ് ഞാൻ എടുത്തു, ഞാൻ എൻ്റെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുവാണ്. അപ്പോൾ ടെക്നീഷ്യൻ വിളിക്കും, വീട് എവിടെയാണ്, ലാൻഡ് മാർക്ക് എവിടെയാണ്, ഇതൊക്കെ ചോദിക്കും. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ലാൻഡ് മാർക്ക് പിന്നെ നിങ്ങൾ ആ ടൈമിൽ അവിടെ ഉണ്ടോ, ഡയറക്റ്റ് ആയിട്ട്. അതെ, ഞങ്ങൾ വിൽക്കുമ്പം തന്നെ വാറണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്പർ ഉണ്ട്, 08060004411. എന്ത് സർവീസ് ആയാലും ആ നമ്പറിൽ ബുക്ക് ചെയ്യാം. പുതിയതായാലും പഴയതായാലും ഏതായാലും ഇനി പഴയ ഏതെങ്കിലും ഒരു സാധനം സർവീസ് ചെയ്യാണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോ ഈ സർവീസിന്റെ എത്ര വാറണ്ടി, എത്ര ഗ്യാരണ്ടി, അങ്ങനെ വാറണ്ടി കഴിഞ്ഞ പ്രോഡക്റ്റ് ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ച ഒരു മാഡം ഉണ്ട്. മാഡം ഒരു 22 years ആയിട്ട് യൂസ് ചെയ്തതാണ്. എവറി 2 year അവർ വിളിച്ച് സർവീസ് ചെയ്യുന്നുണ്ട്. 22 വർഷമായി സർവീസ് ചെയ്തെന്ന് പറയുന്നത്. എവറി 2 year. കാശ് കൊടുത്താലും നല്ല അടിപൊളി ഐറ്റം നമുക്ക് കിട്ടും. 2 വർഷത്തെ സർവീസ് വേണമെങ്കിലും അവർ പറയും ഒരാൾ വന്ന് നോക്കി ചെയ്തോട്ടെ എന്ന് പറയുന്നത്. അപ്പം അത് പ്രൊഡക്റ്റ് അതുപോലെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിനിലും കുറേയൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ പ്രൊഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തായാലും അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് മാറ്റി വെക്കാം, ഒരെണ്ണം മാറ്റി വെക്കണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒന്നെങ്കിൽ ഇതല്ലെങ്കിൽ മൾട്ടിപർപ്പസ് ആണ്, ബട്ട് രണ്ടും സിമിലർ ടൈമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അടിപൊളി ഒരു സംഭവമായിട്ടുണ്ട്. ഇതല്ലാത്ത നമ്മുടെ പഴയ വർഷം നോർമൽ ഇതുണ്ട്, നോർമലുണ്ട്. അത് ഏത് ഭാഗത്തായിരിക്കുന്നത്? നോർമൽ ഇതാണ്.
നോർമൽ ആ സൈഡിൽ. യെസ്, നോർമൽ. ഇത് ഇപ്പം ആൾക്കാർ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ നോർമൽ വെർഷൻ. ആക്ച്വലി ഇത് മൾട്ടി ഷെഫ് എന്നാണ് പേര്. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ കറണ്ട് കാര്യം ചോദിച്ചില്ലേ. അപ്പം 4 ലിറ്ററിൻ്റെ ആണ് നമുക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത്, 4.5 ലിറ്റേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാവരും അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന്, ഒരു ഫാമിലിക്ക് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. എല്ലാവർക്കും വേണമെങ്കിൽ ഇപ്പോൾ ഒരു കബാബ് ഉണ്ടാക്കുകയാണ്, എല്ലാവർക്കും ഈ 2 പീസ് വേണമെങ്കിൽ 4.5 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. 2 പ്രാവശ്യം ചെയ്യുമ്പോൾ കറണ്ട് കൂടിയില്ലേ. സെയിം വോൾട്ടിൽ തന്നെ നമുക്ക് 2 ഫാമിലിക്കുള്ള 2 ഫാമിലികൾ, അതായത് ഏകദേശം കണ്ടോ 6.5 ലിറ്റേഴ്സിൻ്റെ ടബാണ് വരുന്നത്. ഇത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ കുക്ക്വെയറിൻ്റെ മുകളിൽ അതേ സെയിം കോട്ടിംഗ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതില് ഒരു തവണ കൊണ്ട് നമുക്ക് എല്ലാം 2 ഫാമിലിക്ക് ചെയ്യാം. അതായത് ഏകദേശം 8-10 പേർക്കുള്ള നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പൊ ഇതിന്റെ യൂസേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ നമുക്ക് ഈവൻ റൗണ്ടിൽ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് കേക്ക് ഉണ്ടാക്കാം. ഞാനത് കേക്ക് ഉണ്ടാക്കാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചത്. അതെ, കേക്ക് ഉണ്ടാക്കണേ കേക്ക് ഉണ്ടാക്കാം. സാധാരണ നോർമൽ എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് അതിന്റെ ഷേപ്പ് കണ്ടില്ല, ചെറുതാണ്, സൈസ് ഇത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു ഓവൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. ഇത് റൗണ്ട് കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഓപ്ഷൻ ഇതൊരു മിനി OTG ആണ്, ഓവൻ ടോസ്റ്റർ ഗ്രിൽ. 3 പർപ്പസ് ഇതിൽ നടക്കും. ഇപ്പൊ പണ്ടത്തെ ഓവൻ വിട്ടിട്ട് നമുക്കൊരു പുതിയ വെർഷൻ ഇപ്പൊ വേണമെങ്കിൽ ഇതിന് പറയാം. ഇതിന്റെ പുതിയ വെർഷൻ ആണ് ഇപ്പൊ ഇത്. അതെ, എയർ ഫ്ലിപ്പ്. ഓക്കെ, കുറെ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറെ ഉണ്ട് നമുക്ക് അറിയാനും പഠിക്കാനും അല്ലേ. ഒരു ഇന്നോവേറ്റീവ് കമ്പനിയാണ്. ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ഒരു ഇന്നോവേഷൻ നടന്നിട്ട് അടുത്തൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതിലേക്ക് ഉണ്ടാക്കി നമുക്ക് അടുത്തേക്ക് ഒന്ന് കടന്നാലോ? ആയിക്കോട്ടെ. അടുത്തത് ഓഫർ ചെയ്താ വരുന്നത്? ഓഫർ നമുക്ക് ഇത് കണ്ടോ, ഫുഡ് എല്ലാം ഓഫറുള്ള സാധനങ്ങളാണ്. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ്? 37,000 എന്നുള്ള ഒരു 16,500 അത്രേ വരുള്ളൂ. 37ന്റെ പ്രൊഡക്റ്റ് ആണ്. 37,000 ആണ് വില. അത് ഇപ്പോൾ ഒരു 16,500 കൊടുക്കാൻ പറ്റും. ഇനി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കുറയും. ഇത് ഗംഭീര ഓഫറായില്ല, അടിപൊളി ഓഫറാണല്ലോ. ഇപ്പൊ എനിക്കറിയില്ല, എന്റെ വീട്ടില് ഈ സംഭവം ഒന്നും ഇല്ല, അതുകൊണ്ട് ചോദിക്കാണ്. ഇപ്പൊ പലതരം ഹുഡ്സ് കാണുന്നുണ്ട്, അതിലെന്താണ് വ്യത്യാസം? ഇത് നമ്മുടെ പഴയ ഒരു ഷേപ്പിൽ വരുന്നതാണ്, ആർട്ട് ഷേപ്പിൽ വരുന്നതാണ്. പിന്നെ അത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് മോഡലാണ് ഇത്. അതെ, പിന്നെ ഇത് പഴയ ഷേപ്പിൽ തന്നെ ഒരു മാറ്റം വന്ന ഒരു മോഡലാണ്. സേഫ് സെൻസ് എന്നൊരു മോഡലാണ് ഇത്. സേഫ് സെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ IoT ആണ്, ഇന്റർനെറ്റ് ഓപ്പറേറ്റഡ് ആണ്. നമുക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ മൊബൈലിലെ ആപ്പ് കണക്ട് ചെയ്തിടാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓൺ ചെയ്യാൻ ഗസ്റ്റ് സെൻസറാണ്, ഓണായി. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ആക്കിയാൽ മതി. അപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം അഥവാ നമ്മളെ വീട്ടിൽ ഗ്യാസ് ലീക്ക് ആയാൽ ഇത് സെൻസ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. പ്ലസ് നമ്മളെ മൊബൈലിൽ പോപ്പപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സേഫ്റ്റി കൂടി ഉണ്ട് ഇതിന്റെ. മറ്റേനാ ഓപ്ഷൻ ഇല്ല, അതിനാ ഓപ്ഷൻ ഇല്ല. സേഫ് സെൻസിനാണ് ഈ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേറ്റ് വരുമ്പോൾ ഇതൊരു 19 അടുപ്പിച്ച് വരും. ഇത് 17 സംതിങ് വരുള്ളൂ. 17,600 ചില്ലറ വരുള്ളൂ. 1700. അതെ. ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കണം, ഞാൻ തന്നെ സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും റേറ്റ് കുറവിന് നമുക്ക് കിട്ടാന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് ശരിക്കുള്ള റേറ്റ് MRP പ്രൈസ് പറഞ്ഞത് അതിന്റെ അതാ പറഞ്ഞത് 17,000 നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. 37,000 പ്രൈസ് ഉണ്ട്. അടിപൊളി, എന്തായാലും ഇഷ്ടപ്പെട്ടു. അടുത്തേക്ക് കിടന്നല്ലോ. ഇനി ഇത് നമ്മുടെ Pro 900 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇനി ഇതിന്റെ എന്താണ് വാറണ്ടി? ലൈഫ് ടൈം വാറണ്ടി, 15 വർഷത്തോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം വാറണ്ടി. ഇതിനെന്താണ്? ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 15 വർഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഡിഫറൻസ് എന്താ വരുന്നത്? നമുക്ക് അതായത് ഷേപ്പ് ഡിഫറെന്റ് ആണ്. വൈഫൈ ഒന്നും ഇതിൽ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ പല വീടുകളിലും വാങ്ങി ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുന്നതിനേക്കാളും ആദ്യം മുമ്പ് ഓൺ ചെയ്യേണ്ടത് ഇതാണ്. ഫുഡാണ് ഓൺ ചെയ്യേണ്ടത്, ഗ്യാസ് സ്റ്റവ് അല്ല. ചിലർ ആദ്യം പാചകം ചെയ്യാൻ സമയത്ത് പാചകം ചെയ്തുകൊണ്ടേയിരിക്കും, ഇത് ഓൺ ചെയ്യില്ല. അപ്പൊ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ഇതിന്റെ മേളിലുള്ള എണ്ണ മയമൊക്കെ ഇതിന്റെ മേളിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ഓയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ആദ്യം ഇത് ഓൺ ചെയ്തിടുക. പിന്നെ 350 വാട്ട്സിന്റെ മോട്ടറാണ്, വലിയ കറണ്ട് എടുക്കില്ല. ഇത് കാഴ്ചക്ക് മാത്രം ആക്കാതെ ഉപയോഗം കൂടി നടത്തുക. പിന്നെ ഇത് ഫിൽട്ടർ ലെസ് ആണ്, ക്ലീൻ ചെയ്ത് ഓട്ടോ ക്ലീൻ ഉള്ളതാണ്. നമുക്കിവിടെ ഓയിൽ കളക്ട് ചെയ്തിരിക്കും, ഇതിനെ വലിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രം മതി. നമ്മുടെ ടെക്നീഷ്യൻ വന്ന് ക്ലീൻ ചെയ്യേണ്ടോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യം പിന്നെ ആ കാര്യത്തിന്റെ ടെൻഷൻ വേണ്ട. ഇനി നമ്മുടെ ഇവിടെ ഷോപ്പിന്റെ സമയം, ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, കമ്പനി സ്റ്റോർ സമയത്ത് എപ്പോഴൊക്കെയാണ്? നമുക്ക് 10 to 9 സൺഡേയും വർക്കിംഗ് ആണ്. വിസിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അതെ, നമ്മുടെ ഈ നാഷണൽ ഹോളിഡേസ് മാത്രമേ ഉള്ളൂ ലീവ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. പ്രസ്റ്റീജ് ഇഷ്ടമുള്ളവർക്ക് എപ്പോ വേണമെങ്കിലും കയറി വരാം ആ ഒരു സംഭവം. ഓക്കെ,
ഇനി ഇതെന്താ ബെസ്റ്റ് സെല്ലർ എന്നുള്ളത്? ബെസ്റ്റ് സെല്ലർ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോഡലാണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഇത് എന്താ പറയുക, ലൈക്ക് ഹോപ്പ് ടോപ്പ്. അതിൻ്റെ എഫിഷ്യാന്നൊരു മോഡലാണിത്. അതിന് എഫിഷ്യൻസി കൂട്ടിയിട്ട് 75% തെർമൽ എഫിഷ്യൻസി കൂട്ടിയിട്ടുള്ളൊരു മോഡലാണിത്. അതായത് നമ്മളുടെ ഗ്യാസ് നോർമൽ കത്തുന്നതിനേക്കാളും നല്ലതുപോലെ ബ്ലൂ ഫ്ലെയിമിൽ കത്തുകയും ചെയ്യും. കൂടുതൽ ഗ്യാസിന് സേവിങ് ഉണ്ട്. ഓക്കെ, അതാണ് ഇത് സ്വച്ച് മോഡലാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ലല്ലോ? ഏകദേശം ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ. പിന്നെ 8 mm തിക്നെസ് ആണ് വരുന്നത്. ഗ്ലാസ് 8 mm തിക്നെസ് ആണ് വരുന്നത്. 5 year ഗ്ലാസ് വാറണ്ടി ഉണ്ട്, 2 year എക്യുപ്മെന്റ് വാറണ്ടി ഉണ്ട്. ഇതൊക്കെ റേറ്റ് അറിയണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ഇതിന്റെ റേറ്റ് 17,495 ആണ്. ഗ്യാസ് സ്റ്റവ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ 11,870 വരും. ഓക്കെ, പിന്നെ ഈ പുതിയ പുതിയ മോഡൽസ് ഒക്കെ വരുമ്പോൾ അപ്ഡേറ്റ് ഇവിടെ വന്നു ഇല്ല. ഞങ്ങൾ ഒരിക്കൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമുക്ക് നമ്പർ തരും, ഫോൺ നമ്പർ തരും. അപ്പം നമ്പർ നമ്മളതിൽ വാട്സാപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി അവരുടെ എല്ലാ ബില്ലിങ്ങും വാട്സാപ്പിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ അത് കൂടാണ്ട് പുതിയ ലോഞ്ചസ് അറിയിക്കുകയും ചെയ്യും. പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്കൗണ്ട് കൂടാണ്ട് എത്ര വർത്തിന് പർച്ചേസ് ചെയ്തു അതിനത്രയും പോയിന്റ്സ് ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ പോയിന്റ്സ് നമുക്ക് ഒരു സർട്ടൺ ലിമിറ്റ് ചെയ്ത് നമുക്ക് അതിനെ റിഡീം ചെയ്യാനും പറ്റും. പോയിന്റിനെ റിഡീം ചെയ്യാം. പക്ഷേ അത് സ്റ്റോറിൽ വന്ന് വിസിറ്റ് ചെയ്യണം. ഇന്ത്യയിലെ ഏത് സ്റ്റോറിൽ വേണമെങ്കിലും പോവാം. അതിന് കമ്പനി സ്റ്റോറിൽ വരണം നിർബന്ധമൊന്നുമില്ല. ഇതിൽ ഏത് സ്റ്റോറിൽ നിന്നും റിഡീം ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇത് ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നവർക്കാണോ ഈ പോയിന്റ് ആഡ് ആവുക, അല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കില്ല? ഇല്ല, അതിനൊന്നുമില്ല. സ്റ്റോറിൽ മാത്രം. നോർമൽ ഷോപ്പിൽ പോലും ആ പോയിന്റ്സ് റിഡീം ചെയ്യാൻ പറ്റില്ല. പോയിന്റ്സ് ആഡപ്പും ആവില്ല. ഓക്കെ, നോർമൽ ഷോപ്പ് എന്ന് ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ മറ്റേ ഷോപ്പുകളിൽ പല ബ്രാൻഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ മൾട്ടി ബ്രാൻഡിൽ അതിൽ പ്രസ്റ്റീജ് എന്നുള്ളത് ചിലപ്പോൾ ഒരു കൗണ്ടർ ഒരു സൈഡിലായിട്ട് ഇരിക്കുന്നവ, പക്ഷെ അവിടുന്ന് മേടിച്ചാൽ സെയിം ഈ ഫ്രാഞ്ചൈസി സ്റ്റോറിൽ പറ്റും. ഏത് ഫ്രാഞ്ചൈസി സ്റ്റോറിലും നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. അല്ലാത്തത് പോയിന്റ്സ് ആഡപ്പും ചെയ്യും. പിന്നെ ഓൺലൈനിലും ഈ ഫെസിലിറ്റീസ്. ബാക്കി അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ. പിന്നെ സർവീസ് ബാക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രോഡക്റ്റ് പ്രസ്റ്റീജ് വാങ്ങി എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് ഇവിടെ വന്നാലും നമ്മൾ അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം വേറൊരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പം തിരുവനന്തപുരത്തെ സ്റ്റോറിൽ നിന്ന് വാങ്ങി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ എല്ലാം മുതല് പ്രസ്റ്റീജ് എല്ലാം ബ്രാൻഡ് അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി കമ്പനിയുടെ ഡയറക്റ്റ് ഞങ്ങൾ ഈ സ്റ്റോർ പോലെ തന്നെ സർവീസ് സെന്റർ ഉണ്ട്, കടവന്ത്രയിലുണ്ട്. ഓക്കെ, കമ്പനി ഡയറക്റ്റ് സർവീസ് സെന്റർ കടവന്ത്രയിലുണ്ട്. അപ്പൊ നേരിട്ട് പോണവർക്ക് അങ്ങോട്ട് പോവാം. നേരിട്ട് പോകേണ്ടവർക്ക് അവിടെ പോവാം. അല്ലെങ്കിൽ ഈ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആള് വരും. പിന്നെ പിൻകോഡ് അനുസരിച്ചിട്ടാണ്. ഓരോ പിൻകോഡുള്ള ലൊക്കേഷന്റെ അടുത്ത് വെച്ചിട്ട് ഒരു 4-5 പിൻകോഡിന് ഒരു സർവീസ് സെന്റർ ഉണ്ട്. ഫ്രാഞ്ചൈസ് സർവീസ് സെന്റർ. സർവീസിന്റെ കാര്യം സാധാരണ പറവൂരുണ്ട്, പിന്നെ തൃപ്പൂണിത്തുറയുണ്ട്, പിന്നെ കടവന്ത്രയുണ്ട്, പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു പുതിയ സർവീസ് സെന്റർ വരാൻ പോകുന്നുണ്ട്. അതന്നെ ഒരു വലിയൊരു ആശ്വാസമാണ്, സർവീസ് സെന്റർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ. പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, ഇവിടെയൊക്കെ സർവീസ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ആ കാര്യത്തിന് ടെൻഷൻ ഇല്ല. ഗ്യാസ് സ്റ്റവ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് വാങ്ങുവാണെങ്കിൽ വീട്ടിൽ വന്ന് സർവീസ് തരും. ഇതൊന്നും ആയിട്ട് എവിടെയും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആകെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കുക്ക് വെയറിന് എന്തെങ്കിലും പിടി പൊട്ടി അല്ലെങ്കിൽ സ്ക്രൂ ടൈറ്റ് ചെയ്യണം, ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ വരേണ്ട ആവശ്യമുള്ളൂ. ഡയറക്റ്റ് സർവീസ് സെന്ററിലും വരണ്ട, ഇവിടെ വന്നാൽ മതി. ഇവിടെയും ചെറിയ മെക്കാനിസം ഒക്കെ ഉണ്ട്, ചെറിയ പണികളൊക്കെ ചെയ്തു. അതെ, അപ്പൊ ആ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. ഇനിയിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടത്, ഇതിപ്പോ ഇങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുപോകണതിന്റെ കാര്യം പറഞ്ഞു. ഈ നമുക്ക് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡെലിവറി ചാർജസ് കൊടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഒരു കസ്റ്റമർ, റെഗുലർ കസ്റ്റമറാണ്. പുള്ളിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഡൽഹിക്ക് പോയി. ഡൽഹി പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഡൽഹിയിൽ നിന്നാണ് സാധനം വാങ്ങേണ്ടത്. അപ്പം പുള്ളി ലൊക്കേഷൻ നോക്കിയിട്ട് എൻ്റെ അടുത്ത് വിളിച്ചു, ഇങ്ങനെ വീട്ടിലെല്ലാ സാധനം വേണം പുള്ളിക്ക്. പുള്ളി 3 year കഴിഞ്ഞ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് 3 years അവിടെ ആയിരിക്കും. അപ്പോൾ പുള്ളിക്ക് ഗ്യാസ് സ്റ്റവ് വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ കമ്പനിയിലേക്ക് പഞ്ച് ചെയ്തു. കമ്പനി നിയറസ്റ്റ് വെയർ ഹൗസ് ചെയ്ത് നോ എക്സ്ട്രാ കോസ്റ്റ്, ഇവിടെ എന്താണോ നിങ്ങൾ അടയ്ക്കുന്നത് ആ ഇതിന് അവർക്ക് എന്താണ് ഡെലിവറി വേണ്ട ആ ഡെലിവറി ഡേറ്റിൽ അവിടെ ഡെലിവറി കൊടുത്തു. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ തരാം. ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സ് വന്നിട്ട് DTDC കൊറിയറും ബ്ലൂ ഡാർട്ടും ആണ്. അതുകൊണ്ട് ഡാമേജ് ആവുന്ന കാര്യമൊന്നും നോക്കണ്ട, അവർ കറക്റ്റ് ടൈമിൽ എത്തുകയും ചെയ്യും. ഡെലിവറി ചാർജസ് ഇല്ല. ഡെലിവറി ചാർജസ് ഇല്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂടുതലാണ്. അതെ, ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് പ്രസ്റ്റീജ് മാത്രമേ അറിയുള്ളൂ, വേറെ ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അടുത്ത ഓഫറിൽ കിടക്കാം നമുക്ക്. ഇനിയിപ്പോ ഇതൊക്കെ നമുക്ക് ഒരു സ്വച്ചിന്റെ ആദ്യത്തെ ടേബിൾ ടോപ്പ് മോഡലാണ് കേട്ടോ. ഓക്കെ, ടേബിൾ ടോപ്പ് മോഡലാണ് ഇത്. ഹോപ്പ് ടോപ്പ് അല്ല, ടേബിൾ ടോപ്പ് ആണ്. ടേബിൾ ടോപ്പ് ആണ്. അപ്പൊ ഹൈബ്രിഡ് അല്ല, ഇത് ഹൈബ്രിഡ് അല്ല. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൗ. ഇതാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, വെളിയിലോട്ട് ഇങ്ങനെ വലിക്കുക,
വലിച്ചിട്ട് വിട്ടാൽ മതി. ഇതെല്ലാം ജെറ്റാണ്. ആ ജെറ്റ് ക്ലീൻ ചെയ്യാനുള്ള ഇതെല്ലാത്തിലും ഈ സംഭവം ഇവിടെ തന്നെ സ്വച്ഛന് അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ജംബോ ബർണർ വരുന്നുണ്ട്, ഒരു മീഡിയം ബർണർ, ഒരു സ്മോൾ ബർണർ. അപ്പൊ 3 സൈസസ് ആണ് വരുന്നത് അല്ലേ? ഇനി ഇതിൽ തന്നെ ഞാനൊരു ഇത് പറഞ്ഞുതരാം. നമ്മളിപ്പം വെക്കുന്നത് ഇപ്പോൾ ഒരു 3 ലിറ്ററിന്റെ കുക്കറാണ് വെക്കുന്നതെങ്കിൽ അതിനെ ഇവിടെ വെക്കരുത്, വെക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ വെച്ചാൽ മതി, മീഡിയത്തിൽ വെച്ചാൽ 3 ലിറ്ററിന്റെ. ഇനി ഇത് ട്രൈപ്ലൈയും കൂടിയാണ്. ട്രൈപ്ലൈ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ഇതാകുമ്പോൾ മതി, ഏറ്റവും ചെറിയ ബർണറിൽ വെക്കുക. ട്രൈപ്ലൈ ആകുമ്പോൾ നോർമൽ കുക്കർ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇത് നമ്മുടെ പ്രസ്റ്റീജിന്റെ ട്രൈപ്ലൈ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ വെച്ചാൽ ഇതില് മീഡിയത്തിലേക്ക് വെച്ചാൽ മതി. ട്രൈപ്ലൈ എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, നമ്മൾ ഈ ഏത് വെസലിൻ്റെയും ബോട്ടം ഉണ്ടല്ലോ, ആ ബോട്ടിലിൻ്റെ സൈസ് നമ്മളുടെ ഇതിലുണ്ടാവണം, മൈൻഡിലുണ്ടാവണം. ഇതിനെ ഫുൾ ഫ്ലെയിമിൽ ഇതിൽ വെക്കേണ്ട. എല്ലാവരും ഇവിടെയൊക്കെ വെച്ചിട്ട് ഈ ഹാൻഡിലൊക്കെ കത്തിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിംഗ് കൊടുത്തതുണ്ടോ. ഈ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. നോർമൽ കുക്കിങ്ങിനേക്കാളും സ്പീഡ് കൂട്ടുക. രണ്ടാമത് നമ്മളെ ന്യൂട്രിയൻസ് ഒന്നും വേസ്റ്റ് ആയി പോകാതിരിക്കുക. അതിനെ ബേൺ ചെയ്ത് കത്തിച്ച് കളയല്ല വേണ്ടത്. അപ്പം നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് യൂസ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഫസ്റ്റ് വിസിൽ അടിച്ചതിന് ശേഷം ലോവസ്റ്റ് ഫ്ലെയിമിൽ വയ്ക്കുക. അത്ര വലുതിന്റെ ആവശ്യമില്ല, മീഡിയത്തിന്റെ ആവശ്യമുള്ളൂ. സ്പീഡും കണ്ടാ കുറെയൊക്കെ പഠിക്കാനുണ്ട്. ഇനിയുണ്ട് കേട്ടോ, ടിപ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. ഓക്കെ. ഇത് നമ്മുടെ നോർമൽ സ്റ്റൗ ആണ്, 4 ബർണറിന്റെ സാധാ സ്റ്റൗ ആണ്. 10,495 ആണ്. എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ 7,060 വരും. ഗ്രേറ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സമയമില്ലാത്തപ്പോൾ 4 എണ്ണത്തിന്റെ ആവശ്യം വരാണെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ 2 ഇയറിന്റെ വാറണ്ടി വരും. 2 ഇയർ വാറണ്ടി, ഗ്ലാസിനും 2 ഇയർ എക്യുപ്മെന്റ് വാറണ്ടി. ഓക്കെ. ഇനി ഇതൊക്കെ നമുക്ക് ഗ്യാസ് വെച്ചിട്ട് വെച്ചാൽ നമ്മുടെ സിലിണ്ടർ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഗ്യാസ് സിലിണ്ടർ ഈ സംഭവങ്ങളൊക്കെയാണ്. അതല്ല, നമുക്ക് ഇലക്ട്രിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് ചൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇൻഡക്ഷൻ കുക്കർ. ഇതിലും 4-5 മോഡൽസ് ഇവിടെ കാണുന്നുണ്ട്. അതിലെന്താണ് നമുക്ക് ഓപ്ഷൻസ്? ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ 3.1 V3 ഇന്ത്യയിലെ ലാർജസ്റ്റ് സെല്ലിംഗ് മോഡലാണ്. ഓക്കെ. ഏത് ഇൻഡക്ഷൻ എടുത്താലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പ്രസ്റ്റീജിന്റെ 3.1 V3 ആണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നത്. ഈ മോഡലാണ്. ഈ മോഡലാകുമ്പോൾ 2000 വാട്ട്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിഫൈൻഡ് മോഡലാണ്. പണ്ട് 3 എന്നും പറഞ്ഞ് ഇറങ്ങിയിരുന്നത്, ഇപ്പോൾ 3.1 V3 ആയി. ഓക്കെ. ഇതിൽ ഒരുപാട് ഇതുണ്ട്. നമ്മുടെ പവർ സേവർ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ പവർ സേവർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും കറണ്ട് യൂസ് ചെയ്യുന്നത്. വലിയ പാത്രം വെച്ചാൽ മാത്രമേ കൂടുതൽ കറണ്ട് എടുക്കുള്ളൂ, ചെറിയ പാത്രത്തിന് കുറച്ച് കറണ്ട് എടുക്കുള്ളൂ. അങ്ങനെയുണ്ടല്ലേ. ഇനി നമുക്ക് ചെറുത് വെച്ചിട്ട് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂട്ടി കൊടുക്കാം, വോൾട്ട്സ് കൂട്ടാൻ പറ്റും. ആ 2 വാല്യൂ. പിന്നെ വിസിൽ പ്രീസെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്യുകയാണ്, നിങ്ങളിപ്പോൾ ഒരു കുക്കർ വെച്ചു, ഇതിൻ്റെ മേളിലൊരു കുക്കർ വെച്ചു. കുക്കർ വെച്ചിട്ട് ഒരു 15 വിസിൽ അടിച്ചിട്ട് നിൽക്കണം എന്നാണെങ്കിൽ ഈ പ്രീസെറ്റ് 15-ലാക്കിയിട്ട് നിങ്ങൾ വിട്ടിട്ട് പോയാൽ മതി. ഓട്ടോമാറ്റിക്കലി 5 ആണെങ്കിൽ 5, അങ്ങനെ 15 വിസിൽസ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കണം എത്ര അടിച്ചു എന്നൊക്കെ ഓർക്കണം. ടെൻഷൻ ഇല്ല. ഓക്കെ. ഇത് വെച്ച് നോക്കുമ്പോൾ ഇതാണോ ഇപ്പൊ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മൂവിങ്? ഇതാണ്. ഇപ്പം നമ്മളെ ഈ സോളാറൊക്കെ പലരും ചെയ്തല്ലോ. അപ്പൊ ചെയ്യുമ്പോൾ ആദ്യം വന്ന് വാങ്ങുന്ന ഈ സാധനം ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് വന്ന് വാങ്ങുന്നത്. ഇത് 2000 വാട്ട്സ് ആണ്. ഇനി ഇത് 1200 ആണ്. ഇത് എടുത്തോട്ടെ. ഓക്കെ. ഇതാകുമ്പോ 1200. ഇതിനും തമ്മിലും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ഇതിന് കറണ്ട് കുറവ് മതി. ഇത് 2000 ആണ്. പക്ഷെ ഇതിന് കനം വ്യത്യാസമുണ്ട്, വെയിറ്റ് വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ ബോഡി സിറാമിക് ബോഡിയാണ് വരുന്നത്. ഓക്കെ. വെയിറ്റിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ച് ടൈം എടുക്കും, കൂടുതൽ ടൈം എടുക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ വേറെ ഇതാണ്, ഇത് ഇൻഡക്ഷൻ അല്ല, ഇത് IR എന്ന് പറയും, ഇൻഫ്രാറെഡ് ആണ്. IR അങ്ങനത്തെ സംഭവം. ഇൻഫ്രാറെഡിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ പാത്രവും യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ നമുക്ക് ഇൻഡക്ഷൻ ബേസ് ചെയ്ത പാത്രം മാത്രം, അല്ലെങ്കിൽ സ്റ്റീലേ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഇൻഡക്ഷൻ ബേസ് അല്ലാത്ത പാത്രങ്ങൾ, അതായത് കോപ്പർ ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, പിന്നെ എന്തായാലും എന്ത് പാത്രവും വെക്കാം. ഫ്ലാറ്റ് ബോട്ടം ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇത് IR എന്ന് പറയും, ഇൻഫ്രാറെഡ്. അലുമിനിയം വെക്കാൻ പറ്റും. ഇത് ഗ്രില്ലാണ്. ഇത് ഗ്രില്ലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പൊട്ടിച്ചിട്ടില്ല. ഗ്രില്ല് ചെയ്യാന്ന് നോർമൽ നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഗ്രില്ല് ചെയ്യുന്നോ അതൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിപ്പോ എന്താ പറയാ, അടിയിലേക്ക് ഇങ്ങനെ പോകില്ല, ക്ലീൻ ചെയ്തെടുക്കാനേ ഉള്ളൂ. കംപ്ലൈന്റ് വരില്ല? ഇല്ല, വരില്ല. ഇപ്പം എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഫിഷോ ചിക്കനോ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാണ്ട് ഇതിന് മുകളിൽ ഗ്രില്ല് ചെയ്തിട്ട്, ഗ്രിൽ എന്ന് പറയുന്നത് ഫ്രൈ അല്ല BBQ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അത് വെച്ചാൽ
നമുക്ക് ഗ്രിൽ ചെയ്ത് കിട്ടും. അപ്പൊ ഇത് അടിയിലേക്ക് ഇതിന്റെ എക്സസ് അത് പോയാലും കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്തെടുക്കാം. ടെൻഷൻ ഇല്ല, നമുക്ക് മറ്റേ അങ്ങനെ തിളച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ പേടി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇതിന്റെ റേറ്റ് അറിയണമെന്നുണ്ടോ? പറഞ്ഞുതരാം. ഇതിന്റെ റേറ്റ് വന്നിട്ട് 4995 ആണ്. 3500 ആണ് വിൽക്കുന്നത്. എക്സ്ചേഞ്ച് വരുമ്പോൾ അതിലും പിന്നെയും കുറയും. എന്ത് എക്സ്ചേഞ്ചിന് കൊണ്ടുവരുന്ന പറഞ്ഞാൽ പറ്റില്ല. എന്താ കൊണ്ടുവരുന്നത്? അപ്പൊ ഇതിന് വെച്ച് നോക്കുമ്പോ ഇതെല്ലാം എല്ലാത്തിനും സൗകര്യം ഇതാണ്. ഓക്കെ, ഗ്രേറ്റ്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ പാത്രം ചൂടാവും. ഇൻഡക്ഷൻ ലാഭത്തിൽ നമ്മുടെ പാത്രം ചൂടാവില്ല. ഇതിൽ പാത്രം ചൂടാവും, കുറച്ച് ഹീറ്റ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ ഒരു മാറ്റം അതിൽ ഇതിലും വെച്ച്. ഇതിന്റെ വോൾട്ട് എത്ര വരുന്നത്? 2000. എല്ലാത്തിലും 2000 ഇത് 2000 മേളിലുണ്ടായിരുന്നു. 2200 മോഡലും ഉണ്ട് നമുക്ക്. ഇപ്പൊ നമുക്ക് 2000 ആണ് വരുന്നത്. ഇതും നമുക്ക് 2200 മോഡൽ ഉണ്ട് കേട്ടോ. ഇതിലും ഉണ്ട് അല്ലേ? 2200. അത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഈ 2200 3-4 ഇയേഴ്സ് ആയിട്ട്. 3-4 ഇയേഴ്സ് ആയില്ലേ? പക്ഷേ ഇത് നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ലൈക്ക് ഒരു 1.5 ഇയേഴ്സ് ആയിട്ട്. പക്ഷെ ഇവിടുന്ന് എന്തായിട്ട് എടുത്താലും നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലേ? ഇനി ഇതിന് മുകളിലൊരു സംഭവങ്ങൾ ഇതിനും എക്സ്ചേഞ്ച് ഉണ്ട്. അയൺ ബോക്സിന് എക്സ്ചേഞ്ച് ഇല്ല, പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പം ഇത് വന്നിട്ട് 1025 അയൺ ബോക്സ് ആണ്. ഇത് 800 രൂപ വരുള്ളൂ. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് 885 ആണ്. ഇത് 500 രൂപയുള്ളൂ. ഇതിന് എക്സ്ചേഞ്ച് ഇല്ല. എക്സ്ചേഞ്ച് ഇല്ല. ഇനി ഇതൊരു പുതിയൊരു സംഭവമാണോ? ഇത് പുതിയതാണ്. പണ്ടേ ഉണ്ടായിരുന്നു. ഇതിനൊരു പുതിയ ഷേപ്പിലും മോഡലിലും മാറ്റിയതാണ്. ഇത് മൾട്ടി കെറ്റിൽ എന്ന് പറയും. അതായത് നമുക്ക് സാധാരണ കെറ്റിൽ നമുക്ക് വെള്ളം ചൂടാക്കാനും തിളപ്പിക്കാനേ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് വെള്ളം, പാല്, പാചകവും ചെയ്യാം. കറണ്ടിൽ നമുക്ക് എന്താ പൊട്ടറ്റോ സ്മാഷ് ചെയ്യാം, മാഗി ഉണ്ടാക്കാം, കറി വയ്ക്കാം, എല്ലാം നടക്കും. ഇനി എഗ്ഗ് ബോയിൽ ചെയ്യണമെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്യാം, വെജിറ്റബിൾ ബോയിൽ ചെയ്യണമെങ്കിൽ വെജിറ്റബിളും ബോയിൽ ചെയ്യാം. കറണ്ടിൽ വർക്ക് ചെയ്യാം. ഇത് പുതിയ മോഡൽ അല്ലേ? അല്ല, പണ്ടേ ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റീൽ ബോഡിയാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് ബോഡിയിലായി, അകത്ത് സ്റ്റീലാണ്. ഇനി ഒരു സംശയം കൂടി അവർ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചാൽ, ഇപ്പൊ നമ്മൾ കെറ്റിലായാലും നമുക്ക് ഈ ഒരു സംഭവം എത്ര ടൈം വരെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്? കെറ്റിലിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട്. വെള്ളം ബോയിൽ ആയി കഴിഞ്ഞാൽ 100 ഡിഗ്രി ആയി കഴിഞ്ഞാൽ സെൻസ് ചെയ്തിട്ട് സ്വിച്ച് കട്ട് ഓഫ് ആവും. ഇതിലാവുമ്പോൾ കട്ട് ഓഫ് ആവില്ല, നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഫ്ലെയിം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഇത് ഓഫാണ്, മീഡിയം ഫ്ലെയിം, ഫുൾ ഫ്ലെയിം. നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഇല്ല, നമ്മളതിൻ്റെ ഫ്ലെയിം കുറച്ച് ഓഫ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഗ്യാസ് പോലെ തന്നെ സെയിം ആ ഒരു ഇത് നമുക്ക് ഇലക്ട്രിക്കലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അകത്തുള്ളത് കേട്ടോ 304 ഗ്രേഡ് ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ്. നോർമൽ സ്റ്റീൽ അല്ല, വാഷ് ചെയ്യാനും കംപ്ലൈന്റ് ഒരു പ്രശ്നം വരില്ല. അതുപോലെ ഇതിന്റെ ഈ ബാക്ക് സൈഡിൽ വെള്ളം ആവാൻ പാടില്ല അല്ലെ? ഈ സൈഡ് നമ്മൾ വെള്ളം നനയ്ക്കാൻ പാടില്ല. ഇവിടെ മാത്രം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇതാണ് ഇതിന്റെ ഹൈലോ. ഓക്കെ, അപ്പൊ ഇതൊരു പുതിയ അറിവുകളാണ്. കുറെ പുതിയ മാർക്കറ്റിൽ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഇതിനൊക്കെ റേറ്റ് ഏകദേശം നമുക്ക് ഇപ്പൊ ഇതില് 2000 സംതിങ് 2900 ആണ്. 2200 ആ ഒരു ഇതിന് എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ചിന്റെ കുറെ സംഭവങ്ങളുണ്ട്. ഇനി നമുക്ക് എഗ് ബോയിലർ കാണിച്ചു തരാം. സാധാരണ ഒരു 6 മുട്ടയൊക്കെ വേവിക്കാനേ എത്ര വെള്ളം വെക്കും നമ്മള് സാധാരണ വീട്ടമ്മമാര്, പണ്ടത്തെ ആൾക്കാരായാലും ഇപ്പോഴത്തെ ആൾക്കാരായാലും അത്യാവശ്യം എഗ്ഗ് മുങ്ങി നിൽക്കുന്നവർ അത്രയും വെള്ളം വെക്കും. അപ്പൊ അത്രയും വെള്ളം തിളയ്ക്കാൻ അത്രയും സമയം എടുക്കില്ല. അപ്പൊ നമുക്ക് ഇതിൽ 3 ടൈപ്പ് വെള്ളം വെക്കാം. നമുക്ക് ഹാഫ് ബോയിൽ, ഫുൾ ബോയിൽ, പിന്നെ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ 3 രീതിയിൽ വെള്ളം വെക്കാം. അതിന് ഇതുണ്ടോ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇത്ര വെച്ചാൽ മതി, പിന്നൊന്ന് ഇത്ര വെച്ചാൽ മതി, പിന്നെ ഇത്ര വെച്ചാൽ മതി. ഈ ഒരു കപ്പിലെ വെള്ളം മാത്രം മതി. ഈ 3 അളവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിലാണ് ബോയിൽ ചെയ്ത് കിട്ടേണ്ടത് അത്ര വെള്ളം വെച്ചാൽ മതി. ഫുൾ ബോയിൽ വേണോ ഹാഫ് ബോയിൽ വേണോ നമ്മൾ അല്ല, ഇതിൽ ഒഴിക്കുക. ഈ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് 7 മുട്ട നമുക്ക് വെക്കാൻ പറ്റും. 7 മുട്ട വെച്ചിട്ട് ഈ ലിഡ് അടയ്ക്കുക, ഓൺ ചെയ്യുക. കറക്റ്റ് അതാവുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. നമ്മൾ അതിനൊന്നും ചെയ്യണ്ട. അത്ര വെള്ളം മതി. അതെ, ഒരു മുട്ട വേവിക്കാൻ ഇത്ര വെള്ളം മതി. ഈ ഒരു ചെറിയ കപ്പിലുള്ള വെള്ളം മതി. എന്നിട്ട് മുട്ട എടുക്കുക. മുട്ട എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ തന്നെ പിന്നുണ്ട്, അത് വെച്ച് പൊട്ടിക്കുക, കളയുക, ഒഴിക്കുക. എന്തൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണ് കേട്ടോ പ്രസ്റ്റീജ് നമുക്ക് വേണ്ടി ഒരുക്കിക്കണത് കേട്ടോ. വേറെ വീട്ടമ്മമാരുടെ അടുത്ത് അറിയുന്ന കിച്ചണിൽ എന്താണ് ആവശ്യം അതൊക്കെ അടുത്ത് അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കി കൊണ്ട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പ്രസ്റ്റീജ്. എന്തായാലും അടിപൊളി കേട്ടോ. ഇത് ഇങ്ങനല്ലേ? ഓക്കെ, ഇതൊക്കെ റേറ്റ് 1395 ആണ്. ഒരു 880 അറേഞ്ച് വരുള്ളൂ.
ഗ്രേറ്റ്. പിന്നെ എല്ലാം മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് ആണ് കേട്ടോ, ഒന്നും ഇമ്പോർട്ടഡോ അങ്ങനത്തെ അല്ല. ഇന്ത്യയിലുള്ള ഇനി ഇതിനൊക്കെ സർവീസ് ഒക്കെ ഇതിനും കിട്ടൂല, മറ്റേ നമ്മൾ ഏത് പ്രോഡക്റ്റിന് സർവീസ് കിട്ടും, ഏതിനും ഈ ഈവൻ അയൺ ബോക്സിന് വരാം എല്ലാ സർവീസ് കിട്ടും. അല്ല ഞാൻ ചെറിയ സാധാരണ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ കുക്കർ, ഗ്യാസ് അടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് ആരോഗ്യയുടെ കാര്യം. ഇതിന് സർവീസ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടു തന്നാൽ മതി, സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് കിടക്കാം നമുക്ക്. കുക്കർ അപ്പൊ വെച്ചാൽ പാചകത്തിന് ആവശ്യത്തിന് പറ്റിയിട്ടുള്ള വെസൽസുകളാണ് ഈ മൊത്തം ഇരിക്കുന്നത്. കുക്കറും കുക്ക്വെയർ എന്നാണ് പറയുന്നത് ഈ കാറ്റഗറി, കുക്കർ കുക്ക്വെയർ. അപ്പൊ ഇനി കുക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ, അത് ആദ്യം ഓഫറിനെ കുറിച്ച് പറയാം. കുക്കറിനും ഓഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, എല്ലാത്തിലും ഓഫർ ഉണ്ട്. അപ്പൊ എന്താ പ്രൈസ് പറയാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കൊണ്ടുവരുന്നത് നമുക്ക് അറിയില്ല. അപ്പം 60% വരെ കിട്ടുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട്. കുക്കറിന് ചില സാധനം കൊണ്ടുവരും 30-35 വരെ കിട്ടുന്നുണ്ട്. ഇനി ചില മോഡൽസിന് കൂടുതൽ കുക്കറിന് നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ എക്സ്ചേഞ്ച് ചെയ്യാൻ ഗ്യാസ് സ്റ്റൗ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ റേറ്റ് കൂടുതൽ കിട്ടുമോ? അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ സ്ക്രാപ്പ് ആയിട്ടുള്ളത് കൊണ്ടുവന്നാൽ മതി. സ്ക്രാപ്പ് കൊണ്ടുവരുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി, ഒരു പഴയ സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്നൊരു സാധനം, ഒരു ഗ്യാസ് സ്റ്റൗ നമ്മൾ വെളി കളയുക, എത്ര കിട്ടുമായിരിക്കും? ഒരു 350 രൂപ, മാക്സിമം 350 രൂപ കിട്ടുമായിരിക്കും. ഇവിടെ വന്ന് ചിലപ്പം ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു 600 രൂപ 700 രൂപ കിട്ടും. പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് വേറെയും കിട്ടും. ഇനി ആ സാധനം തന്നെ സ്ക്രാപ്പ് ചെയ്യുന്ന സാധനം ഇതിനാണ് കൊടുക്കുന്നതെങ്കിലോ ഒരു 2000 രൂപ വരെ കിട്ടും. ആ 350 രൂപയുടെ സാധനം 2000 രൂപയായിരിക്കും വാല്യൂ വരുന്നത്. അപ്പം ഓരോ ഐറ്റത്തിന് ആ കൊണ്ടുവരുന്ന സാധനത്തിന്റെ വെർത്ത് മാറിക്കൊണ്ടിരിക്കും. അതെ, നിങ്ങളിപ്പം ഒരു ചെറിയൊരു തവ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്ന നഷ്ടമല്ലേ? 350 രൂപയുടെ സാധനത്തിന് 650 രൂപ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്നാലും 150 രൂപ കിട്ടും. ഒരു ബെയർ മിനിമം വാല്യൂ, അതായത് സ്ക്രാപ്പിന് കൊടുക്കുന്ന വാല്യൂ മിനിമം എന്തായാലും അതിന് കിട്ടും. അപ്പൊ എന്തായാലും വെളിയിൽ കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി വാല്യൂ നമ്മൾ എന്തായാലും ഉള്ളതൊക്കെ കൊണ്ടുവരും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പരമാവധി ചെയ്ത് തരുന്നതായിരിക്കും. ഇനി കുക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പലതരം കുക്കേഴ്സ് ഇരിക്കും, പല കളേഴ്സിൽ ഇരിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ? ഇപ്പം നമ്മുടെ ഇത് ഫ്ലിപ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഫ്ലിപ്പ് ഓൺ പർപ്പിൾ കളർ കൊടുത്തിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ട്രൈപ്ലൈ ആയതുകൊണ്ടാണ്. ട്രൈപ്ലൈ എന്ന് പറഞ്ഞാൽ 3 ലെയറാണ്. ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്ലിപ്പ് ഓൺ എന്ന് പേര് വന്നത്. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഒരു കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുക്കർ, സിംഗിൾ കൈ. സാധാരണ കുക്കറിന് 2 കൈ നമ്മൾ വേണമല്ലോ. ഇത് ഏത് പൊസിഷനിലും ലോക്ക് ആവും, ഏത് പൊസിഷനിൽ വെച്ചാലും ലോക്ക് ആവും, ഒറ്റ കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കുക്കറിൽ പ്രഷർ ഉള്ളപ്പോൾ ഈ പ്രഷർ ഇൻഡിക്കേറ്റർ പൊങ്ങി നിൽക്കും. ആ സമയം നമുക്ക് ഓപ്പൺ ആവില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പ്രഷർ താഴ്ന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ, അപ്പോഴേ ഓപ്പൺ ചെയ്യാനും പാടുള്ളൂ. പിന്നെ വേറൊന്ന്, കുക്കറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ മൂടി യൂസ് ചെയ്യാം. അല്ലാത്ത തവണ നമുക്ക് നോർമൽ കുക്ക്വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കുക്ക്വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു ലിഡ് വരും, ഒരു ഗ്ലാസ് ലിഡ് വരും. ഇത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ പാക്കറ്റ് ബോക്സിലും അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്കിതിൽ ഒരു കുക്ക്വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെക്കാനോ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ട്രൈപ്ലൈ ആണ്. ട്രൈപ്ലൈ എന്ന് പറയുന്നത് 2 ലെയർ സ്റ്റീലാണ്, നടുക്കൂടെ ഒരു ലെയർ അലുമിനിയം പോകുന്നുണ്ട്. അത് ഫുഡായിട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും പാത്രമൊക്കെ പാചകം ചെയ്യുമ്പോൾ വയറ്റിയൊക്കെ എടുക്കണമെങ്കിൽ ലോ ഫ്ലെയിം മതി. ഇത് ഗ്യാസ് ലാഭിക്കാനും നമ്മൾ ഇൻഡക്ഷനിൽ വെക്കുകയാണെങ്കിൽ കറണ്ട് ലാഭിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലും ലോ കറണ്ടിലും വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. പണ്ടത്തെ പോലെ ഹൈ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടി പിടിക്കില്ല. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ 3 ലെയർ വരുന്നത്. 3 ലെയർ വരുന്നത്. 2 ലെയർ സ്റ്റീൽ നല്ല ഗ്യാപ്പിലാണ്, അതിൻ്റെ നടുക്കൂടെയാണ് അലുമിനിയം പോകുന്നത്. അപ്പോൾ എന്ത് പറ്റും, സ്റ്റീല് അടുത്ത ചൂടായ ലെയർ അലുമിനിയം ചൂടാവും, അത് കഴിഞ്ഞ് ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റീൽ ചൂടാവും. അപ്പോൾ നേരിട്ട് ഡയറക്റ്റ് ഹീറ്റ് ആവുന്നില്ല. അപ്പോൾ ഫുഡായിട്ട് കോൺടാക്ട് ഇല്ല. ഫ്ലെയിമിന് ഫുഡായിട്ട് കോൺടാക്ട് ചെയ്യും. അതന്നെ, അടിയിലേക്ക് ആ കോൺടാക്ട് ഇതിലേക്ക് ഫുഡായിട്ട് കോൺടാക്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഹീറ്റ് കറക്റ്റ് ഹീറ്റ്, അപ്പോൾ കരിക്കാണ്ട് സ്വാദിഷ്ടമായിട്ട് കഴിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഡിസൈനിൽ ഇതിന്റെ സ്പൂൺ വെക്കാനുള്ളവരെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ 5 ലിറ്റർ കുക്കറിൽ വേറെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്യണമെങ്കിൽ ഈ ഒരു പാത്രം വരുന്നുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട്. അപ്പൊ 3-in-1 ഓപ്ഷനാണ്. അതെ, നമുക്ക് സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സ്റ്റീം, കുക്കർ, നമുക്ക് പാചകം ചെയ്യാം. കുക്കർ, കുക്ക്വെയർ എല്ലാം ആയിട്ട്. ഇപ്പൊ സ്റ്റീം ചെയ്യണമെങ്കിൽ ഇത് വെക്കുക, ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അടുത്ത പാത്രം വെക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ വലിയൊരു സ്റ്റീമർ ഇതാണ്. ഇത് വലിയ കുക്കേഴ്സിൽ വെക്കുന്നതാണ്. അപ്പൊ ഇത് സെപ്പറേറ്റ് അല്ല. ഇത് സെപ്പറേറ്റ്, ഇതുമായിട്ട് വരില്ല. ഇത് കയറത്തില്ല. ഇതിന്റെ ചെറിയ മോഡൽ ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് വലിയ കുക്കേഴ്സിൽ വെക്കുന്നതാണ്. 8 ലിറ്ററിന്റെയും
10 ലിറ്ററിൻ്റെ കുക്കറിൽ വെക്കണമെങ്കിൽ ഇങ്ങനൊരു സെപ്പറേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്ലിപ്പോണ്ട് ഇതിന് എത്ര ലിറ്റർ വരെ ഉണ്ട്? ഇത് 5 ലിറ്റേഴ്സ് വരെ, ലാസ്റ്റ് 5 ലിറ്റർ വരെ. ഓക്കെ, ഇതിപ്പോ ഫ്ലിപ്പോൺ വരുന്നത് 235, ഇത് 5 ലിറ്റർ ആണ്. ഓക്കെ, ഇതിന് എത്ര റേറ്റ്? ഇതിന്റെ റേറ്റ് 6,675 ആണ്. പിന്നെ എക്സ്ചേഞ്ച് വരുമ്പോഴത്തേക്ക് 4,000 വരും. പിന്നെയും കുറയും. ഇത് ഞാൻ റേറ്റ് കൂടി എടുത്ത്, റേറ്റിലല്ല കാര്യം, നമുക്ക് ഇതിന് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സാധാരണ കിച്ചണിലായാലും എന്തൊരു സംഭവമായാലും നമുക്ക് ആദ്യം നമ്മൾ കൂടുതൽ സൗകര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ സൗകര്യങ്ങൾ നമുക്ക് പ്രസ്റ്റീജിൽ കിട്ടുന്നുണ്ട്. സൗകര്യം, ക്വാളിറ്റി, ഹൈജീനിക് എല്ലാം കൊണ്ടും നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അതെ. പിന്നെന്തെന്ന് പറഞ്ഞാൽ ഒരു ജനറേഷന് മാത്രമല്ല, നമ്മൾ നല്ലൊരു യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ജനറേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ പെർഫെക്റ്റ് ആയിട്ട്. ഈ ടിപ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 2 അല്ല ചിലപ്പോൾ 4 ജനറേഷൻ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പഴയ ഇറ്റാലിയൻ കുക്കേഴ്സ് ഇല്ലേ, അത് ഈ അമ്മമാർ ഇവിടെ കൊണ്ടുവന്ന് തരാറുണ്ട്, പറയാറുണ്ട്. 45 വർഷം മുമ്പ് കല്യാണത്തിന്റെ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയതാന്നൊക്കെ പറഞ്ഞ് കൊണ്ടു തരാറുണ്ട് ഇറ്റാലിയൻ കുക്കേഴ്സ്, പണ്ടത്തെ കുക്കേഴ്സ്. അത് പണ്ടത്തെ കുക്കർ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റീൽ കുക്കേഴ്സും എല്ലാം നല്ല കുക്കേഴ്സാണ്, പെട്ടെന്ന് ചീത്തയായി പോകില്ല. ഈ ഹാൻഡിൽസ് ഇതെല്ലാം ഞാൻ പറഞ്ഞൊരു വർഷമായി കഴിഞ്ഞാൽ വന്ന് സർവീസ് ചെയ്യും. ഇവിടെ വന്ന് ഇതൊക്കെ ഫ്രീ സർവീസ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇതിനൊക്കെ 5 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഈ താഴെ വീണ് ഹാൻഡിൽ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിന് ക്യാഷ് വാങ്ങത്തുള്ളൂ. ഇല്ല എങ്കിൽ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടൈറ്റ് ചെയ്തതിലും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, എന്ത് ചെറിയ വർക്ക് ഉണ്ട് ഇവിടെ വരാം. അപ്പൊ ഈ 5 ഇയേഴ്സിന്റെ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് കേടായാലും അതിലും ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യണത് നല്ലതാണ്. ഇയർലി പറ്റുമെങ്കിൽ ഒന്ന് ഗ്യാസ്കറ്റ് മാറ്റിയിടുക. ഇതിന്റെ ഗ്യാസ്കറ്റ് മാറ്റിയിടുക. മാറ്റുമ്പോൾ ജെനുവിൻ ഗ്യാസ്കറ്റ് തന്നെ വാങ്ങുക. അപ്പം അതെന്താ ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ജെനുവിൻ ഗ്യാസ്കറ്റ് യൂസ് ചെയ്യേണ്ടത്, എന്തിനാണ് സർവീസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒന്ന് ഇരുന്ന് ഫുൾ ടിപ്പായിട്ട് കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ പറയാം. അപ്പൊ നമ്മൾ സ്റ്റീമിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത്. ഇത് സെപ്പറേറ്റർ ആണ്. ഇത് വലിയ കുക്കേഴ്സിന് യൂസ് ചെയ്യുന്നതാണ്. ഈ കുക്കറിൽ യൂസ് ചെയ്യുന്ന സെപ്പറേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ഓപ്ഷൻ, അതായത് മൾട്ടിപർപ്പസ് ആയിട്ട്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഇതിൽ എന്തെങ്കിലും സീരിയൽസ്, ധാന്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കടല അങ്ങനത്തെ, അടുത്ത ലെയർ വേറെ എന്തെങ്കിലും, പിന്നെ എന്തെങ്കിലും സ്റ്റീം ചെയ്യണം, 3 ലെയർ ആയിട്ട്. ഇപ്പൊ പുതിയ തലമുറകൾ എന്ന് വെച്ചാൽ പുതിയ ജനറേഷനൊക്കെ ആകുമ്പോ ഇതൊന്നും വലിയ സംഭവമല്ല. പഴയ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അല്ലാത്തവർക്ക് നോർമൽ ആയിട്ടുള്ള കുക്കേഴ്സും ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ടുണ്ട്. ഈ സാധനം ചൂടായിരിക്കും, അത് ഹാങ് ചെയ്യാനായിട്ട് ഇതുണ്ടോ, പിടിച്ചെടുക്കാനായിട്ടുള്ള ക്ലിപ്പ് വരെ ഉണ്ട്, ഇതിൽ തന്നെ അവൈലബിൾ ആണ്. മറ്റത് കത്തി ചെയ്തിട്ട് ഇനിയിപ്പോ ആ ഗ്യാപ്പിൽ അഥവാ വന്നില്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് വാക്വം ക്രിയേറ്റ് ആയിട്ട് വരില്ല ചിലപ്പം. അതിന് ഇതിങ്ങനെ 2 ഇങ്ങനെ പിടിച്ചിട്ട് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വലിച്ചിങ്ങനെ കുക്കി എടുക്കാൻ പറ്റും. ഇനി ഇതല്ലാത്ത നോർമൽ കുക്കേഴ്സും അവൈലബിൾ ആണ്. അത് എങ്ങനെ 3, 5 അല്ല 2 ലിറ്റേഴ്സ് തൊട്ട് നമുക്ക് 10 ലിറ്റേഴ്സ് വരെ കുക്കർ അവൈലബിൾ ആണ്. പിന്നെ സ്പെഷ്യൽ കേസ് ആയിട്ട് കമേഴ്ഷ്യൽ വരുമ്പോൾ 20 ലിറ്റേഴ്സ് വരെ അവൈലബിൾ ആണ്. ഇനി ഇതാകുമ്പോൾ പുറത്തുനിന്നുള്ള ലിഡ് ടൈപ്പ് അല്ലേ? ഔട്ടർ ലിഡും ഇന്നർ ലിഡും ആണ് ബേസിക്കലി കുക്കേഴ്സ് പറയുന്നത്. ഇത് ഔട്ടർ ലിഡാണ്, അത് ഇന്നർ ലിഡാണ്. ഇതിന് രണ്ടിനും എന്താ പ്രത്യേകത? നോർമലി എനിക്കുള്ള ഒരു സംശയമാണ്. ഇനിയിപ്പോ അവർക്കുള്ളതല്ല, അത് എനിക്കുള്ള ഒരു സംശയം. ഇത് ഔട്ടറും ഇന്നറും തമ്മിൽ എന്താ? 2 കുക്കറാണ്, പുറത്തും അകത്തും തമ്മിൽ. ഇത് ഇപ്പം നമ്മുടെ നോർമലി കേരളത്തിൽ അധികം ഔട്ടർ ലിഡാണ് യൂസ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻസ് ആണ് ഇന്നർ ലിഡ് അധികം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല, മലയാളീസ് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരും നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് പോയിട്ട് ആൾക്കാർ അവരും പ്രിഫർ ചെയ്ത് ഇതാണ്. അപ്പോൾ ഇനീഷ്യലി പണ്ട് നമ്മളുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഈ ഔട്ടർ ലിഡ് കുക്കർ, ഔട്ടർ ലിഡ് കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നും പറഞ്ഞിട്ടാണ് ഈ ലിഡ് കുക്കേഴ്സ് വന്നത്, ഇന്നർ ലിഡ് കുക്കർ വന്നത്. ഇന്നർ ലിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ അകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ തുറന്നെടുക്കുന്നതാണ്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നും പറഞ്ഞു. അപ്പം നമ്മളെ കുക്കറെ ഡിസൈൻ ചെയ്തത്, ഔട്ടർ ലിഡിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലിഡിൻ്റെ ഇവിടെ ഒരു ഹോള് കണ്ടോ, ഇവിടെ ഹോള് കാണാമോ ഇവിടെ? ഇതിന് GRS എന്ന് പറഞ്ഞാൽ ഗ്യാസ് റിലീസ് സിസ്റ്റം എന്ന് പറയും. അഥവാ നമ്മളുടെ ഇതിനകത്ത് പ്രഷർ കൂടിപ്പോയി, നമ്മളെ സേഫ്റ്റി വാൽവ് വർക്ക് ആയില്ല എന്ന് വയ്ക്കുക. സേഫ്റ്റി വാൽവ് വർക്ക് ആവാതിരിക്കാൻ ഒരൊറ്റ കണ്ടീഷനാണുള്ളത്. എന്താ വെച്ചാൽ ഫുഡ് പാർട്ടിക്കിൾസ് ഇതിനകത്ത് പോകും. ഇതിനകത്ത് പോയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പം കഴുകുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക. വർഷത്തിലൊരിക്കൽ ഈ സേഫ്റ്റി വാൽവ് മാറ്റുക. മാറ്റിക്കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. പിന്നെ ഇത് ഗ്യാസ്കറ്റ്. ഈ ഗ്യാസ്കറ്റും ഒരു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ മാറ്റുക. നിങ്ങളുടെ യൂസിനനുസരിച്ച്. നിങ്ങൾ യൂസ് ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല, യൂസ് ചെയ്യുന്നതാണ് മാറ്റുക. എന്താ വേണ്ടത്? ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ഒരു ആണിയിൽ തൂക്കിയിടുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതിൽ തന്നെ വെക്കരുത്, ഇതിനെ ആണി തൂക്കിയിടുക. അടുത്ത പ്രാവശ്യം ഉപയോഗിക്കില്ലേ, അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിന് ലൈഫ് കൂടും. ലൈഫ് കൂടുന്നത് മാത്രമല്ല റിസ്ക്കും കുറയും. പറഞ്ഞുതരാം. നമ്മളിതിലിട്ടു,
ഇതിലിട്ടിട്ട് സേഫ്റ്റി വാൽവ് വർക്ക് ചെയ്യില്ല, എന്തെങ്കിലും കാരണം ഫെയിലായി, വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലായി. അപ്പോൾ സ്റ്റീം പുറത്തോട്ട് പോവില്ല, അകത്ത് സ്റ്റീം നിൽക്കുകയാണ്. അപ്പോൾ അതിന് വഴി മാറി കൊടുക്കാനായിട്ടുള്ള ഒരു ഹോളാണിത്. ഇത് ഞങ്ങൾ പേറ്റൻ്റ് എടുത്തിട്ടില്ല, പേറ്റൻ്റ് എടുക്കുന്നുമില്ല. നമ്മുടെ കമ്പനി പണ്ട് നമ്മുടെ ചെയർമാൻ കണ്ടുപിടിച്ചാണ് ഈ GRS പറഞ്ഞ ഹോള്, പുള്ളിയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് പേറ്റൻ്റ് എടുക്കാതെ എല്ലാ കുക്കേഴ്സിനും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടു. കാരണം മനുഷ്യൻ്റെ സേഫ്റ്റി ആണല്ലോ. അപ്പോൾ എന്താ പറ്റുക പറഞ്ഞാൽ ഈ ഗ്യാസ്കറ്റ് വഴി ഇത് കട്ടായിട്ട് ഇതിലൂടെ ഗ്യാസ് പോകും, ഇതിനകത്തുള്ള പ്രഷർ റിലീസാവും. അപ്പോൾ ഇത് റിലീസാവണം അല്ലെങ്കിൽ ഗ്യാസ്കറ്റ് കട്ടാവണമെങ്കിൽ ജെന്യുവിൻ ഗ്യാസ്കറ്റ്സ് യൂസ് ചെയ്യുക. BS ഹോൾമാർക്ക് ചെയ്ത ഗ്യാസ്കറ്റുകളാണിത്. ഇത് തന്നെ യൂസ് ചെയ്യുക. നോർമൽ ഒരു ഗ്യാസ്കറ്റ് വാങ്ങിയിട്ട് കട്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് പ്രസ്റ്റീജിൻ്റെ കുക്കേഴ്സ് ആണെങ്കിൽ പ്രസ്റ്റീജിൻ്റെ തന്നെ ഗ്യാസ്കറ്റ്സ് യൂസ് ചെയ്യുക. ബാക്കിയുള്ള ചില മാച്ച് ഈ ഒരു പോർഷനിൽ തന്നെ കട്ട് ഓഫ് ആവും, അവിടെ തനിയെ കട്ടായി പോകും. കട്ടായി പോയിട്ട് ഇവിടുന്ന് പ്രഷർ പുറത്തേക്ക് പോകും. ചില ആൾക്കാരുണ്ട് ഇവിടെ ഒരു മുറിഞ്ഞു പോയ ഗ്യാസ്കറ്റ് ആയിട്ട് ഇങ്ങനെ വരും, കട്ടായി പോയി, ഇതൊന്ന് മാറ്റി തരുമെന്ന് ചോദിക്കുക. അത് ഞങ്ങൾ കൊടുക്കില്ല. കാരണം എന്താ, ഈ സേഫ്റ്റി വാൽവ് പ്രശ്നമായതുകൊണ്ട് കട്ടായത്. അപ്പോൾ അതുകൂടി മാറ്റിയിട്ട് ഇത് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഇതൊക്കെ ചെറിയ ചെറിയ അല്ല വലിയ ടിപ്പുകളായിട്ട് തന്നെ എടുക്കണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്കെല്ലാം കുറേ പേർക്ക് ഇപ്പോഴും അറിയാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ. നമ്മൾ നോർമൽ ലിഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ സ്വച്ച് എന്ന് പറയുന്ന ലിഡാണ്. ഇതിൽ നിന്ന് തിളച്ച് വെളിയിലോട്ട് മറിയില്ല. അത് ഈ കുക്കറായാലും ശരി, ഈ ചെറിയ ഈ സ്റ്റീൽ കുക്കർ ഇന്നർ ലിഡായാലും ശരി, ഇനി ഈ ഫ്ലിപ്പോണിൻ്റെ കുക്കറായാലും ശരി, മൂന്നിനായാലും അത് പുറത്തേക്ക് പോകാനുള്ള എല്ലാ കുക്കേഴ്സും ഇത് നമ്മളെ പേറ്റൻറ്റഡ് ഇതാണ്, നമുക്ക് മാത്രമുള്ളതാണ്. പുറത്തേക്ക് സ്പിൽ ഫ്രീ എന്ന് പറയും. ഇനി ഒരു കാര്യം പറയാം, നമ്മൾ ഈ കുക്കർ ഒന്ന് തുറന്നിട്ട് അടച്ച് ഒന്നും കൂടെ അടച്ച് ഈ എയറോ മാച്ച് ചെയ്യാം, ഈ എയറോ മാച്ച് ചെയ്യും. കുക്കർ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഇവിടെയാണോ? ഇങ്ങനെ വെച്ചോ. കറക്റ്റ് ആയില്ലോ? ഇല്ല, ആയിട്ടില്ല. അടഞ്ഞ് ഇത് ആയില്ല. കുക്കർ അടയ്ക്കാൻ പറ്റണ്ടെന്ന് എനിക്ക്. ഇത് ഇവിടെയല്ലേ വെക്കണ്ട? ഓക്കെ, ഇപ്പൊ കറക്റ്റ് അല്ലേ? അടച്ചോളൂ. ഓക്കെ, ഒന്ന് ഇപ്പുറത്ത് വരാം, ഒന്ന് തുറക്കുന്നു നോക്കിക്കോളൂ. ഒന്നും കൂടെ തുറന്നേ. അതിനിപ്പോ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നോക്കുള്ളൂ. ഇത് ഇങ്ങനെ എടുക്കണം. തുറന്നു. അപ്പൊ ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഈ എയറോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോ മാറ്റം വരും. അത് ബുദ്ധിമുട്ടാണ്. ഇത് അടച്ചു, ഈ എയറോ ഇത് മാച്ച് ആയല്ലോ, ഇത് അടച്ചു. ഓക്കെ, തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുക്കർ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തുറക്കുക. നമ്മളെല്ലാവരും ഇങ്ങനെയാണ് തുറക്കുന്നത്. ഇങ്ങനെ തുറക്കരുത്, ഇങ്ങനെ തുറക്കുക. സോ ദാറ്റ് സ്റ്റീം നമ്മളെ കയ്യിലടിക്കില്ല. പിന്നെ ഇങ്ങനെ തുറക്കാനാണ് എളുപ്പവും, ഇങ്ങനെ തുറക്കുന്നതാണ്. അങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകൾ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇതിപ്പോ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ അതിന്റെ മേളിൽ ഉണ്ടാവില്ലല്ലോ, നമ്മൾ കുക്കർ ചെയ്ത ഉടനെ തന്നെ തുറക്കുന്നില്ലല്ലോ. ലാസ്റ്റ് കഴിഞ്ഞിട്ടാ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കാരണം ഇത് അങ്ങനെ കയ്യിൽ സ്പില്ലാവില്ല. നമുക്ക് സ്റ്റീമാണ് നോക്കേണ്ടത്. സ്റ്റീം ആണെങ്കിൽ കൂടുതൽ ചൂടുണ്ടാവും. അപ്പൊ നമ്മുടെ കയ്യിലത്തെ സേഫ്റ്റിയും കൂടിയാണ് നോക്കേണ്ടത്. ഇതൊരു പ്രഷർ ഇൻഡിക്കേറ്റർ എന്നതിന്റെ സംഭവമാണ് ഇത്. അതെ, ഇത് പ്രഷർ ഉള്ളപ്പോൾ, അകത്ത് പ്രഷർ ഉള്ളപ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യും, പ്രഷർ ഇല്ലാത്തപ്പോൾ താന്ന് നിൽക്കും. ഈ താന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത്, കുക്കർ ഓപ്പൺ ചെയ്യേണ്ടത്. പ്രഷർ ഉള്ളപ്പോൾ ഒരിക്കലും ഇതിനെ തുറക്കാൻ പാടില്ല. അങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളുണ്ട്. ഇതിലാകുമ്പോ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളില്ല. ഇതില് അങ്ങനെയില്ല. ഇത് പക്ഷെ തണുക്കണം, തണുത്തതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവുള്ളൂ. കാരണം നമുക്കിത് ഇങ്ങനെ താഴെ കൊണ്ടുപോയിട്ടേ ഇങ്ങനെ തുറക്കണമെങ്കിൽ നമ്മൾ ഇത് കേരളത്തിൽ പ്രിഫർ ചെയ്യാൻ കാരണം പറഞ്ഞുതരാം. ആൾക്കാർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ കുക്കറിൽ ഫുള്ളായിട്ട് ഭക്ഷണം വെക്കും. ഫുള്ള് വെക്കാൻ പാടില്ല. 50% ഏത് കുക്കറായാലും, 20 ലിറ്റർ കുക്കറായാലും ശരി, 50% അതിനകത്ത് ഫുഡ് ഉണ്ടാകുമ്പോൾ ബാക്കി 50 empty ആയിരിക്കണം. അപ്പോൾ ഈ 2 ലിറ്റർ കുക്കറിൽ empty അല്ല, നിറയുണ്ടെങ്കിൽ ഇത് ഊരുന്ന സമയത്ത് ഈ ലിഡ് അതിൽ ഫുഡിൽ തട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്യാത്തത്. അപ്പോൾ അതാണ് ഇത്രയും വ്യത്യാസങ്ങൾ. അപ്പോൾ കുറേ പഠിച്ചു. ഇനി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു അല്ലേ? കുക്കറിൽ ഇനിയിപ്പോൾ ട്രൈപ്ലൈ കുക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഡീലക്സ് ആൽഫ, നമ്മുടെ പഴയകാല കുക്കേഴ്സാണിത്. ഡിലക്സ് ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതൊക്കെ 10 വർഷമാണ് വാറണ്ടി. ഇതൊക്കെ സ്റ്റീലിന്റെ ആണ് നമ്മൾ കാണിച്ചത്. ഇതല്ലാത്ത ഇവിടെ അലുമിനിയം കുക്കർ കാണിച്ചു. അതല്ല ഈ കോട്ടിംഗ് ആയിട്ടുള്ളത്, അതും തമ്മിൽ എന്താ വ്യത്യാസങ്ങൾ വരുന്നത്? ഇതൊരു കോട്ടൺ ഇതാണ് കേട്ടോ. ഈ റെഡ് വരുന്ന ഒരു കോട്ടിംഗ് ആണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കുക്കറാണ്.
കോട്ടിംഗ് ആണ് വരുന്നത്. വേറെ ഈ ബ്ലാക്ക് വരുന്നത് ഇത് ഹാർഡ് അനഡൈസ്ഡ് എന്ന് പറയും. നമ്മുടെ അലുമിനിയം കുക്കേഴ്സിനെ നോർമലി ഈ അലുമിനിയം കുക്കറിനെ ഹീറ്റ് ചെയ്തിട്ട് ചൂട് ആക്കിയിട്ട് വരുന്ന ഒരു കളർ ചേഞ്ചാണ് അനഡൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിന് കോട്ടിംഗ് അല്ല, ഇതാണ് കോട്ടിംഗ്, ഇത് കോട്ടിംഗ് അല്ല. ഇതും സ്വച്ഛാണ് കേട്ടോ, വെളിയിലോട്ട് സ്പിൽ ചെയ്യില്ല. അതാണ് ഇത് രണ്ടും തമ്മിൽ മാറ്റം വരുന്നല്ലേ. ഇതാണ് കുറച്ചും കൂടി, ഇതിനേക്കാളും കുറച്ചും കൂടി ഹാർഡാണ്. അപ്പൊ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് വേണമെങ്കിൽ പറയാം യൂസ് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ സാധാരണ നമ്മള് പഴയ ഭാഷയിൽ പറയും ചട്ടിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മൈക്ക് എടുക്കാന്ന് പറയില്ലേ. അങ്ങനല്ല നമുക്കിപ്പം ഞാനൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പൊ പലർക്കും അലുമിനിയം കുക്കർ ഉപയോഗിക്കാൻ ഒരു പേടിയാണ്. കാരണം അലുമിനിയത്തിൽ ഭക്ഷണം വെച്ച് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അപ്പം ആരോഗ്യ പ്രശ്നം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് എന്നും ഒരു ചർച്ചാ വിഷയമായിരിക്കും. എന്നാലും ഞാൻ പറയാം, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മുടെ ഈ പഴയ തലമുറകൾ യൂസ് ചെയ്തിരുന്ന കുക്കേഴ്സ് ഇല്ലേ, പണ്ടത്തെ എല്ലാം അലുമിനിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരന്ന് യൂസ് ചെയ്തിരുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യുന്നത് എന്ത് വെച്ചാൽ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്? പണ്ടത്തെ കാലത്ത് എന്നോട് ചോദിച്ചിട്ട് ചകിരി ചാർക്കോള് ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സോപ്പൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ടല്ലേ ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാ ചെയ്യുന്നത്? സ്റ്റീല് മെറ്റൽ സ്ക്രബ് ഇട്ടിട്ട് വരയ്ക്കും. അപ്പോൾ എന്ത് പറ്റും, ഇതിന് മേളിൽ സ്കോറിംഗ് മാർക്കുകൾ വീഴും. ഈ സ്കോറിംഗ് മാർക്ക് വീണിട്ട് അത് അവിടെ കമത്തി വെച്ചു. അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉപ്പിടും, മഞ്ഞളിടും, പുളിയിടും. അപ്പോൾ ഫുഡുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കൂടിയില്ലേ. അപ്പോൾ ഇത് നോർമൽ കുക്കർ വാങ്ങിയിട്ട് നമ്മൾ നോർമൽ സ്ക്രബ് വെച്ച് ക്ലീൻ ചെയ്താൽ വലിയ പ്രശ്നം പറ്റില്ല. ആർക്കും പ്രശ്നമില്ല. സ്ക്രബ് വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പൊ അത് വെച്ച് ചെയ്താലും ക്ലീൻ ആകുന്ന പറയണേ, നല്ലോണം വൃത്തിയാവും അല്ലേ. ഓക്കെ. അപ്പൊ ഞാനും സ്റ്റീൽ തന്നെയാട്ടോ യൂസ് ചെയ്യണത്. അപ്പൊ പിന്നെ ഈ നമ്മുടെ സ്ക്രബ്ബർ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും മാറ്റാം. ചിലർ അത് കഴിയണവരിങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതും കൂടി നമ്മുടെ ഒരു ഹൈജീനിക്കിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഇതിൽ പെടുന്നതല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമ്മുടെ കുക്കറിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് വരാം അല്ലേ. കുക്കറിനൊക്കെ നല്ല പ്രൈസിങ് ആണ് കേട്ടോ. ഒത്തിരി എക്സ്ചേഞ്ച് ഒക്കെ വരുമ്പോൾ നല്ല പ്രൈസ് റേറ്റ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഞാൻ 2 കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 വേണം 2 വീട്ടിലേക്ക്. ഓക്കെ. ഇത് അവിടെ വെച്ചോളാം. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരാം അല്ലേ. ഇത് കുക്ക് വെയർസ് ആണ്. നമ്മുടെ എല്ലാം കുക്ക് വെയർ ആണ്. ട്രൈപ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞ കുക്കർ ഉണ്ടാക്കിയ അതേ ട്രൈപ്ലൈ സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കിയ കുക്ക് വെയർ ആണ് ഇത്. അടി പിടിക്കില്ല, ലോ ഫ്ലെയിം മതി. ഇൻഡക്ഷനിലും ഗ്യാസിലും രണ്ടിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഗ്യാസ് ഫ്ലെയിം കുറവ് മതി, ഇൻഡക്ഷനിൽ വയ്ക്കാൻ കറണ്ട് കുറവ് മതി. പിന്നെ അടി പിടിക്കാനുള്ള സാധ്യത കുറവാണ് അല്ലേ. ഓക്കെ. ഇതും നമുക്ക് 2, 5 അല്ല, ഇത് പല ഇതിലുണ്ട്. 2, 5 ഇതല്ല, അത് കുക്കേഴ്സിൽ മാത്രമേ വരുള്ളൂ. ഇതിന് പല ഇതിലും വരുന്നത്. ഇതിനൊക്കെ 8 ലിറ്റർ 10 ലിറ്റർ വരെ വരുന്നുണ്ട്. ഓക്കെ. ഇത് നമുക്ക് നോർമൽ ഇതിലൊക്കെ ഇൻഡക്ഷനിലൊക്കെ രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ട്രൈപ്ലൈ തന്നെ നമുക്കിപ്പോൾ പാൻ വരുന്നുണ്ട്. ഇതും സ്റ്റീലാണ്. ട്രൈപ്ലൈയുടെ സ്റ്റീൽ പാനാണ്. 304 ഗ്രേഡ് ആണ്. ഇതിൽ കണ്ടോ, ഈ ഹാൻഡിൽ ചൂടാവില്ല. ഇതും സ്റ്റീൽ തന്നെയല്ലേ? സ്റ്റീൽ തന്നെയാണ്. ഹാൻഡിൽ ചൂടാവില്ല. എന്താ, ഫ്ലെയിം വളരെ കുറവ് മതി. ഞാൻ പറഞ്ഞില്ലേ, ഈ വട്ടം ഇല്ലേ, ഇതിലോട്ട് ഫ്ലെയിം വന്നു കഴിഞ്ഞാലേ ചൂടാവുള്ളൂ. ഈ ഹാൻഡിലിന്റെ മേളിലേക്ക് ഫ്ലെയിം കയറരുത്. എപ്പോഴും ഇതിന് താഴെ വെക്കുക, ഇതിന്റെ ഉള്ളിൽ വെക്കുക. അപ്പൊ ഇത് അടി പിടിക്കില്ല. ഞാൻ ചോദിക്കാതിരിക്കുന്നത്, നമ്മുടെ സാധാരണ കോട്ടിങ് ചെയ്തതും അതുപോലെ തന്നെ സ്റ്റീലിലെ വെക്കുമ്പോൾ രണ്ടും മാറ്റാം. നോർമൽ സ്റ്റീലിന്റെ പാത്രം ഇല്ലേ, അതിൽ അടി പിടിക്കും, ഇതിൽ പിടിക്കില്ല. പക്ഷെ ഇതും സ്റ്റീൽ തന്നെയാണ്. ഇതിന് കുറച്ച് എണ്ണ ആവശ്യമുണ്ട്. മറ്റേത് നോൺ സ്റ്റിക്കിൽ ഇത് ഓയിൽ ലെസ് ആണ്. ലെസ് ഓയിലാണ് ഇത്. ഓയിൽ കുറവ് മതി. അത് ഓയിൽ ലെസ് ആണ്. ഇതിൽ കുറവ് ഓയിൽ വേണം. പക്ഷെ അടി പിടിക്കില്ല. ഫ്ലെയിം കുറവാണെങ്കിൽ അടി പിടിക്കില്ല. ഇൻഡക്ഷനിൽ വെക്കാം. 15 വർഷം വാറണ്ടി, 15 ഇയർ വാറണ്ടി. ഇനി ഈ ട്രൈപ്ലൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് പറഞ്ഞില്ലേ, നോൺ സ്റ്റിക്ക് ആയിട്ടല്ലേ കമ്പയർ ചെയ്തത്. ഇപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും സംശയം ഉണ്ടാവും. അങ്ങനത്തെ ആക്ക് ഇതേ ട്രൈപ്ലൈയിലെ നോൺ സ്റ്റിക്ക് ഉണ്ട്, ഹെക്സാ മാജിക് എന്നും പറഞ്ഞിട്ട്. ട്രൈപ്ലൈ ആണ്, നോൺ സ്റ്റിക്കും ആണ്. അതും നല്ല വെയിറ്റും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചോളൂ, അപ്പോഴേക്കും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്നാൽ ബാക്കിൽ നമുക്ക് കാണുന്നത് മൊത്തം സ്റ്റീല്. ഈ ഇതിൽ മാത്രം ഫ്ലെയിം വെച്ചാൽ മതി. ഗ്രേറ്റ്. കുറെ അറിവുകൾ കിട്ടിയിട്ട്. ഇത് ഈ സാധാരണ നമുക്ക് കോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ഡിസൈൻസ് കാണുന്നുണ്ട്. ഇത് ഹെക്സാ മാജിക് ഹെക്സഗൺ ഷേപ്പിലാക്കിയതാണ്. അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമല്ല, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ ഈ ഗ്രൂസ് ഇല്ലേ, അതിലൂടെ ഓയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓയിൽ മൂവ് ചെയ്യും. അടി പിടിക്കില്ല. അങ്ങനെ ഒരു മാറ്റം. ഓക്കെ.
ഇതിപ്പോ ഒരു പുതിയ നോൺ സ്റ്റിക്ക് നമ്മളിങ്ങനെ കൈകൊണ്ട് തടവുമ്പോഴേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് തോന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇതിലുണ്ട് ആ ഒരു ചെറിയ അതാ ഞാൻ ചോദിച്ചത് ഇതിന്റെ എന്താ പ്രത്യേകത എന്നുള്ളത്. ഇതിന്റെ കോട്ടിങ്ങിന് ഉണ്ടല്ലോ, പുതിയതാണോ? പുതിയൊരു പ്രോഡക്റ്റാണ്. ഇതിന്റെ കോട്ടിങ്ങിന് 3 ഇയർ വാറണ്ടി ഉണ്ട്. പ്രൊഡക്റ്റിന് 15 വർഷം വാറണ്ടി ഉണ്ട്. കോട്ടിങ്ങിന് 3 വർഷം വാറണ്ടി ഉണ്ട്. ഇതിന് എത്ര 10 ലിറ്റർ വരെ 8 അല്ലല്ല, ഇത് നെക്സ്റ്റ് സൈസ് വരെ ഉള്ളൂ. അതായത് ഇതൊരു 3.5 ലിറ്റർ വരെ വരും. ഇത് 2 ലിറ്ററിന്റെയാണ്, 3.5 ലിറ്റർ വരെ വരും. വരുന്നുള്ളൂ. കാരണം ഇത് വെയിറ്റ് കൂടുതലാണ്. ഫുഡ് വരുമ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റ് കൂടുതലല്ലോ. പിന്നെ നോർമൽ ആയിട്ടുള്ള കടായികള് 30 സെന്റിമീറ്റേഴ്സ് വരെ അവൈലബിൾ ആണ്. ഇതിന്റെ വലിയ കടായി ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതും സെയിം നമുക്ക് ഒരു അടി പിടിക്കില്ല. ഇത് പക്ഷേ കോട്ടിംഗ് ഇല്ലാത്തതാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റീലിന്റെയും നമുക്ക് അങ്ങനെ എല്ലാ സ്റ്റീലിന്റെയും അല്ല. ഇപ്പം ഈ ട്രൈപ്ലൈയിൽ അടി പിടിക്കത്തില്ല. ഇപ്പൊ ഇത് നമ്മളൊരു പ്ലാറ്റിനം പറഞ്ഞ പഴയ മോഡലാണ്, സ്റ്റീലാണ്, നോർമൽ സ്റ്റീലാണ്. ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെയിം കുറയ്ക്കുക. ഇതിന് സാൻഡ്വിച്ച് ബോട്ടം ചെയ്തിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇത് മുഴുവൻ ട്രൈപ്ലൈ ആണ്, സിംഗിൾ ലെയർ ആണ്, ട്രൈപ്ലൈ അല്ല. ഇനി ഇതായിരുന്നു ആദ്യ ജനറേഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റീലില്. അതുകൊണ്ടാണ് അടി പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ സാൻഡ്വിച്ച് ബോട്ടം ആക്കിയത് അടി പിടിക്കുന്നത് കുറച്ചുകൂടെ കുറച്ചു. ഇനി അതിൽ വേറൊരു മാറ്റം വന്നു കഴിഞ്ഞാല് ഈ ഗ്ലോറി എന്ന് പറഞ്ഞൊരു മോഡൽ അതിലുണ്ട്. ഈ മോഡലിന്റെ പ്രത്യേകത ബോഡി നോർമൽ സ്റ്റീലാണ്. ഇതിന്റെ ബേസ് ഇല്ലേ, സാൻഡ്വിച്ച് ചെയ്ത ബോട്ടം, ഇത് ട്രൈപ്ലൈ ആണ്. ഈ ഒരു ഭാഗം മാത്രം ട്രൈപ്ലൈ ആണ്. അപ്പൊ അതും ഫുഡായിട്ട് കോണ്ടാക്ട് ഇല്ല, കുഴപ്പമില്ലാണ്ട് നമുക്ക് ഭക്ഷണം പിടിക്കുന്ന സാധ്യത കുറഞ്ഞു. പിന്നെ ഇതിനും വെയിറ്റ് അതിനേക്കാളും സാധ്യത കുറവ് ഇതിനാണ്, അതിലും സാധ്യത കുറവ് ട്രൈപ്ലൈ ആണ്. എല്ലാ ചോയ്സും ഉണ്ട്, ഏത് പ്രൈസ് കാറ്റഗറിയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പൊ ഇതില് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും അത് തന്നെയായിരിക്കും. അത് ലൈഫ് ലോങ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, 15 ഇയർ വാറണ്ടി ഉണ്ട്. ഇത് ഇവിടെയായിരുന്നു. യെസ്, ഇനി നമുക്ക് നോൺ സ്റ്റിക്കിലേക്ക് പോവാം. നോൺ സ്റ്റിക്കിൽ വരുമ്പം ഡ്യൂറാസ്റ്റോൺ എന്നൊരു പ്രോഡക്റ്റാണ്. ഡ്യൂറാസ്റ്റോൺ എന്ന് പറയുമ്പോൾ ഈ ബോഡി വന്നിട്ട് അനഡൈസ്ഡ് ബോഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ കുക്കറിൻ്റെ ബോഡി, ആ ബ്ലാക്ക് കളർ കുക്കർ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നോർമൽ അലുമിനിയത്തെക്കാളും തിക്നെസ്സും ഹാർഡുമാണ്. അപ്പോൾ ഓബിയസ്ലി അകത്തുള്ള കോട്ടിങ്ങും കുറേ കാലം നിൽക്കണമല്ലോ. അപ്പോൾ 6 ലെയർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. 6 ലെയർ കോട്ടിംഗ് ആണ്. ഡ്യൂറാസ്റ്റോൺ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ സ്റ്റീലിനേക്കാളും ഇതാണ് ബെറ്റർ, അതാണ് നോൺ സ്റ്റിക്ക് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതായിരിക്കും നല്ലത്. പക്ഷെ നല്ലത് അതാണ്. കാരണം വെച്ചാല് ഇതൊരു 6-7 വർഷം വരെ നമ്മളിപ്പം നല്ലോണം യൂസ് ചെയ്യുന്ന 8 വർഷം 10 വർഷം വരെ എത്തുന്നത് കോട്ടിങ് പോവാതെ. പക്ഷെ നമ്മൾ ഈ പാചകം ചെയ്യുമ്പം പൊതുവേ ഈ സ്റ്റിയർ ചെയ്യുന്നതിന് കൂടാണ്ട് ഇങ്ങനെ തട്ടും മുട്ടൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഇങ്ങനെ സ്കോറിങ് മാർക്സ് വീഴും. മാർക്ക് വീണ് കഴിഞ്ഞാൽ പൊളിയാൻ തുടങ്ങുക, അപ്പം നിർത്തുക, പിന്നെ അത് യൂസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ഇത് ഹെൽത്ത് ഇഷ്യൂസ് അല്ല. ഇപ്പം നമ്മൾ അനാവശ്യമായിട്ടാണ് ഒരു സംഭവം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഈ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഗ്രേഡ് കോട്ടിംഗ് ആണ്. പലരും ചോദിക്കാറുണ്ട് ടെഫ്ലോൺ കോട്ടിംഗ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത് 3M എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് ടെഫ്ലോൺ. ആ ടെഫ്ലോൺ എവിടേക്കാണ് യൂസ് ചെയ്യുന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം ഏതോ ഒരു ബ്രാൻഡ് പെട്ടെന്ന് ടെഫ്ലോൺ എന്നും പറഞ്ഞിട്ട് ഇതിൽ കാണിച്ചു. അത് പിന്നെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയാണ് ടെഫ്ലോൺ കോട്ടിംഗ് ആണെന്ന്. ടെഫ്ലോൺ അല്ല, ഇത് ഫുഡ് ഗ്രേഡ് 6 ലെയർ കോട്ടിംഗ് ആണ്, ഫുഡ് ഗ്രേഡ് കോട്ടിംഗ് ആണ്. അപ്പോൾ ഫ്രൈ എന്ന് വെച്ചാൽ നമുക്ക് നോൺ സ്റ്റിക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നമുക്ക് സ്റ്റീലിലേക്കാണെങ്കിൽ ട്രൈപ്ലൈ. അതെ, ഇതിൽ കണ്ടോ, ഇതിലിപ്പോൾ ഇത് എഴുതിക്കണ്ട PFOA ഫ്രീ എന്ന് എഴുതിയുണ്ടോ. PFOA ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് ലെയർ കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കെമിക്കൽ ഉണ്ടാവുന്നതാണ്, അത് ടോക്സിക് ആണ്. അപ്പോൾ അത് ടോക്സിക് അല്ല എന്നുള്ളതാണ്. ഇത് ചെയ്യുമ്പം അത് ഉണ്ടാവുന്നില്ല, PFOA ഇല്ല. നമുക്ക് അടുത്തേക്ക് കടന്നാലോ. ഇത് പല സൈസസിലും അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ അതിന്റെ ഡിഫറെന്റ് സൈസസ് അല്ലേ. ഇതിനൊക്കെ എക്സ്ചേഞ്ച് ഉണ്ട്, നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ഹോട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. ഡിസൈൻ കൊണ്ട് മാത്രമല്ല, ഇത് നമുക്ക് സെർവ് ചെയ്യാനും കുക്ക് ചെയ്യാനും ഒരു ഫാമിലിക്ക് വളരെ കറക്റ്റ് സൈസ് ആണ്. ഇത് ടേബിളിൽ തന്നെ കൊണ്ടുവച്ചാൽ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എലഗന്റ് ലുക്ക് ആണ് ഇത്. അതെ, കിട്ടുന്നുണ്ട്. ഇതിനും എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ജൂൺ ലാസ്റ്റ് വരെയുള്ള ഈ ഒരു ഓഫർ 1600 ആ റേഞ്ച് വരുള്ളൂ. എക്സ്ചേഞ്ച് വരുമ്പോ അത്രേ വരുള്ളൂ. ഞാൻ 2000 above പ്രൈസ് 2000 above ഉണ്ട്, 2400 ഉണ്ട്. ഇപ്പൊ ഓഫർ പ്രൈസ്. ഈ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, ഡിസ്കൗണ്ട് മാത്രമേ. അപ്പോൾ ഒരു 2350 2000 രൂപയൊക്കെ വരും. ഇപ്പൊ നമുക്ക് ഒരു 1000 ചില്ലറ വരുന്നുള്ളൂ, 1700 1600. അപ്പൊ ഇപ്പൊ മേടിച്ചാൽ ഇരട്ടി മേടിക്കാം അല്ലേ. ഓക്കെ. പിന്നെ ഇതില്
ഇനി അതിൻ്റെ തന്നെ ഒരു വേറൊരു പ്രോഡക്റ്റാണ് മൾട്ടി കടായി എന്ന് പറഞ്ഞിട്ട്. മൾട്ടി കടായി. മൾട്ടി കടായുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഈ വിദേശത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുപാട് പാത്രങ്ങൾ കൊണ്ടുപോകണം, വെയിറ്റിനൊക്കെ ഒരു പേടി ഉണ്ടാവും, വെയിറ്റ് കൂടിപ്പോയോ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയൊരു സാധനമാണ്. ഇതൊരു നോർമൽ കടായി ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ബിരിയാണിയോ അതിന് അതല്ല വല്ല കറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫാമിലിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നോർമൽ ഒരു കടായിയാണിത്. ഇത് ഹാർഡ് അനഡൈസ്ഡ് ആണ്, കുറേ കാലം നിൽക്കും. ഇത് കുറേ കാലം നിൽക്കും. ഇതിന് വേറെ കംപ്ലൈൻറ്റ് ഇല്ല, ഇതിന് മേളിൽ കോട്ടിങ്ങോ ഒന്നുമില്ല. വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഈ തട്ട് യൂസ് ചെയ്യാം, ഈ തട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇഡ്ഡലി റെഡിയാവും. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്റ്റീം ചെയ്യാനുണ്ട്, എന്തെങ്കിലും ഇപ്പോൾ ചോറോ എന്തെങ്കിലും സ്റ്റീം ചെയ്യാനുണ്ടെങ്കിൽ ഇത് വയ്ക്കുക. ഇനി ഇടിയപ്പം ഉണ്ടാക്കണം, എന്തെങ്കിലും ചെയ്യണം ഇത് ചെയ്യാം. പൊറോട്ട തലേന്ന് ഇപ്പോൾ ചോറ് പൊറോട്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റീം ചെയ്യണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. ഇത് ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോകുന്ന ആൾക്കാർ ഒരുപാട് കൊണ്ടുവന്നൊരു പ്രോഡക്റ്റാണ്. അതെ, ഇതിൻ്റെ 2 സൈസ്. വെയിറ്റ് കുറവാണ്, അലുമിനിയം ആണല്ലോ. സ്റ്റീൽ ആകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിറ്റ് ആയില്ലേ. പിന്നെ ഇതിൻ്റെ തന്നെ അടുത്തൊരു ചെറിയ സൈസും കൂടി അവൈലബിൾ ആണ്. ഇത് 2 സൈസിലേ ഉള്ളൂ, ലാർജും സ്മോൾ എന്ന് പറഞ്ഞ സൈസുണ്ട്. സ്മോൾ ഒരു സൈസും കൂടി അവൈലബിൾ ആണ്. ഇഡ്ഡലി 7 ഇഡ്ഡലിയൊക്കെ പറ്റുള്ളൂ. ബിഗ് ഫാമിലിക്കാണെങ്കിൽ അതൊന്നും പുറത്തേക്ക് പോണവരാണെങ്കിൽ ചെറുത് മതിയാവും. അവര് ചെറിയ ഫാമിലി ആയിരിക്കുമല്ലോ. അല്ല, ഒരു ഫാമിലിക്കാണെങ്കിൽ ഇത് വലുത് വേണം, ഒരു ഇൻഡിവിജ്വലിനാണെങ്കിൽ അത് മതി. 16 ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണ് ഇത്. എത്ര ലെയറാ ഇത്? 1 ലെയർ തന്നെയാ? അല്ല, ഇത് 4 ലെയറാണ്. 4 ലെയർ കോട്ടിംഗ് ആണ്. 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6. അങ്ങനെയാണ് ലെയർ വരുന്നത് അല്ലേ? ഓക്കെ. ഇത് വളരെ പഴക്കമുള്ള മോഡൽ. അതായത് പ്രസ്റ്റീജ് കുക്കേഴ്സ് കഴിഞ്ഞിട്ട് കുക്ക് വെയർ തുടങ്ങുമ്പോൾ ഉള്ളൊരു മോഡലാണ്. ഒമേഗ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അന്ന് മുതലുണ്ട് ഇത്. അത് ഇപ്പോഴും ഈവൻ കമേഴ്ഷ്യൽ ആയിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതായത് കടകളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടുത്ത സൈസ് ഉണ്ട്, 16 ലിറ്റർ. 16. ഓക്കെ. ലാസ്റ്റ് സൈസ് ആണോ 16 വരുന്നത്? 16 ലാസ്റ്റ് സൈസാ വരുന്നത്. ഓക്കെ. ഇതിനൊക്കെ റേറ്റ് ഹൈ ആണോ കാണുന്നതിന്റെ അനുസരിച്ചിട്ടുള്ള? ഇത് ഒരു 4000 റേഞ്ചാണ് ഇതിന് വരുന്നത്. എക്സ്ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഒരു 2800, 900 ഒക്കെ വരുള്ളൂ. ഇത് അത്രയ്ക്ക് റേറ്റ് കുറവാണ്. റേറ്റ് കേൾക്കുമ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് എന്താണോ, പിന്നെ നമുക്ക് കാസ്റ്റ് അയൺ. ഇപ്പം വീണ്ടും പഴയ തലമുറ കാസ്റ്റ് അയൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. ഈ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആൾക്കാർ കാസ്റ്റ് അയൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാസ്റ്റ് അയൺ നമുക്ക് ദോശത്തവ അവൈലബിൾ ആണ്. ഇപ്പൊ നോന്ന് പറയണ ഒരു സംഭവം ഇല്ല പ്രസ്റ്റീജില്, എല്ലാം അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാം വെർജിൻ സ്റ്റീല്, വെർജിൻ അലുമിനിയം, പിന്നെ ഇത് കാസ്റ്റ് അയണും വെർജിൻ ആയിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും റീസൈക്കിൾ ചെയ്യുന്നില്ല. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ പുറത്ത് പോകുന്ന ഒരാളാകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടെന്ന് പറയും. പക്ഷെ എന്താണെങ്കിലും ഒരിക്കൽ കൊണ്ടുപോയാൽ മതി. ഇതിൽ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തി, ദോശ എല്ലാം ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ നോൺ സ്റ്റിക്ക് ചപ്പാത്തിയുടെ ആണെങ്കിൽ ചപ്പാത്തിനെ ഉണ്ടാക്കുക, ദോശ ഇടണം ദോശ തന്നെ ഉണ്ടാക്കുക, 2 വേണം. ഇതിലാകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാം. മൾട്ടിപ്പിൾ ഓയിലായിട്ട് യൂസ് അല്ലാത്തതായാലും ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്ലെയിം കുറവ് മതി. ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഡക്ഷനിലും വർക്കാവും. ഇത് കാസ്റ്റ് അയൺ ഇൻഡക്ഷനിലും ഗ്യാസിലും രണ്ടിലും വർക്കാവും. ഇത് ആദ്യത്തെ അറിവാണ് കേട്ടോ. ഞാൻ ആ സ്റ്റീൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യും. സീരിയസ്ലി? ഗ്യാസ് ആൻഡ് ഇൻഡക്ഷൻ കോമ്പാക്റ്റബിൾ. ഞാൻ പറയണ്ട, ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ഇത് നോക്കിയാൽ മതി, പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇതിലുണ്ടെന്നല്ലേ? ഇതിലെങ്ങനെയാ സൈസസ്? അപ്പൊ ഇനി ഇൻഡക്ഷൻ്റെ കാര്യം പറഞ്ഞു, ഇൻഡക്ഷൻ കുക്കറിന്റെ കാര്യം വരുമ്പോ നമുക്ക് അതിൽ എത്ര വെയിറ്റ് വരെ പാത്രങ്ങൾ? 10 കിലോ കുക്കർ വെക്കാൻ പറ്റും. 10 kg കുക്കർ, 10 kg വരെ നമുക്ക് ഇൻഡക്ഷനിൽ പറ്റും. അത് ഈ 10 kg എന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോ വെയിറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, 10 കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കറിനാണ്. കുക്കർ. അപ്പൊ ഓരോ പാത്രത്തിൽ പിന്നെ അതിന്റെ ഭക്ഷണം കൂടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് 10 വരെ പറ്റും. 10 kg. ഓക്കെ. ആ ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ ഒരു സംശയം നമുക്ക് തീർന്നു. അപ്പൊ 10. ഇതിന്റെ തന്നെ കടായും വരുന്നുണ്ട് അല്ലേ? അതിന് പല ഇതുണ്ട്. കാസ്റ്റ് ആയേണ്ടത് പാൻ വരുന്നുണ്ട്, പിന്നെ ഗ്രില്ലുണ്ട്. ഇതിൽ തന്നെ ഗ്രില്ല് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് കാണുന്നതൊക്കെ ഒരു സാമ്പിൾ പീസ് എന്ന് കരുതിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരും.
ഇനി ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഒരു ഫാമിലിക്ക് വേണ്ടുന്ന ഒരു ബിരിയാണി പോട്ടാണിത്. ഒരു 4 പേർക്കുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടുവന്നത് ഇതാണ്. ഈ ഒരു ബിരിയാണിയുടെ 8.5 ലിറ്റർ ഉണ്ട് ഇത് വലിപ്പം, 8.5 ലിറ്റേഴ്സ്. ഒരു 2 നേരം ബിരിയാണി ഉണ്ടാക്കാം ഒരു ഫാമിലിക്ക്. എന്തായാലും ഒരു ദിവസത്തേക്കുള്ള ബിരിയാണി സെറ്റ്. അതെ, ഇത് ഗ്രാനൈറ്റ് ആണ് കോട്ടിങ്. ഈ കോട്ടിങ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം ഇതാ ഒരു ഫാമിലിക്ക്. നമ്മളുടെ ഈ പ്രൊഡക്ട്സിന് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതാണ്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഗ്രാനൈറ്റും ബ്ലാക്കും അത് പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇത് 6 ലെയർ കോട്ടിംഗ് ആണ്, ഇത് 5 ലെയർ കോട്ടിംഗ് ആണ്. ഗ്രാനൈറ്റ് 5 ലെയർ കോട്ടിംഗ്. നമുക്ക് ഗ്രാനൈറ്റ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് ഈ ബോഡി മാറ്റിയിട്ട് അനഡൈസ്ഡ് ബോഡി ആക്കിയപ്പോൾ ഒരു ലെയർ കൂടി കൂട്ടിയത്. നമ്മൾ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോകുന്നത് ഗ്രാനൈറ്റിന്റെ 8.5 ലിറ്റേഴ്സ് ബിരിയാണി പോട്ടാണ്. ഈ ബിരിയാണി പോട്ട് അല്ലാണ്ട് ഈ ഗ്രാനൈറ്റില് നമുക്ക് മറ്റേ കടായി, നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കണോ മട്ടൻ കറി ഉണ്ടാക്കാം, എന്തുകൊണ്ട് ഉണ്ടാക്കാം, എന്തും ഉണ്ടാക്കാം. ഇതിപ്പോ ബിരിയാണി പോട്ടെന്ന് പറയാൻ കാരണം വെച്ചാല് ആപ്റ്റ് ആണ്, ബിരിയാണിക്ക് പറ്റിയൊരു സാധനമാണ്. ഞാൻ വെയിറ്റ് കൂടി നോക്കിയത്. ഇതൊക്കെ ഇൻഡക്ഷനിൽ ഗ്രേറ്റ്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റിംഗ് ഐറ്റം ആയിട്ട് കാണാം നമുക്ക്. ഇവിടെ വന്നാൽ ആദ്യം ആള് സെലക്ട് ഗിഫ്റ്റ് കൊടുക്കാൻ ഇതാണ് സെലക്ട്. ഇതാണ് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ടാണ്, റേറ്റ് വൈസ് കുറവ്. അതെ, റേറ്റും കുറവാണ്. അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന തവ, ഇത് ഒമേഗ സെലക്ട്. ഇത് പഴയ മോഡൽ, ആദ്യത്തെ മോഡൽ, ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയതാ. അതാണ് ഈ ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ സെലക്ട് അങ്ങനെയാണ്. ഇത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഗ്യാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും. ഇത് ഗ്യാസിൽ മാത്രം പറ്റുന്ന മോഡലാണ്. അടിയിൽ ഇത് ബേസ് ഇല്ല, അപ്പോൾ പ്രൈസ് കുറവായിരിക്കും. ഇതിന്റെ പ്രൈസ് കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ ഗ്യാസിൽ അല്ലാത്തത് നമുക്ക് ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. ഒമേഗ തന്നെ ഇത്, ഈ മോഡൽ ഈ ഒമേഗ തന്നെയാണിത്. ബട്ട് ഇതിൻ്റെ ബേസ് ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്, ആ ബേസ് അല്ല. പൊളിച്ചു കഴിഞ്ഞാൽ പണിയാവോ? ഇല്ല. ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഡോട്ട്സ് വരുന്നുണ്ട്. ഇൻഡക്ഷൻ ബേസ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള മാറ്റം അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ നോക്കിയെടുക്കുമ്പോൾ എല്ലാം സെയിം ആണ്. ഇൻഡക്ഷൻ ബേസ് ഉണ്ട്, ഇൻഡക്ഷൻ ബേസ് ഇല്ലാത്തതുണ്ട്. അത് ആലോചിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വീട്ടിൽ ഗ്യാസ് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ അത് എടുക്കുക. നമ്മളിപ്പോ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതും കൂടി ചോദിച്ചറിഞ്ഞിട്ട് പഠിക്കാം. ഞങ്ങളുടെ കണ്ണി കണ്ടത് എല്ലാതും വാരി വെച്ച് മേടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പൊ അതിന്റെ ടിപ്സ് ഒക്കെ ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഇതല്ലാണ്ട് ഇതിപ്പോ ദോശക്ക് ഇത് നമ്മുടെ ബേസിക് ദോശ. ഇത് സംഭവമൊക്കെ മനസ്സിലായി. ഇത് ഗ്രാനൈറ്റ്, ഇതിന് എന്താ കളർ ചെയ്യും? അത് ഞാൻ പറഞ്ഞുതരാം, ഓരോരോ ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലാണ്. അത് കഴിഞ്ഞ് ഇത് വരുന്ന സിറാഗ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ്. സിറാഗ്ലൈഡ് സെറാമിക് കോട്ടിംഗ് ആണ്. ഇത് 3 ലെയർ കോട്ടിംഗ് ഉണ്ട് ഇതിൽ, ഈ ഒമേഗയിൽ. ഇതിൽ സിംഗിൾ ലെയർ കോട്ടിംഗ് ആണ്, ഒരു ലെയർ ഹാർഡ് കോട്ടിംഗ് ആണ്. ഇതാണ് സിറാമിക് വരുന്നത്. ഈ സിറാമിക് തന്നെ മറ്റൊരു കളറിലും വരുന്നുണ്ട്, 2 കളറിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് പാചകം ചെയ്യുമ്പോ ഫുഡിന്റെ ഇല്ല, നമുക്കിപ്പോ ഇത് ദോശ ചൂടാനാണല്ലോ, വേറെ ഒരു പ്രശ്നമില്ല. പണ്ട് നമ്മൾ സിറാമിക് യൂസ് ചെയ്തിരുന്നതല്ലേ ആദ്യകാലത്ത്. അപ്പൊ ബെറ്റർ എന്ന് പറയുമ്പോ ഇത് തന്നെയാണ്. അത് നോൺ സ്റ്റിക്ക് ആണ്, ഇത് നോൺ സ്റ്റിക്ക് തന്നെയാണ്. ബട്ട് ഇത് വന്നിട്ട് കോട്ടിംഗ് ആണ്, 3 ലെയർ. ഇത് വന്നിട്ട് സിറാമിക്കിന്റെ. അപ്പൊ ബെറ്റർ ഇത് തന്നെയല്ലേ? അത് കസ്റ്റമറുടെ ചോയ്സ് ആണ്. ഓക്കെ, ഇത് സിംഗിൾ ലെയർ കോട്ടിംഗ് ആണ്, അത് 3 ലെയർ കോട്ടിംഗ്. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടല്ലേ. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രൈസ് അതിനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും ഇത്. അതെ, ഓക്കെ. അപ്പൊ അതിൽ തന്നെ ഊഹിക്കാം ഇതാണോ അതാണോ എന്നുള്ളത്. ഓക്കെ, ഇതില് എല്ലാ വെറൈറ്റീസും വരുന്നുണ്ട്. ലൈക്ക് കടായി വരുന്നുണ്ട്, പിന്നെ സോസ് പാൻ വരുന്നുണ്ട്, പാൻസ് വരുന്നുണ്ട്. ഇതിന്റെ സെയിം ഒരു ഫുൾ ഇത് അങ്ങനെ രണ്ടിനും വരുന്നുണ്ട്. ഈ ബ്ലൂ കളറിലും ഉണ്ട്, ഇതിലും അവൈലബിൾ ആണ്. 2 ഷെയ്ഡിൽ വരുന്നുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഇതിന്റെ ഗ്രാനൈറ്റാ വരുന്നത്. ഗ്രാനൈറ്റിന്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ലെയർ കോട്ടിംഗ് ആണ്, കുറച്ച് തിക്ക് ബോഡിയുമാണ്. ഓക്കെ, ഇതൊക്കെ ഇൻഡക്ഷനും ഗ്യാസും രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. 5 ലെയർ കോട്ടിംഗ് ആണിത്. പിന്നെ നേരത്തെ പറഞ്ഞ ഡ്യൂറാസ്റ്റോൺ ഉണ്ടല്ലോ, ഡ്യൂറാസ്റ്റോണിന്റെ ദോശ തവയാണിത്. ഇതും 2 യൂസ് ചെയ്യാം അല്ലേ? ഇപ്പൊ ഒരുവിധം മിക്കതും 2 യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പറ്റുന്ന ടൈപ്പാണ് കൂടുതൽ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വന്നിട്ട് കുക്കറിന്റെ അതുപോലെ അനഡൈസ്ഡ് ബോഡിയാണ്. 6 ലെയർ കോട്ടിംഗ് ആണ് വരുന്നത്, 6 ലെയർ കോട്ടിംഗ്. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചമാണ്. നമ്മുടെ പ്രൈസ് കൂടുന്തോറും മെച്ചം കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്തോറും മെച്ചങ്ങളും കൂടും, അങ്ങനല്ലേ. ഇതിൽ പിന്നെ പാൻ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഗ്രാനൈറ്റിലും പാൻ അവൈലബിൾ ആണ്. പിന്നെ ഒരു തിരക്ക് പിടിച്ച് രാവിലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലേ
ഇതൊരു നല്ലൊരു മോഡൽ സാധനമാണ്. ഇത് ഒറ്റയടിക്ക് 3 ദോശ പിള്ളേർക്ക് വേഗം 3 ദോശ ഉണ്ടാക്കാം, പിന്നെ 2 ദോശയുടെ കൂടെ ഒരു ബുൾസൈ ഉണ്ടാക്കണം, അതുണ്ടാക്കാം, ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. പെട്ടെന്ന് പരിപാടി തരും. മറ്റേതാകുമ്പോ ഒരു ദോശ കഴിഞ്ഞാൽ അടുത്ത ദോശയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് അങ്ങനെ വേണ്ട. ഇതാകുമ്പോ പെട്ടെന്ന് പാൻ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് ഇവിടെ തന്നെയല്ലേ? പിന്നെ ഇതിൽ തന്നെ നമുക്ക് സ്ക്വയറിലും വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് പത്തിരിത്തവ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ഇതിൽ മസാല ദോശ, പത്തിരിത്തവ, ഇങ്ങനെ തവയൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ ഏകദേശം നമുക്ക് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അങ്ങനെ ഇത് 1880 ആണ്. ഏകദേശം എക്സ്ചേഞ്ച് വരുന്നത് ഒരു 1200 ആ ഒരു റേഞ്ചിൽ. നല്ല ഡിഫറൻസ് വരുന്നുണ്ട്, എല്ലാത്തിലും റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അത് എന്ത് കൊണ്ടുവന്നാലാണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആ പ്രൈസ് നമുക്ക് എടുത്ത് പറയാത്തത്. ഇത് നമുക്ക് ഇൻഡക്ഷനിൽ അല്ല, ഗ്യാസിൽ മാത്രം. അത് ഡോട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിച്ചു. അപ്പൊ ഡോട്ട് വരുന്നത് രണ്ടിലും യൂസ് ചെയ്യാം. കാരണം ഇത് ഇൻഡക്ഷന്റെ ടോപ്പിനേക്കാളും വലിപ്പം കൂടുതലാണ്. മാറ്റം ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ അതിന്റെ വലിയൊരു സൈസ് ഉണ്ട്, ലാർജ് സൈസ് അവൈലബിൾ ആണ്. ഇത് വലിയ സൈസാണ് ഇതല്ലേ? ഓക്കെ. ഇത് ഗ്യാസിൽ വെക്കണത്. ഇതിന്റെ വലുതും ചെറുതായിട്ടുള്ളത് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാസ്റ്റ് അയണിന്റെ ചപ്പാത്തി തവയാണ്. ഈ കോൺകേവ് ബേസിക്കലി ചപ്പാത്തിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യണമെങ്കിലേ, തവ ഫ്രൈ ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിലിപ്പോ ഫിഷ് സാധാരണ നമ്മൾ അങ്ങനെ പറയില്ലേ, ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതില് നമുക്ക് ദോശ, അത് നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇപ്പൊ 2 എണ്ണം നമുക്കിപ്പോ ഇത് ദോശ തവയാണ്, ഇതിന്റെ തന്നെ ചപ്പാത്തി തവയുണ്ട്. ഇത് അപ്പൊ നമ്മൾ കഴിവതും രണ്ടും രണ്ടിൽ യൂസ് ചെയ്താൽ നല്ലത്. പക്ഷെ കാസ്റ്റ് അയണിൽ വരുമ്പോഴത്തേക്ക് മാക്സിമം യൂസ് ചെയ്യും തോറും അത് പാകപ്പെട്ട് മെച്ചം ഇതായിരിക്കും, കുറച്ചുകൂടി നന്നായി വരും. ഇത് നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുമോ? ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം അതിന്. ഓക്കെ, രണ്ടിലും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നല്ലേ? തവയിൽ തന്നെ ഇത്രയും ഓപ്ഷൻസ്. തവയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. തവ, പാന്, ഇതിലൊക്കെ നമുക്ക് പല ഓപ്ഷൻസ് കൊണ്ട് എല്ലാ പ്രൈസ് റേഞ്ചിലുള്ളതും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബ്രാൻഡഡ് അല്ലാത്തൊരു സാധനം വാങ്ങാൻ പോകുന്ന ആ പ്രൈസിൽ നമുക്ക് ഈ ബ്രാൻഡഡ് പ്രോഡക്റ്റ് 1 ഇയർ വാറണ്ടി അവൈലബിൾ ആണ്. 1 ഇയർ ഇതിന് കിട്ടുന്നത്. ഇതിനൊക്കെ 1 ഇയർ അവൈലബിൾ. ഇതിന് 2 ഇയർ അവൈലബിൾ ആണ്, വാറണ്ടി 2 ഇയേഴ്സ് ആണ്. പിന്നെ ഇതിൻ്റെയാണ് ഞാൻ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ട്രൈപ്ലൈയിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഇതിന്റെ കാണിച്ചിരുന്നില്ല, നമ്മുടെ കുക്കറും ഇതൊക്കെ വരുന്നില്ല, കടായി ഒക്കെ വരുന്നില്ല, അതിന്റെ പാൻ. ഇതും നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാം. ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം, ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാം. ചെറുതാക്കി വെക്കാൻ തോറും മീഡിയം ഫ്ലെയിമിൽ യൂസ് ചെയ്യാം. ഇത് ട്രൈപ്ലൈ ആണ്, 3 ലെയർ ആണ്. ഇതിന്റെ ഹാൻഡിലും ചൂടാവില്ല. ഹാൻഡില് അൺലസ് ഫ്ലെയിം വന്നാൽ മാത്രമേ ചൂടാവുള്ളൂ. ഈ ഒരു ഇതിനകത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ചൂടാവില്ല. ഓക്കെ, ചെറിയ തീയിൽ പാചകം വെക്കാം. അതെ. പിന്നെ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ടൈം യൂസ് ചെയ്യാം. ഇതിൽ പ്രത്യേകിച്ച് കോട്ടിംഗ് ഇല്ല, പിന്നെ ഇത് ഇളകി പോകത്തില്ല. കാരണം ഇതിന്റെ സ്റ്റഡൊക്കെ നല്ല ഹൈഡ്രോളിക് ഫിക്സ് ചെയ്തതാ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മറ്റേ ടൈപ്പ് സ്ക്രൂ അല്ല, അതുകൊണ്ട് തന്നെ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കും ചെയ്യും, കംപ്ലൈന്റ് വരില്ല. അതെ, അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കോട്ടിംഗ് ഇളകാതിരിക്കാനൊരു ഇത് പറഞ്ഞു കൊടുത്തിരുന്നു, ഒരു ടിപ്പ് കൊടുത്തിരുന്നു. ഏകദേശം 1 കൊല്ലായി. അപ്പം ആ ടൈമിൽ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് മാറ്റേണ്ടി വരില്ല. ഒരു 8 വർഷം എന്തായാലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഇപ്പൊ പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് അത് നമുക്ക് ഇരുന്ന് സംസാരിക്കാനുണ്ടെന്നല്ലേ. ഇതൊരു പുതിയ ഒരു ഐറ്റം ആണ് കേട്ടോ, നമ്മൾ മസാല ഡബ്ബ. ഒരു കിച്ചണിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, ഇത് സീ ത്രൂ ആണ്, കാണാൻ പറ്റും, ഗ്ലാസ് ആണ്. പ്രസ്റ്റീജിനും മസാല ഡബ്ബ വന്ന് തുടങ്ങിയില്ലേ? പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സെയിലാണ്, നല്ല മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ? ഇതിന് ഇതാണ് ലിഡ് വരുന്നത്, ഗ്ലാസ് ലിഡാ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക്. പ്രസ്റ്റീജ് അടിപൊളി. 7 വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് കണ്ടത് നമ്മുടെ സാധാരണ ഇഡ്ലി കുക്കർ, 16 ഇഡ്ലി 24 ഇഡ്ലിയുടെ കുക്കർ, നോർമൽ ആയിട്ടുള്ള കുക്കർ വരുന്നത്. പിന്നെ കെറ്റില് ഞാൻ പറഞ്ഞുതരാം, യൂസ് ചെയ്യുന്ന ഒരു ഇത് പറഞ്ഞു. കെറ്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ കുറെ കെറ്റിൽ, അപ്പൊ അത് ഒരുമിച്ച് പറയാം നമുക്ക്. പിന്നെ നമ്മുടെ മിൽക്ക് കുക്കറില്ലേ, മിൽക്ക് കുക്കർ നമ്മളിവിടെ പൊതുവെ ആൾക്കാർ കുറവാണ് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്, വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ആയിരിക്കും ഹീറ്റ് ആവുന്നത്, തിളച്ച് പൊന്തില്ല. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഹീറ്റ് കൊള്ളാത്തതുകൊണ്ടേ നല്ലതായിരിക്കും പാല് നല്ല കുറച്ചുകൂടി ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കുടിക്കുമ്പോൾ. ഇത് 1.5 ലിറ്റർ ആണ്. എത്ര ലിറ്റർ വരെ വരും? 2 ലിറ്റേഴ്സ്. 2 ലിറ്റർ. ഓക്കെ. പിന്നെ മിക്സിയുടെ വലിയൊരു കളക്ഷൻ ഉണ്ട്. എല്ലാ മിക്സി നമുക്ക് ഏകദേശം 20 റേഞ്ച് മിക്സി ഉണ്ട്, 20 ഇതുണ്ട്.
അതിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ്ങും പിന്നെ ഏറ്റവും നല്ല പ്രോഡക്ട്സുമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ. കംപ്ലൈൻസേ ഇല്ല. അങ്ങനത്തെ പ്രോഡക്ട്സ് ഇതിലിപ്പോ പ്രത്യേകത ഒരു എക്സ്ചേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3000 മുതൽ ഉള്ള മിക്സികളുണ്ട് സ്റ്റാർട്ടിങ് ഓക്കെ എക്സ്ചേഞ്ച് വരുമ്പോൾ. ഇതിന്റെ പ്രത്യേകത എത്ര ജാർ വരെ വരും? നമുക്ക് 6 ജാർ വരുന്നുണ്ട് എൻഡൂറ, അത് 1000 വാട്ട്സ് ആണ്. 6 ജാർ വരുന്നുണ്ട്. അതിന്റെ പ്രോ എന്നും പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ജാർസും പിന്നെ ഇതൊക്കെ വരുന്നുണ്ട്, ലൈക്ക് ചോപ്പിങ്ങും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾ ഇൻ വൺ എന്നുള്ള ഓപ്ഷനിലെ ജ്യൂസറും എല്ലാം കൂടി ചേർന്ന് വരുന്നത്. ഈ 6 ജാറിൽ നമുക്ക് ആട്ട നീഡർ ഉണ്ട്, ആട്ട കുഴയ്ക്കാം, പിന്നെ വെജിറ്റബിൾ ചോപ്പ് ചെയ്യാം. വെജിറ്റബിൾ ചോപ്പ് ചെയ്യാനും ആട്ട നീഡർ ഒരു ജാറാണ്. ഇതും ഇതില് നമുക്ക് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ 11 സംതിങ് വരുന്നത് ഇപ്പൊ നമുക്കൊരു 7 ആ റേഞ്ച് വരും. എക്സ്ചേഞ്ച് ഡിപ്പെൻസ് എന്താ കൊണ്ടുവരുന്നത് നോക്കിയിട്ട്. അല്ല ഇത് ഓൾറെഡി നമുക്ക് 7 ഓൾറെഡി ഡിസ്കൗണ്ടിലുള്ളത്. പിന്നെ എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് 7 താഴെ വരുള്ളൂ. 7 താഴേക്ക് അത് എന്താണ് കൊണ്ടുവരുന്നത് അതിനനുസരിച്ചിട്ട് വരുള്ളൂ. ഓക്കെ. അപ്പൊ മിക്സിയിൽ 3500 തൊട്ട് മിക്സീസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് നിങ്ങളുടെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ പറ്റും. പക്ഷേ എക്സ്ചേഞ്ച് പ്രൈസ് കാണാൻ പറ്റില്ല. നോർമൽ MRP പ്രൈസ് ആണ് നമുക്ക് കാണാം. എക്സ്ചേഞ്ച് അറിയണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. അല്ലെ വാട്സാപ്പ് ചെയ്താലും മതി. വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്താൻ പറ്റാത്തവര് കാണാം, വാട്സാപ്പ് ചെയ്താൽ മതി. നിങ്ങൾ വരാൻ പറ്റാത്ത ആളെ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തും. മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മേടിക്കുമ്പം ഇയർ ഓഫ് മാനുഫാക്ചർ ഏതാണെന്ന് അറിയില്ല, പിന്നെ ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. നമ്മളതാകുമ്പോഴത്തേക്ക് ഏറ്റവും നിയറസ്റ്റ് പിൻകോഡ് ഏതാന്ന് നോക്കിയിട്ട് ആ വെയർ ഹൗസിൽ നിന്ന് ഡയറക്റ്റ് കമ്പനി അയച്ചു തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ അവിടെ നിന്ന് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ആ ഒരു പേടിയും തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയും കൂടി ആണല്ലോ. ഇനിയിപ്പോ ഈ കെറ്റിലിന്റെ ഒരു കളക്ഷൻസ് ഒന്നും നമുക്ക് അതിനെ കുറിച്ചൊന്ന് പറയാം. അതിന് മുന്നേ ഇതെന്ത് സംഭവം? നമുക്ക് ഇത് ഗ്ലൗ ഉണ്ട്. പ്രസ്റ്റീജിന് പല റേഞ്ച് ഇതുണ്ട്. ലൈക്ക് ഒന്ന് നമ്മുടെ ഈ കിച്ചൺ അപ്ലയൻസ് ഉണ്ട്, പിന്നെ ക്ലീൻ ഹോം എന്നൊരു ഡിവിഷൻ ഉണ്ട്. ക്ലീൻ ഹോമിൽ വരുന്നതാണ് ഗ്ലൗ, പിന്നെ ബ്രൂംസ്, ക്ലീനിങ് എക്യുപ്മെന്റ്സ്, ഡസ്റ്റ്ബിൻസ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇതിൽ പെടൂല? പ്രസ്റ്റീജിന്റെ മാത്രമേ ഉള്ളൂ ഇവിടെ. പ്രസ്റ്റീജ് അല്ലാത്ത വേറൊരു സംഭവം ഇതിന്റെ ഉള്ളിൽ ഇല്ല. ഇത് നമ്മളെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റർ, ഏറ്റവും കുറഞ്ഞ ഒരു ലൈറ്ററാണ്. പ്രൈസിൽ വില കുറഞ്ഞാണ് കേട്ടോ. 110 രൂപയ്ക്ക് ഒരു നൈഫും ഒരു ലൈറ്ററും കിട്ടുന്നുണ്ട്. നൈഫ് ഫ്രീ ആണെന്നല്ലേ? ഇതിൽ കണ്ടോ? ഇത് എക്സ്ചേഞ്ച് ഇല്ലല്ലോ. എക്സ്ചേഞ്ച് ഇല്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇതിൽ കണ്ടോ, ഇവിടെ എഴുതി വായിച്ചോ, 1 year 110 രൂപയുടെ സാധനം ഒരു കസ്റ്റമർ മേടിച്ചാൽ 1 വർഷം വാറണ്ടി ഉണ്ട്. അതാണ് റേറ്റ് കുറവിനാലും വാറണ്ടി കൊടുക്കുന്നത്. കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ കമ്പനിക്ക് ഇത് വാറണ്ടി ആവശ്യമില്ല എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഗ്യാരണ്ടി. കംപ്ലൈന്റ് വരില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇനി എക്സ്ചേഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ഇല്ല. എക്സ്ചേഞ്ച് ഇതിനില്ല. കാരണം സ്പൂൺസ് ഒക്കെ ഒരു 110, 200, കാരണം വിലയുണ്ട്. 240 രൂപയുടെ സ്പൂണൊക്കെയാണ്. അത് 160, 170, പിന്നെ നിങ്ങൾ 500 വരെ എക്സ്ചേഞ്ച് കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അല്ലേ? അപ്പൊ അത് കാരണം നമ്മൾ അതിൽ എക്സ്ചേഞ്ച് ഇല്ല. നൈഫ് ഉണ്ട്. ഓക്കെ. ക്ലീനിങ് പ്രോഡക്റ്റിന് ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ. ഇനി നമുക്ക് പിന്നെ ഒരു ഇതുള്ളത് നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ ആണ്. ഓക്കെ. ഇലക്ട്രിക് മിൻസറും ചോപ്പറും ഒക്കെ ലുക്ക് നമുക്ക് നോക്കിയാലോ? വെജിറ്റബിൾ ചോപ്പറിന്റെ ഇതിനെ കുറിച്ച് എന്താ പറയാ? വെജിറ്റബിൾ ചോപ്പർ ആണ്, ഇലക്ട്രിക് വെജിറ്റബിൾ ചോപ്പർ ആണ്. അതിന്റെ കൂടെ നമുക്ക് വിസ്കറും ഇതെല്ലാം ഫ്രീ ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ എഗ് ബീറ്റർ ഉണ്ട്, ഇതെല്ലാം അതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. 1-2 പീസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഈ വലിയ വലിയ കമ്പനീസ് ഒക്കെ ഇല്ലേ, അവർ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വന്ന് 1500 പീസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഈ അടുത്ത് നമ്മൾ കൊടുത്തതാണ് ഇത്. ഇങ്ങനെ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ. അപ്പൊ കമ്പനിയിലൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ ബൾക്ക് ഓർഡർ ആയിട്ട് നമ്മൾ അതും സ്വീകരിക്കും. ഹോൾസെയിലിനേക്കാളും റേറ്റ് കുറവായിരിക്കും. കമ്പനി ഡയറക്റ്റ് ആയിട്ട് ബില്ലിംഗ് ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് വളരെ വില കുറച്ചിട്ട് ഒന്നുകൂടി റേറ്റ് കുറയും. ഒന്നുകൂടി നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ല പ്രൈസ്. അപ്പൊ ഏകദേശം റേറ്റ് ഒന്ന് അറിയാൻ ഇപ്പൊ ഒരു 2995 ആണ്. ഇപ്പൊ നമ്മള് ഈ കസ്റ്റമറിന്റെ എക്സ്ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് 2000 ആ റേഞ്ചാ വരുന്നത്. അതിനും താഴെ 2000 താഴെ വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് സെയിൽ വരുന്ന സമയത്ത് ഒത്തിരി റേറ്റ് പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ പിന്നെയും റേറ്റിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 10 പീസ് തൊട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. 10 പീസ് തൊട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതും അല്ല, ഇത് നമുക്ക് വന്നിട്ട് ഒരു ന്യൂട്രിഫയർ മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. നമുക്ക് ഒരു സിംഗിൾ ആൾക്ക് പറ്റിയത്, അതായത് ജ്യൂസ് അടിക്കാനും പിന്നെ നമ്മുടെ ചോപ്പ് ചെയ്യാനും പിന്നെ ഇതില്ലേ മസാല ഒക്കെ അതിന് പറ്റിയ പൊടിക്കാനൊക്കെ ഉള്ളതാണ്. അതെ, ഒരാൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഉള്ളൊരു സംഭവം. ഇത് ഇലക്ട്രിക് ആണ്, ബാറ്ററി അല്ല, ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് ബാറ്ററി അല്ലാതെ അതെടുത്ത് മെൻഷൻ ചെയ്യേണ്ടി വരും. ചിലർ വിചാരിക്കും ഇത് ബാറ്ററി ഓടണം അങ്ങനത്തെയും സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത്. ഓക്കെ.
ഇനി നമുക്ക് ഒരു മിക്സിയിൽ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ടിപ്പ് പോലെ ഒരു സംഭവം. അപ്പം നമ്മുടെ ഒരു മിക്സി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതിൽ വിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വിപ്പ് വിപ്പ് അല്ലെങ്കിൽ പൾസ്. ഓക്കെ, അത് അടുത്ത് വന്നാലേ ഈ വിപ്പ് എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാ ഇവിടെ ഈ വിപ്പ് സാധാരണ എല്ലാ മിക്സിയിലില്ല. എല്ലാ മിക്സിയിലും ഉണ്ട്. ഒന്നിക്ക് വിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ പൾസ് എന്നായിരിക്കും അറിയുന്നത്. ഓക്കെ. അപ്പൊ യൂസ് ചെയ്യാറുണ്ടോ? വിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ നമുക്ക് പൾസ് എന്നാണ് പൾസ് യൂസ് ചെയ്യാറുണ്ടോ? പെട്ടെന്ന്. അതായത് ഈ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനം പൊടിക്കാൻ പോവാണ്. അപ്പം ഈ വിപ്പിടാണ്ട് നമ്മൾ 1, 2, 3 ഇട്ട് പൊടിച്ചോണ്ടിരിക്കുക. അതിനൊരു 5 മിനിറ്റ് പിടിക്കുന്നു വെച്ചോളൂ. ബട്ട് നമ്മൾ ആ സാധനം ഓഫിൽ നിന്ന് ആദ്യം വിപ്പിലേക്ക് ഒരു 3-4 പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ ഹൈ സ്ട്രെങ്ത് ആയിരിക്കും. പെട്ടെന്ന് അതിന് ആ ടോർക്ക് കൂടുതലാണ്. അത് നല്ലപോലെ ചതച്ച് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേരെ പകുതി സമയം മതി പൊടിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പം അതുകൊണ്ട് വിപ്പ് യൂസ് ചെയ്യാം മാക്സിമം. ഓക്കെ. സാധാരണ പണ്ടത്തെ മിക്സിയിലൊക്കെ ഈ താഴത്തായിരിക്കും ഒരു ബട്ടൺ. അല്ല, അത് വേറെയാണ്. ഓവർലോഡ് ഓവർലോഡാണ്. അത് ഇതിനുണ്ട്. അത് ഓവർലോഡാണ്. അതായത് മിക്സിയുടെ ജാറിൽ ലോഡ് കൂടി കഴിഞ്ഞു, ഓവറായിട്ട് ലോഡ് വന്നു, അതങ്ങ് കട്ടാവും. അത് പിന്നെ ഇതിൽ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റീയൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ പറയാനുള്ള കാര്യം. ഓക്കെ. മിക്സിയിൽ അപ്പൊ എല്ലാ മിക്സിയിലും ആ ഒരു സംഭവം ഉണ്ട്. എല്ലാ മിക്സിക്കും ഉണ്ട്. അത് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ പോയി നോക്കട്ടെ ഇനി പൾസാണോ വിപ്പാണോ. അല്ല, പൾസും വിപ്പും 2 പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. പൾസ് എന്നാണ് എന്റെ ഓർമ്മയിൽ എഴുതി വെച്ചിരിക്കണത്. എന്തായാലും നോക്കാം നമുക്ക്. പണ്ടൊക്കെ ഒരു സ്പൂൺ വെച്ച് നമ്മളെ ഈ ഇങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ജാറിന്റെ ഡിസൈൻ ഒക്കെ മാറിയിട്ടുണ്ട്. ഇതുപോലെ കട്ടിങ് വന്നിട്ടുണ്ട്. അവിടെ പൊടി എത്തുമ്പോ അല്ലെങ്കിൽ മാവ് എത്തുമ്പോഴോ അത് താഴോട്ട് നടുക്കോട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ച് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഓക്കെ. ഇനി തീരുന്നില്ല ഇവിടെ, കാരണം 1000+ പ്രോഡക്ട്സ് ഉണ്ട്. എന്നാലും നമുക്ക് പറ്റുന്നത് നമ്മൾ കാണിക്കാം. എന്തായാലും ഇവിടുന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് പോവാം. അത് സാൻഡ്വിച്ച് മേക്കർ ആണ്. നോർമൽ നമുക്ക് എല്ലായിടത്തും ഉള്ളത് തന്നെ. ഇതിനൊക്കെ എത്ര ഡിസൈൻസ് വരും? ഇത് നമുക്കൊരു 6-7 ടൈപ്പ് ഉണ്ട്. ഒരു 1350 റേഞ്ചിൽ വരും. അതിന് താഴെ എക്സ്ചേഞ്ച് കുറയും, പിന്നെയും കുറയും. എക്സ്ചേഞ്ച് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു സമയത്ത് അത് ബെനിഫിറ്റ് മുതലാക്കി എടുത്തോ അല്ലേ? ഇനി കെറ്റിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്തൊക്കെ പറയാം? ഇതൊരു 0.7 ലിറ്റേഴ്സിന്റെ കെറ്റിലാണ്. ഇതൊരു 1795 രൂപയാണ് വില. ഒരു 1140 നമ്മൾ സെല്ലിങ് ചെയ്യുന്നത്. ഇതപ്പോ എത്ര ഡിസൈനർ 0.7 ലിറ്റർ 700 ml. ഓക്കെ. അത് 1.5 ലിറ്റർ ആണ്. 1445 വില. 700 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഇതൊരു ഇതിനെ കുറിച്ച് പറഞ്ഞോ. ഇതിന് കളറിന് വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, ഇത് ഒരു നോർമൽ സ്റ്റീൽ ബോഡിയാണ്. ഇത് അതിന്റെ മേളിൽ കോട്ടിംഗ് ഉള്ളതാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഉള്ളില് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്. ഉള്ളില് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഇനി കുറെ പേരൊരു സംശയമുണ്ട്, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ളില് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ടിപ്പായിട്ട് പറയാലോ പിന്നീട് ഇരുന്നിട്ട്. ഇതൊരു ഡിജിറ്റൽ കെറ്റിലാണ് കേട്ടോ. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്പറും ഇതും വരും. കാണണോ? യെസ്, അതെന്തായാലും കാണേണ്ടി വരുമല്ലോ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ഇപ്പൊ ഒന്നും കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ ഇതെന്താ സംഭവം. വന്നോ? യെസ്. ഓ, കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ നമുക്ക്? ഇതാ ഇപ്പൊ നമ്പേഴ്സ് വന്നു. ഓ, ടച്ചാണല്ലേ? ഐഫോൺ വന്നൂല ഈ കാലത്ത്. ഇനി ഇതില്ലെങ്കിലാണ് അതിശയമുള്ളൂ അല്ലേ? അപ്പൊ ഇതിലപ്പം എങ്ങനെ നമുക്ക് നോർമൽ കെറ്റിൽ പോലെ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. അത്രേ ഉള്ളൂ വ്യത്യാസമുള്ളൂ അല്ലേ? ഇതൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ്. സാധാരണ നമ്മൾ പറയുന്നത് ഡിജിറ്റൽ പെട്ടെന്ന് കംപ്ലൈന്റ്, മറ്റത് നമ്മള് ഡിജിറ്റലിലേക്ക് വരാൻ ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഡിജിറ്റൽ ആണല്ലോ. ഇപ്പൊ ആർക്കും വലിയ എല്ലാരും വരെ ടച്ചായി. പിന്നെ ഇതിന് ടച്ച് ആവാത്തത് ബുദ്ധിമുട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ സംശയമില്ല. ഇത് എത്ര ലിറ്ററിന്റെ വരുന്നത്? ഇത് 1.5 ലിറ്റേഴ്സ് ആണ്. 1.5. ഓക്കെ. ഇനി അതിലും ഇപ്പൊ ഡിജിറ്റൽ എന്ന് ചോദിച്ചില്ലേ, അതിലും കുറച്ചും കൂടി ഒരു എന്താ പറയാ നെക്സ്റ്റ് ജെൻ ഇതാണിത്. ഇത് ഇറങ്ങിയിട്ട് 4-5 വർഷമായി കേട്ടോ. ഇതിന്റെ പ്രത്യേകത IoT ആണിത്. ഇന്റർനെറ്റ് ഓപ്പറേറ്റഡാ. വൈഫൈ വേണം. വൈഫൈ ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. മൊബൈൽ നെറ്റ് വെച്ചിട്ട് അല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നോർമലി മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. വൈഫൈ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം, ഇല്ലാത്തപ്പോഴും യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ആപ്പ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വയ്ക്കുക. രാവിലെ നമുക്ക് ഓൺ ആവണമെങ്കിൽ മൊബൈൽ ആപ്പിൽ നമ്മൾ ടൈം കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. വൈഫൈ ഉണ്ടാവണം.
കറണ്ടും ഉണ്ടാവണം. എന്നിട്ട് അത് കഴിഞ്ഞ അത്യാവശ്യത്തിന് നേരമാകുമ്പോ അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ സംഭവം ചൂടായിരിക്കും. ഇനി നിങ്ങൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയത്ത് ചൂടുവെള്ളം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാലം പോയ പോക്കേ. അതെ. ഇത് 1.8 ലിറ്റർ ആണ്. ഇത് നോർമൽ നമുക്ക് ഈ കെറ്റിലൊക്കെ എത്ര വരെ വരുന്നുണ്ട്? 2 ലിറ്റർ വരെ ഉണ്ടോ അല്ലെങ്കിൽ 1.8 ലിറ്റർ ആണ് ലാസ്റ്റ് വരുന്നത്? ഇത് നമുക്ക് ഇപ്പൊ 1.8 ആൻഡ് 2 ലിറ്റേഴ്സ് വരെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി യൂസ് ചെയ്യുമ്പോൾ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിൽ കണ്ടോ, നോർമൽ കെറ്റില. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഒരു കെറ്റില. ഇതിനകത്ത് മിനിമവും മാക്സിമവും കണ്ടോ? മിനിമം മാക്സിമം ഉണ്ട്, മിനിമം മാക്സിമം ഉണ്ട്. ആ മാക്സിമം ലെവലിൽ വരെ വെള്ളം വെക്കുക. മാക്സിമം ലെവലിൽ മുകളിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഓവർഫ്ലോ ചെയ്തിട്ട് ഈ സ്വിച്ചിൽ പോകും. അപ്പോൾ സ്വിച്ച് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. പിന്നെയോ അത് താഴെ വന്നിട്ട് നമ്മൾ തെർമോസ്റ്റാറ്റിൽ വെള്ളം കയറി അത് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ലെവലിൽ തന്നെ വെക്കുക. എന്നിട്ട് കുറ്റം എന്താ പ്രസ്റ്റീജിന്റെ ഏത് ഏതായാലും കംപ്ലൈന്റ് എന്നാ പറയുള്ളൂ, നമ്മൾ ചെയ്ത കുറ്റങ്ങൾ പറയില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം വെള്ളം ഹീറ്റായി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി. നിങ്ങൾ ഇതിനെ ഫുൾ വെള്ളം എടുത്തു ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിക്കുമല്ലോ, അതൊരു 20 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? ഇത് ഹീറ്റ് ആകുമ്പോൾ തെർമോസ്റ്റാറ്റ് നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിവിടെ സ്റ്റക്ക് അങ്ങനെ നിൽക്കും. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ലൈഫ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത 15 to 20 മിനിറ്റ്സ് അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിയുമ്പോൾ പെട്ടെന്ന് വെള്ളം ചൂടാക്കരുതെന്ന്. ചൂടാക്കുന്നതിന് കുഴപ്പമില്ല. പച്ചവെള്ളം, അതായത് ഇതിനകത്ത് ചൂടുവെള്ളം തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഈ ചൂടായ വെള്ളം മാറ്റി ഒഴിച്ചു ഉടനെ തന്നെ പച്ചവെള്ളം ഒഴിക്കരുത്. എന്നുവെച്ചാൽ ചൂടുവെള്ളം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പിന്നെ പച്ചവെള്ളം ഒരു 10 to 15 മിനിറ്റ്സ് ഗ്യാപ്പ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ കുറച്ചുകൂടി ലൈഫ് കിട്ടും. ചാൻസ് ഉണ്ട്. അതിപ്പോ ഏത് കെറ്റിലായാലും ഏത് ബ്രാൻഡായാലും. ഓക്കെ. അതാ. അപ്പൊ ഇതൊക്കെയാണ് കഴിയുന്നില്ല ഇവിടെ. ആക്ച്വലി വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഫ്ലാസ്കുകളുണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ എല്ലാം കാണിച്ചു വരുമ്പോഴേക്കും ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. സ്ഥലം ഞാൻ പറഞ്ഞില്ല, വായിച്ചു നോക്കിയേ. അല്ലേ, അതെങ്ങനെയാ? ടർക്കി, മെയ്ഡ് ഇൻ ടർക്കിയാണ്. നമ്മുടെ കമ്പനി അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രസ്റ്റീജിന് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്. ഓക്കെ. അപ്പോൾ പ്രസ്റ്റീജ് ശരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. നമ്മുടെ അധിക പ്രോഡക്ട്സ് ആണ്. 1-2 പ്രോഡക്ട്സ് ഇതുപോലെ ഉണ്ട്. യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന 2 പ്രോഡക്ട്സ് ഉണ്ട് വേറെ. പ്രസ്റ്റീജിനും ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് നമ്മൾ ഒത്തിരി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് പോകുന്നുണ്ട്. ഓക്കെ. കൂട്ടത്തിൽ ചെറിയ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് കൂട്ടത്തിൽ വരുന്നൊരു അങ്ങനെയല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ആയി, കസ്റ്റമേഴ്സ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓഫേഴ്സ് പറഞ്ഞിട്ടൊന്ന് നമുക്ക് ടിപ്സുകൾ പറയണല്ലേ? ആയിക്കോട്ടെ. സാൻഡ്വിച്ച് മേക്കർ കഴിഞ്ഞു, ഇനിയിപ്പം ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്. ഇവിടെ ബീറ്റർ ഉണ്ട്, എഗ് ടോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് ഇരുന്നിട്ട് ടിപ്പുകൾ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ടിപ്പുകൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കാനുള്ളതാണ്. ടിപ്പെന്ന് മാത്രമല്ല, നമ്മളൊരു സാധനം വാങ്ങുമ്പോഴത്തേക്ക് പല സാധനം യൂസ് ചെയ്യുമ്പം എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എനിക്കിത് അറിയാമെന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനല്ല, നമ്മൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കേണ്ട, അത്യാവശ്യമുള്ള സാധനങ്ങൾ അത് എങ്ങനെ മേടിക്കണം, ഏത് മേടിക്കണം, അത് നമുക്ക് എന്തായാലും ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കാം. നമ്മുടെ കോട്ടിങ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ടിപ്പ് പറഞ്ഞിരുന്നല്ലോ, കോട്ടിങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു പാത്രം വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വാഷ് ചെയ്തങ്ങ് യൂസ് ചെയ്യുന്നത്. അപ്പം സീസൺ ചെയ്യുക എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും സീസണിങ് അറിയാം, എന്നാലും ഒന്ന് പറയാണ്. നമ്മൾ ഫസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്തിട്ട് നല്ലപോലെ ഡ്രൈ ആക്കാൻ വയ്ക്കുക. ഡ്രൈ ആയതിന് ശേഷം ഇതിന് ഓയിൽ തേക്കുക. ഏത് എഡിബിൾ ഓയിലായാലും പ്രശ്നമില്ല. വെളിച്ചെണ്ണയെന്നോ വീട്ടിലെന്ത് യൂസ് ചെയ്യുന്ന അത് തേക്കുക. ഈ വക്ക് കണ്ടില്ലേ, ഈ വക്കിൽ തേക്കുക. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ലപോലെ തേക്കുക. അകത്ത് ഒലിക്കുന്ന രീതിയിൽ എണ്ണ ഉണ്ടാവണം, ഒലിക്കണം. എന്നിട്ട് നമ്മുടെ ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും മിനിമം സിമ്മിൽ വയ്ക്കുക. മീഡിയത്തിൽ പോലും വേണ്ട, ഏറ്റവും മിനിമം സിമ്മിൽ ഓൺ ചെയ്ത് വയ്ക്കുക. നല്ലോണം ഒന്ന് ചൂടായെന്ന് കണ്ടപ്പോൾ ഡ്രൈ ആയിട്ട് ഇതൊന്ന് പുകയൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഓഫ് ചെയ്യുക. സ്വാഭാവികമായിട്ട് തണിയാൻ വിടുക. തണിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ കോട്ടിങ് ഇതിൻ്റെ മുകളിൽ കിടന്നോളൂ. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ചൂടോടെ, പാത്രം ചൂടോടെ വെള്ളത്തിൽ കാണിക്കരുത്. നമ്മളെ സമയം തിരക്ക് എല്ലാം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ചൂടോടുകൂടി ഇതിനെ വെള്ളത്തിൽ കാണിക്കരുത്. ഞാനിത് ചിരിക്കണമെന്ന് വെച്ചാൽ എല്ലാ വീട്ടമ്മമാരുടെ പ്രശ്നം അതാണ്. വീട്ടമ്മമാരെ എനിക്ക് ആണുങ്ങളാണ് കൂടുതൽ കിച്ചൺ കയറുമ്പോൾ. അല്ല, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈവൻ ഞാൻ വരെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടിപ്പൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ട് ഇപ്പോഴും നമുക്ക് ആ ഒരു
രാവിലത്തെ സമയം എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ സമയം എന്ന് പറയുമ്പോൾ തിരക്കുള്ള സമയം. വെള്ളത്തിൽ കാണിച്ചിട്ട് പെട്ടെന്ന് അടുത്ത പരിപാടി, അതാണ് നമ്മുടെ. ഞങ്ങളിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ 1 വർഷം കൂടി എക്സ്ട്രാ ലൈഫ് കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഒരു സെയിൽ പോകുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കൊരു ലൈഫ് 1 ഇയർ കൂടെ കിട്ടിക്കോട്ടെ എന്നുള്ളതിലാണ്. അപ്പൊ മെയിനായിട്ട് ഡയറക്റ്റ് പൈപ്പിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കാണിക്കരുത്. അതുപോലെ മെറ്റൽ സ്ക്രബ് ഒരിക്കലും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതിനൊക്കെ നോർമൽ സോഫ്റ്റ് സ്പോഞ്ചസ് യൂസ് ചെയ്താൽ മതി. പിന്നെ കഴിവതും അന്നന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കുക. അന്നന്ന് മീൻസ് ഉപയോഗം കഴിഞ്ഞ് തണിഞ്ഞ ഉടനെ തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മളൊരു ദോശത്തവ എടുക്കുക. ദോശത്തവ എടുത്തു കഴിഞ്ഞാൽ ദോശത്തവയുടെ ദോശ ചുട്ടതിൻ്റെ വെളിഭാഗം കംപ്ലീറ്റ് കരി പിടിച്ചിട്ടുണ്ടാവും മേളിൽ, ഓയിലും ഇതൊക്കെ ആയിട്ട്. അത് ഡേ 1 തൊട്ട് ക്ലീൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ താഴെ നിന്നുള്ള ഹീറ്റ് മേളിൽ കയറും. കാരണം അത് ഓയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെയും കാർബൺ ഡെപ്പോസിറ്റ് വന്നല്ലോ. അത് ഹീറ്റായി തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ഓബ്വിയസ്ലി ഈ കോട്ടിങ്ങും കത്താൻ തുടങ്ങും. അങ്ങനെയാണ് കോട്ടിങ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ കഴുകി അവിടെ മാറ്റി വയ്ക്കുക. അതവിടെ അന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡ് ഫുൾ അക്യുമുലേറ്റ് ചെയ്യും. പിന്നെ ഹീറ്റ് ആവുന്ന സമയത്ത് ഈ കോട്ടിങ്ങാണ് തീ ചൂടാവുന്നത്. അപ്പോൾ കോട്ടിങ് നോർമൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ക്ലീനിങ് ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലൈഫ് കിട്ടണമെങ്കിൽ. ഒരു ഓപ്ഷൻ ചോദിക്കാണ്, വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതൊക്കെ പോകാൻ പറ്റുന്നതാണെങ്കിൽ പോകുന്നത് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഡിറ്റർജൻസ്, അതായത് പാത്രം കഴുകുന്ന ഡിറ്റർജൻസ് ഒക്കെ നല്ല ഡിറ്റർജൻസ്, ക്വാളിറ്റി ഡിറ്റർജൻസ് അവൈലബിൾ ആണ്. അത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോകും. പക്ഷെ അത് അക്യുമുലേറ്റ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അത് പിന്നെ കൂടത്തേ ഉള്ളൂ. ഒരു കാർബൺ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പീൽ ഓഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതിന് മുന്നേ നമുക്ക് നോക്കണം. ഇത് നമ്മൾ വെറുതെ 500 രൂപയുടെ സാധനം ആയാലും ശരി, ഒരു 5000 രൂപയുടെ സാധനം ആയാലും ശരി, വാങ്ങുമ്പോൾ ഇത് ഇതുപോലെ ചെയ്താൽ ലൈഫ് ടൈം കിടന്നോളൂ. ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളം അത് കിട്ടും. അപ്പോൾ അപ്പച്ചട്ടിയൊക്കെ നമ്മുടെ ഒരുപാട് ബ്രാൻഡ്, അതായത് ഹോട്ടൽസ് കൊണ്ടുപോകുന്നുണ്ട്. എത്രയോ കാലമായിട്ട് യൂസ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഇളക്കൽ പോലും കോട്ടിങ് പോയിട്ടില്ല. അത് ബേസിക് കോട്ടിംഗ് ആണ് നമ്മൾ അപ്പച്ചട്ടി. ഇതൊക്കെ 6 ലെയർ കോട്ടിംഗ്, അത് ബേസിക് കോട്ടിംഗ് ആണ്. അത് എത്രയോ വർഷങ്ങളായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ ഈ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ ഇന്ത്യ വിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പാത്രങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അത് ഒരുപാട് ഇപ്പോൾ കുട്ടികൾ പോകുന്നുണ്ട്. ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകണത് തന്നെയല്ല, അല്ലാണ്ട് നമുക്കിപ്പോൾ ലെസ് ലഗേജ് എന്നല്ല നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പാത്രങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. ഈ എല്ലാ വെസൽസ് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്താ ഓപ്ഷൻ? നമുക്ക് അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ലൈക്ക് ഈ ഫ്ലിപ്പോണിൻ്റെ കുക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ. അതായത് നമുക്ക് കുക്ക് ചെയ്യാനും പിന്നെ കുക്കറായിട്ടും കുക്ക് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വെച്ചിട്ട് പോവാം. പാത്രം 2-3 വാങ്ങിയാൽ കഴുകി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പല ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഈ കുട്ടികൾ പോകുമ്പം ഒരാൾ പോവുകയാണെങ്കിൽ അവർക്ക് ഈ കുക്കറിൻ്റെ സൈസൊന്നും അറിയില്ല. അവർ ഈ 1.5 ലിറ്ററിൻ്റെ കുക്കറൊക്കെയാണ്. ചില കുട്ടികൾ 1.5 ലിറ്ററിൻ്റെ കുക്കർ വേണം എന്ന് പറയും. ഒരാളേ ഉള്ളൂ എന്ന് പറയും. അപ്പം ഒന്ന് വീട്ടിൽ കൺസൾട്ട് ചെയ്യുമ്പോഴും ശരി, ഒരാളുടെ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറയാറുണ്ട്, 2 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയം ലാഭിക്കാമല്ലോ. 2 നേരം ഉണ്ടാക്കണ്ടല്ലോ. ഒരു 3 ലിറ്ററിൻ്റെങ്കിലും ഒരു കുക്കർ മിനിമം മേടിക്കണം. പക്ഷെ എന്നാലും ഇത് ചില കുട്ടികൾ പറഞ്ഞാൽ വേണ്ട 1.5 തന്നെ മതി, അല്ല 2. നമുക്ക് മേടിച്ച് കൊണ്ടുപോയാൽ നമുക്കാണ് സങ്കടം വരുന്നത്. കാരണം കൊണ്ടുപോയത് വെറുതെ ആയി പോകുമല്ലോ. ഒരു നേരത്തെ ഒരു ഭക്ഷണം വെക്കാൻ ഒരു 3 ലിറ്ററെങ്കിലും എപ്പോഴും വേണം. നിങ്ങൾ ഈ 3 ലിറ്റർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അവര് നമുക്ക് സങ്കടം വരും ആലോചിക്കുമ്പോഴേ. ഈ 1.5-2 കൊണ്ടിട്ടൊരു കാര്യമില്ല. 2 നേരത്തെ പാചകം ചെയ്യാൻ ഒരു മിനിമം ഒരു 3 ലിറ്റർ വേണം. ഫ്ലിപ്പോൺ മാത്രമല്ല, നോർമൽ കുക്കർ എടുക്കേണ്ട ആൾക്ക് അത് എടുക്കാം. പിന്നെ നമ്മൾ വെയിങ് മെഷീൻ ഉണ്ട്. നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് പറയും ഇത് ഇത്ര കിലോ ആയി. പിന്നെ നമ്മളെ സജഷൻ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കൊണ്ടുപോയ സാധനം ആരും തിരിച്ചു കൊണ്ടിരില്ല. അലുമിനിയം കുക്കേഴ്സ് വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം, വെയിറ്റ് കുറവുള്ളത്. പിന്നെ ഫ്ലിപ്പോൺ വേണമെങ്കിൽ ഫ്ലിപ്പോൺ എടുക്കാം. 3 പാത്രത്തിന് ഒരു പാത്രമായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ സജഷൻ കൊടുക്കാറുണ്ട്, ഒരുപാട് സജഷൻസ് കൊടുക്കാറുണ്ട്. പലരും സജഷനൊക്കെ കൊടുക്കാം. പാത്രം എന്നുവെച്ചാൽ വെസൽസ് ഒക്കെ മേടിച്ച് പോകാം. പക്ഷേ ഈ കല്യാണം കഴിക്കാൻ പോണ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താ വെസൽ, എന്താ ഫ്രൈ പാൻ, എന്താ കടായിന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. എന്താ അതിനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ആണ്? നമ്മളിപ്പോൾ ഒരു പുതിയൊരു നെക്സ്റ്റ് ഒരു മന്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നൊരു പരിപാടിയാണ്. ഈ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ വിദേശത്ത് പോകുന്ന കുട്ടികൾക്കും പെട്ടെന്ന്, അതായത് ഒരു ക്രാഷ് കോഴ്സ് 4 ദിവസം കൊണ്ട് പാചകം പഠിക്കാൻ പറ്റുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1-2 കുട്ടികൾ ഓൾറെഡി കഴിഞ്ഞു, ഭയങ്കര ഹാപ്പിയാണ്. അത് വേറൊരു മാഡമാണ് അത് ട്രെയിൻ ചെയ്യുന്നത്. പുള്ളിക്കാരി ഒരു നല്ലൊരു ഷെഫാണ്. ഒരു 500 ആളുടെ ഫുഡ് വരെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ്. വെറുതെ ആവില്ല, 4 ദിവസം വെറുതെ ആവില്ല. ഞങ്ങളുടെ നിന്ന് കുറച്ച് വെസൽസ് നമ്മൾ പറയുന്നതൊക്കെ എടുത്തു കഴിഞ്ഞ്
പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഓക്കെ. അവർ 4 days കൊണ്ട് അല്ല ഞാൻ ചോദിക്കാം, അപ്പൊ ഈ 4 daysന്റെ നമുക്ക് എങ്ങനെയാ പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അത് അവരായിട്ട് അത് അവരായിട്ടാണ് നമ്മൾ ഞങ്ങളൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ചോറും കഞ്ഞിയും ഒക്കെ അല്ലല്ലോ പഠിക്കുന്നത്. ചില ആൾക്കാർക്ക് വേറെ ചില പഠിക്കാറുണ്ട്. അപ്പം അത് അവർക്ക് വാങ്ങാനുള്ള എക്സ്പെൻസും പഠിപ്പിക്കുന്നത് അതൊക്കെ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ നമ്മളുമായിട്ട് നമ്മുടെ ഈ സ്റ്റോറുമായിട്ട് അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം. അവര് പറയും നിങ്ങൾ ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് എന്തൊക്കെയാണ് വെസൽസ് വേണ്ടുന്നത്, ഈ ഒരു കാര്യം ചെയ്യാൻ ഏത് ഡിഷ് ഉണ്ടാക്കണം, എന്ത് വെസൽ വേണം, മൾട്ടിപ്പിൾ യൂസിനുള്ള ഡിഷസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏത് വെസലാണ് എടുക്കേണ്ടത്, അതൊക്കെ അവർ പറഞ്ഞു തരും. അവരും അതുപോലെ ഇതുപോലെ നമ്മളെ പോലെ ഇങ്ങനെ പാത്രം പിടിപ്പിക്കുക എന്നുള്ള ഇതുള്ള ഒരു ലേഡി അല്ല അവർ. മാഡവും അത്യാവശ്യം എന്താണ് വളരെ നോമിനലായിട്ട് എന്തൊക്കെയാണ് ഒരു വീട്ടിൽ അത്യാവശ്യം, ഒരു 3 ലിറ്റർ കുക്കർ, 5 ലിറ്റർ കുക്കർ, ഇങ്ങനെ ആ ഒരു ഇതിൽ പോകുന്നതാണ്. നല്ലപോലെ പഠിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ. ഇനി ഇപ്പം നമ്മൾ ഈ ഒരെണ്ണം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണതിനെ കുറിച്ച് ഇപ്പം നമ്മൾ ഈ ഒരെണ്ണം എടുക്കണതും ഒരു 10-20 എണ്ണം എടുക്കണതിനും തമ്മിലുള്ള റേറ്റ് വ്യത്യാസം? അതായത് നമുക്കൊരു കോർപ്പറേറ്റ് ഓർഡേഴ്സ് വരാറുണ്ട് പല കമ്പനീസും. ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞതിൽ ഒരുപാട് കമ്പനികൾ നമുക്ക് കോർപ്പറേറ്റ് ഓർഡർ ചെറുത് തൊട്ട് വലിയ വലിയ കമ്പനികൾ വരെ വരാറുണ്ട്. അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ് ബില്ല് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വേറെ മീഡിയേറ്റർ ഒന്നും ഇല്ല, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബില്ല് ചെയ്ത് കൊടുക്കും. വളരെ നോമിനൽ പ്രൈസ് ആയിരിക്കും. റേറ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഭയങ്കര വ്യത്യാസമായിരിക്കും. കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങൾക്കും പിന്നെ നമ്മുടെ എന്താ പറയുക ഒത്തിരി സോഫ്റ്റ്വെയർ കമ്പനീസിനും അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒരു കമ്പനിയിൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഇയർലി ഗിഫ്റ്റിംഗോ ഒക്കെ വെക്കുകയാണെങ്കിൽ അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 10 പീസ് ഉണ്ടെങ്കിൽ ഒരു വാല്യൂ ഉള്ളൊരു ഐറ്റമാണ്. ഇപ്പം ഒരു 10 വാട്ടർ ബോട്ടിൽ വേണം ഞങ്ങൾക്ക് അവിടെ ഡെലിവറി തരണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഒത്തിരി കുറവായിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക ചെന്നൈയിലൊരു ഓർഡർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ അവിടെ ഡെലിവറി കൊടുക്കും. നല്ല വർത്തുള്ള ഇതാണെങ്കിൽ ഡെലിവറി അവിടെ അവരുടെ പറയുന്ന സ്ഥലത്ത് ലൊക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് ഓർഡർ എടുത്താലും കമ്പനി അവിടെ ഡെലിവറി കൊടുക്കും. ഓക്കെ. ഇനി നമ്മുടെ ഈ ഓഫറിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഈ ഓഫർ എന്ന് പറയുന്നത് നമുക്ക് എത്ര ദിവസത്തേക്ക് ഉണ്ട്, അത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ഒന്ന് കൊടുത്തത്? April 16th എല്ലാ ഇയറും April 16th ആകുമ്പം എന്തും ഏതിനോടും എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. April 16th തൊട്ട് ജൂൺ ലാസ്റ്റ് വരെയാണ്. പിന്നെ സെയിൽ നല്ല ഇതുണ്ട്. കസ്റ്റമേഴ്സിന് തിരക്ക് കൂടുതലാണ്. ചില എക്സ്ചേഞ്ച് ചെയ്യാൻ ഇപ്പം ഓൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ചിലപ്പം ചില കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ചില പർട്ടിക്കുലർ സ്റ്റൗവോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫാസ്റ്റ് മൂവിങ് അല്ലാത്തൊരു ഐറ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഹൗസിൽ നിന്ന് വരേണ്ട ഒരു ടൈം എടുക്കും. അപ്പോൾ June 30th വരെ ഉണ്ട് ഇത് ഓഫറുണ്ട്. ബുക്ക് ചെയ്ത് പോവാം. ഇനിയിപ്പോൾ June 30th കഴിഞ്ഞാലും കുറച്ച് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും നമുക്ക്. പിന്നെ ബില്ലിംഗ് എല്ലാം കമ്പനിയുടെ ബില്ലിംഗ് ആണ്. നമ്മളിവിടെ മാനുവലി ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഓരോരോ ഐറ്റത്തിൻ്റെ SKU കോഡ് അടിക്കാൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എന്താണ് വാല്യൂ എന്നുള്ളത് അല്ല കൂടുതൽ ഡിസ്കൗണ്ട് ചോദിച്ച് വരുന്നതല്ല, ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. പ്രത്യേകിച്ച് ഈ സ്റ്റോറിൽ നമ്മളുടെ കമ്പനി ഡയറക്റ്റ് സ്റ്റോർ ആയതുകൊണ്ട് ഒരു വ്യക്തിയല്ല അത് തീരുമാനിക്കുന്നത്, ഒരു ഓണർ അല്ല തീരുമാനിക്കുന്നത്, കമ്പനിയാണ് തീരുമാനിക്കുന്നത് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ. ഇങ്ങനെ ഒരു സ്റ്റോർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായാലും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മളിവിടെ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അതെ അതെ. അപ്പം ഒരു എന്നെ അടുത്ത് വിളിച്ചതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നൊരു ആൾ വിളിച്ചിരുന്നു. അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഒരു ഗ്യാസ് സ്റ്റവ് വേണം, ആ ഗ്യാസ് കംപ്ലീറ്റ് കത്താത്തൊരവസ്ഥയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. വീടും ലൊക്കേഷൻ ഷെയർ ചെയ്ത് തന്നു. അവർ പേയ്മെൻറ്റ് തന്നു. ആ പേയ്മെൻറ്റ് ഇടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഡെലിവറി കൊടുത്തിട്ടായാലും ശരി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ആളെ വിട്ടു ഫിറ്റ് ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്രായമുള്ള അച്ഛനമ്മമാർ മാത്രമാണ് ഇപ്പോൾ അധികം വീട്ടിലുള്ളത്. അപ്പം എല്ലാ വീട്ടിൻ്റെ അവസ്ഥ അതാണ്. നമ്മളെ വീട്ടിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പം നമ്മളതുകൊണ്ട് ആ കൺസിഡറേഷൻ എല്ലാ വീട്ടുകാർക്കും കൊടുക്കുന്നത്. ഒരു ബിസിനസ് എന്നാൽ മാത്രം കാഴ്ചപ്പാടിലല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കമ്പനിയുടെ സ്റ്റോറാണ്, എന്നാലും നമ്മളും കുറച്ച് ഹ്യൂമൻ ടച്ചിലാണ് വർക്ക് ചെയ്യുന്നത് മാക്സിമം. ഇനി ഈ വരുന്ന പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തൊക്കെ പ്രോഡക്റ്റ് അതൊന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എക്സ്ചേഞ്ച് നമുക്ക് എന്ത് അലുമിനിയത്തിൻ്റെ എന്ത് സ്ക്രാപ്പ് ഉണ്ടെങ്കിലും, കാരണം എന്ന് വെച്ചാൽ ഇതെന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് തിരിച്ച് റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും പാത്രങ്ങളായിട്ടല്ല വരുന്നത്, ഇത് സ്ക്രാപ്പായിട്ടാണ് പോകുന്നത്. നമ്മുടെ കമ്പനി എപ്പോഴും വെർജിൻ സ്റ്റീലും വെർജിൻ അലുമിനിയാണ് യൂസ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഫാക്ടറി ഒരു ടൂർ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഒരു ദിവസം കൊണ്ടും തീരില്ല.
നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. കോയമ്പത്തൂരാണ് ഏറ്റവും നിയറസ്റ്റ് പ്ലാൻ ഉള്ളത്. ഒരു ദിവസം അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ഫാക്ടറി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കുക്കർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറ്റുമെങ്കിൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ വീട്ടമ്മമാരെയും കൂടി ചേർത്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മൊത്തം ജാതിയായിട്ട് പോവാം. ഒരു ജാഥയായിട്ട് അങ്ങോട്ട് പോയി നമുക്ക് കമ്പനിയും കാണാം, ഇതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതും എന്തുമാത്രം ക്വാളിറ്റി കോൺഷ്യസ് ആണെന്ന് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ക്വാളിറ്റി ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒരു ആദ്യത്തെ കുക്കർ 76 ഇയേഴ്സ് മുമ്പ് ഒരു കുക്കർ ഉണ്ടാകുന്ന സമയത്ത് ക്വാളിറ്റി മാത്രമല്ല നോക്കിയിരുന്നത്, അന്ന് സേഫ്റ്റി നോക്കിയിരുന്നു. 2, നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഈ പ്രഷർ വന്നിട്ട് അതിനകത്ത് നിന്ന് വേസ്റ്റായിട്ട് വെളിയിൽ പോകാതെ കുക്കറിനകത്ത് തന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം നിൽക്കണമല്ലോ. അപ്പം വേസ്റ്റ് ഇതിൽ നിന്ന് അതായത് സ്ക്രാപ്പിൽ നിന്നൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ അന്ന് നമ്മുടെ ചെയർമാൻ സമയത്ത് ഇതിൽ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഈ കുക്കർ വാങ്ങുന്ന ആളുടെ ആരോഗ്യത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സേഫ്റ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാളിറ്റിനൊപ്പം ഇതിനെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം 100% ഒരിക്കൽ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട് കുറച്ച് നമ്മുടെ സ്ത്രീ വീട്ടമ്മമാര് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ദിവസം ഒരു പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കോയമ്പത്തൂർ വരെ പോകണം. കോയമ്പത്തൂർ വരെ നിയറസ്റ്റ് കോയമ്പത്തൂരാണ്. അങ്ങനെ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ജസ്റ്റ് ഇവരെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ഇൻഫർമേഷൻ തരാം. പിന്നെ കമന്റ് സെക്ഷനിൽ കൂടി പറയണം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുള്ളത്. എന്നാലും നമുക്കറിയില്ല എത്ര പേര് ഇൻട്രസ്റ്റ് ആണെന്നുള്ളത്. വാട്സ്ആപ്പ് എന്ന് പറയുമ്പോൾ അവർ മാത്രമേ ചെക്ക് ചെയ്യണു. നമ്മുടെ ഇൻബോക്സിൽ വരുമ്പോൾ എത്ര ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും എൻ്റെ കൂടെയും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഓഫർ. ജൂൺ ലാസ്റ്റ് വരെയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കമന്റ്സ് ഇടുമ്പം ബേസിക്കലി കമന്റ്സ് അല്ല, സോറി, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ നോക്കാം മാക്സിമം. ഞങ്ങൾക്ക് കസ്റ്റമർ ഉള്ള സമയത്ത് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കുകയില്ല, ബിസി ആയിരിക്കും. അപ്പൊ എന്തായാലും വാട്സാപ്പ് മാക്സിമം വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 9 മണി വരെ ഇവിടെ ടൈം ഉണ്ട്. അപ്പൊ അതിനുള്ള എൻക്വയറീസ് അല്ലെങ്കിൽ പർച്ചേസിങ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു പർച്ചേസ് ആവണം നിർബന്ധമില്ല. നമ്മൾ ഒരു എന്താ പറയണേ, ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിളിച്ചോളൂ. പക്ഷെ വാട്സാപ്പിലൊന്ന് മെസ്സേജ് ഇട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചോളാം. ഒരാളെയും വിളിക്കാണ്ട് നമ്മൾ വിടില്ല. മാക്സിമം വാട്സാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നെ ലണ്ടനിൽ നിന്ന് ഒരു മാഡം വിളിച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ലണ്ടനിൽ നിന്നാണ് വിളിക്കുന്നത്, എക്സ്ചേഞ്ച് വേണം, കോയമ്പത്തൂരിനും സേലത്തിനും ഇടയ്ക്കാണ് അവരുടെ വീടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അതിൻ്റെ നിയറസ്റ്റ് ലൊക്കേറ്റർ, നമ്മുടെ ഡീലർ ലൊക്കേറ്റർ നോക്കിയിട്ട് ലൊക്കേഷൻ എടുത്തു, മാഡത്തിന് കൊടുത്തു. മാഡം വിളിച്ചു, അവിടുത്തെ കമ്പനി സ്റ്റോറിൽ അവർ കോൺടാക്ട് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തെടുത്തു. അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഭയങ്കര ഒരു വറിയായിരുന്നു ഈ വേസ്റ്റ് സാധനങ്ങൾ. ഇപ്പം 2 രീതിയിലെടുക്കാം. ചില ആൾക്കാർ ഈ വീട്ടിൽ പഴയ സാധനങ്ങൾ സ്ക്രാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ അതിന് വലിയ വാല്യൂ കണ്ടിട്ട്, അതായത് ഇതൊരു വലിയ വാല്യൂ ആണ്, അപ്പം ഇത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാവുള്ളൂ, ഉപയോഗിക്കുന്ന ഒരു സാധനം കൊണ്ടുവരരുത്. നിങ്ങൾ സ്ഥലം കളയുന്ന സാധനത്തിന് ഒരു 4 ഇരട്ടി വില ഞങ്ങളിവിടെ തരും. അത് പൊളിയല്ലേ? അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, നല്ല ഡീലാണ്. ആ ഡീല് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും എൻ്റെ പഴയ സാധനങ്ങളായിട്ട് ഞാൻ വരട്ടെ. ഞാൻ ഇത്രയ്ക്കും വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും റേറ്റ് കുറവുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാനും വരും. ചെറിയ തൊട്ട് വലിയ പാത്രം എന്തായാലും ഇവിടെ സ്വീകരിക്കുന്നതായിരുന്നു. അപ്പോൾ ടൈമിംഗ് വരുന്നത് 9 മണി തൊട്ട് രാത്രി 9 മണി. 10 മണി തൊട്ട് രാവിലെ 10 തൊട്ട് രാത്രി 9 മണി വരെ. സൺഡേ ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഡീൽ മിസ് ചെയ്യേണ്ട. ജൂൺ ലാസ്റ്റ് വരയ്ക്കുള്ള മിസ് ചെയ്താലും നമുക്ക് അടുത്ത ഇയറിൽ പിടിക്കാം, അടുത്ത നെക്സ്റ്റ് ഇയർ പിടിക്കാം. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമ്മുടെ ഈ ഹുഡ് ഹോബ്സ് ഒക്കെ അധികം ഇന്റീരിയർ ഡിസൈനേഴ്സ്, ആർക്കിടെക്ട്സ് വന്നെടുക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്ട്സ്, കോൺട്രാക്ടേഴ്സ് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് ഒരു സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കുന്നുണ്ട്. യൂട്യൂബേഴ്സിന് വല്ല ഓഫർ ഉണ്ടോ? യൂട്യൂബേഴ്സിന് നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാം. ഇതുവരെ കമ്പനിയിൽ അതെന്താ പറഞ്ഞാൽ ഈ ആർക്കിടെക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഇയറിൽ മിനിമം ഒരു 7-8 ചിമ്മിനി ഹുഡും ഹോബും കൊണ്ടുപോകാറുണ്ട്. പിന്നെ പ്ലസ് അവർ അടുത്ത വേറൊരു ഗ്യാസ് സ്റ്റൗ സെക്കൻഡ് കിച്ചണിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പിന്നെ പരിചയക്കാർ. പ്രസ്റ്റീജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സർവീസാണ്. സർവീസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ തന്നെ ഈ സ്റ്റോറിൻ്റെ കമൻസ് ഒന്ന് എടുത്ത് നോക്കുക, ഗൂഗിളിൽ റിവ്യൂസ് നോക്കുക. നമുക്ക് മോശമായിട്ടുള്ള റിവ്യൂ ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെയിൽ എന്നുള്ള ആസ്പെക്റ്റിലല്ല കാണുന്നത്, നമ്മുടെ ഒരു സർവീസ് എന്നുള്ള ആസ്പെക്റ്റിലാണ് കാണുന്നത്. നമ്മുടെ ഇതെന്ന് പറഞ്ഞൊരു സെയിൽ ചെയ്യാനുള്ളൊരു സ്റ്റോറായിട്ടല്ല കാണുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് സെൻ്ററായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വന്ന് തൊട്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് അങ്ങനെ പാത്രങ്ങൾ തമ്മിൽ വെച്ച്
ഇപ്പം 3 ബർണർ ഉള്ളതിൽ 3 സൈസ് ബർണേഴ്സ് ആയിരിക്കും. ഇവർ 3 വലിയ പാത്രം വെക്കും. അപ്പം ഗ്യാപ്പ് കുറവായി. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും, ചെറിയ ഇതിൽ ചെറുത് വെക്കുക, വലുതിൽ വലുത് വെക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ട് എക്സ്പീരിയൻസ് സെൻ്ററായിട്ട് ഇതിനെ കാണുക. അപ്പം ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, കോൺട്രാക്ടേഴ്സ് അവർക്ക് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. പിന്നെ ഇവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെയിൽ അവർക്ക് ഒരു ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്നതും വിദേശത്ത് പോകുന്നവർക്ക് ഒരു 4 ദിവസത്തെ കോഴ്സ് അത് വേണമെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്ത്രീ സംരംഭകർ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്രസ്റ്റീജിലായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, സർവീസിലായാലോ സെയിൽസിലായാലോ അങ്ങനെ താല്പര്യമുള്ളവർ അതുണ്ടെങ്കിൽ അതും വാട്സാപ്പ് ചെയ്യുക. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും. സ്ത്രീകളെ മാത്രമേ കേട്ടുള്ളൂ? അല്ല, അങ്ങനല്ല, പുരുഷന്മാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. അത് സ്ത്രീന്ന് വീട്ടിൽ വെറുതെ ഇരിക്കണവരാണെങ്കിൽ അവർക്ക് അതാണ് ഉദ്ദേശം. ആണുങ്ങൾ പിന്നെ അവർക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്നാലും താല്പര്യം ഉണ്ടെങ്കിൽ അവർ അല്ല, താല്പര്യം മീൻസ് ഇതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫീൽഡാണ്. കാരണം കംപ്ലൈൻറ്റ്സ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണ്. നമ്മുടെ പ്രോഡക്ട്സിന് കംപ്ലൈൻറ്റ് ഇല്ല. അപ്പം നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം കസ്റ്റമർ. ഇപ്പം കംപ്ലൈൻറ്റ് വരുമ്പോഴാണല്ലോ നമ്മൾ തമ്മിൽ തെറ്റുന്നത്. അപ്പം കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ബന്ധത്തിൽ. അല്ല, അതിപ്പോ കഴിഞ്ഞ കൊല്ലത്തെ നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാലോ, അതിൽ കോമന്റ് സെക്ഷനിൽ മൊത്തം എനിക്ക് നെഗറ്റീവ് ആയിരുന്നു. ആ പെണ്ണ് കിടന്ന് ഓളി ഇട്ടുകൊണ്ടിരിക്കുന്ന അല്ലേ, അലറല് അങ്ങനെയൊക്കെ ആയിരുന്നു കമന്റുകൾ. പക്ഷെ പ്രസ്റ്റീജിനെ കുറിച്ചിട്ട് ഒരു കമന്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരു ഏത് വീഡിയോ ചെയ്യുമ്പോഴും നല്ലതും മോശമൊക്കെ ഉണ്ടാവൂലേ? അത് ഈ ചെവി കൂടെ കേട്ടാ ഈ ചെവി കൂടെ പോസിറ്റീവ് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഞങ്ങളുടെ പോസിറ്റീവ് നിങ്ങൾ അങ്ങോട്ട് എടുക്കാം. ചില നെഗറ്റീവ്സ് നമുക്ക് എടുത്തിട്ട് പോസിറ്റീവ് ആക്കി എടുക്കാം അടുത്ത പ്രാവശ്യം. അത് നമുക്ക് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റ് പറയും. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ എന്നെക്കാളും അറിവുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും. എന്തെങ്കിലും അറിവുള്ള ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കസ്റ്റമറെ ഡീൽ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിനെ ഇമ്പ്രൂവ് ചെയ്ത് പറയും. അതെ, അപ്പൊ എല്ലാം തെറ്റുകളും കുറ്റങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കമന്റ് സെക്ഷനിൽ പോരട്ടെ ഇങ്ങോട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. കുറച്ച് ലെങ്തി ആയി, എന്നാലും എല്ലാ ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി പറ്റുമെങ്കിൽ നമുക്ക് ഒരു വീഡിയോ എന്തെങ്കിലും ഓരോ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പറ്റി വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈക്ക് നമ്മൾ എയർ ഫ്ലിപ്പ്, എയർ ഫ്രയർ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീട്ടമ്മമാരെ വിളിച്ചിട്ട് അവർക്കിത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഡിഷസ് ഉണ്ടാക്കാം. 270 ഡിഷ് ഉണ്ടാക്കാൻ പറ്റും ഒരു എയർ ഫ്രയറിൽ. 270 ഡിഷസ് എൻ്റെ അറിവിലെ. ഇനി എന്നെ കാണുന്ന നല്ല ഷെഫുകളുടെ അവരതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം നമുക്കൊരു ചെറിയൊരു അങ്ങനത്തെ ഒരു ക്ലാസ് പോലെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. താങ്ക് യു സോ മച്ച്.